ഹായ് ഹലോ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ നീറ്റ് 2022 ആൻസർ കീ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പേ എൻടയർ സൈലം ടീം ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയുള്ള എല്ലാ സ്ലൈഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എൻഡിൽ നിന്ന് ഞാൻ ഒരു സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. റൈറ്റ്, സോ എങ്ങനെ ഉണ്ടായിരുന്നു കമന്റ് ബോക്സിൽ ഒന്ന് പറയുമോ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് റൈറ്റ്, സോ ഫിസിക്സിനകത്ത് ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ഓടിച്ചു പോയപ്പോഴത്തേക്ക് ഈ അടിയിലുള്ളത് അഡയബാറ്റിക് എന്ന് പറഞ്ഞ 1, 2, 3, 4 മാർക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിച്ചിരുന്നു 10 days കളിച്ചത്. സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ റൈറ്റ്, ആ 1, 2, 3, 4 ഒക്കെ അതുപോലെ തന്നെ കിടക്കുന്നു. റൈറ്റ്, കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. റൈറ്റ്, അടിയിലുള്ളത് അഡയബാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്, അതൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. സോ അപ്പൊ എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വളരെ സന്തോഷം. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം? റൈറ്റ്, സോ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും എഴുതി കഴിഞ്ഞവരുണ്ടോ? അതോ ഇത് 2023 ആസ്പിറൻസ് ആണോ ഇരിക്കുന്നത്? റൈറ്റ്, സോ 22 ആസ്പിറൻസ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുമോ? റൈറ്റ്, നമ്മുടെ ടീം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ ഗെറ്റിംഗ് ഇൻ ടു ഇറ്റ്. സോ ഓവറോൾ നോക്കുമ്പോഴത്തേക്കും റൈറ്റ്, സോ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു ടഫ്നെസ് ഫീൽ ചെയ്യാത്ത റൈറ്റ്, സോ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, ഒരു ടിപ്പിക്കൽ ലെവൽ ഒരു നീറ്റ് പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണുന്നത്. റൈറ്റ്, സോ ഒന്ന് ഓടിച്ചൊരു റൗണ്ട് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഓക്കെ, റൈറ്റ്, സോ വെറ്റിനറി സീറ്റ് ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്നു. റേറ്റ് 2023 ആസ്പിറൻസ് ആണ്. റൈറ്റ്, സോ എത്ര 2022 ആസ്പിറൻസ് ഉണ്ട്? 2023 ആണോ? 2022 റൈറ്റ്, എക്സാം പൊളിയാന്ന് പറയുന്നുണ്ട്. താങ്ക്സ് സൈലം. റൈറ്റ്, സോ താങ്ക് യു. റൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ റൈറ്റ്, ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഒരു ചോദ്യവും മാറാതെ കിടപ്പുണ്ട്. വളരെ സന്തോഷം. റൈറ്റ്, 23 ആണ് ടോട്ടലി. റൈറ്റ്, ആൻഡ് അരോമാറ്റിക് ഒക്കെ കാണുന്നു. അരോമാറ്റിക് അല്ലാത്ത ആരാന്നൊക്കെ ചോദ്യം. റൈറ്റ്, സോ അതിനകത്ത് SP2 ഹൈബ്രിഡൈസ് അല്ലാത്ത ആരാന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ, പ്ലാനാർ അല്ലാത്ത ആരാന്ന് നോക്കിയാൽ തന്നെ കിട്ടുമായിരുന്നു. അങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ. റൈറ്റ്, സോ വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്തതുമായ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ കാണുന്നത്. ഏതാണ് ടഫ് സബ്ജക്ട്? എഴുതി കഴിഞ്ഞ എത്ര പേരുണ്ട്? 22 22 എത്തിയിട്ടുണ്ടോ? റൈറ്റ്, സോ 22 ഫസ്റ്റ് ടൈം ആയിരുന്നു. ഓക്കെ, മീഡിയം ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഫസ്റ്റ് ആൻഡ് റൈറ്റ്, സോ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? റൈറ്റ്, സോ എത്ര പേര് ടോട്ടലി 2023 ഒരു അസോസിയേഷൻ ആണ് ഇവിടെ കാണുന്നത്. എന്തായാലും റൈറ്റ്, സോ ഓവറോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്കും ഒരു ഓക്കെ പാറ്റേൺ ആണ് നമുക്ക്. റൈറ്റ്, സോ നമുക്ക് വരാനുള്ളത് ഫസ്റ്റ് ബോട്ടണി ഡിസ്കഷൻ, ദെൻ വരാൻ പോകുന്നത് സുവോളജി, കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. ഈ ഓർഡറിലായിരിക്കും നമ്മുടെ ഫാക്കൽറ്റീസ് ഇവിടുന്ന് എത്തുക. സോ ആ ഓർഡറിൽ തന്നെ നമുക്ക് പോകാം. റൈറ്റ്, സിമ്പിൾ. റൈറ്റ്, സോ എനിക്ക് തോന്നുന്നു വൺ ഡേ മെൻഷനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഫ്രീലി പോലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സെക്കൻഡ് 1:3:5:7 റേഷ്യോ ഒക്കെ കാണുന്നുണ്ട്. പിന്നെ സ്ലോപ്പ് എടുക്കാനുള്ള tan 30 tan 45 സ്ലോപ്പ് എടുക്കാൻ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിന്റെ സ്ലോപ്പ് എടുക്കാനുള്ള ചോദ്യം. എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ +1 ക്വസ്റ്റ്യൻ സ്ഥിരം കാണാറുള്ള ടൈപ്പ് ഓഫ് ചോദ്യമാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓവർ നോക്കുമ്പോഴത്തേക്കും ഫിസിക്സ് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന റൈറ്റ്, സോ ഒരു ടൈപ്പ് ഓഫ് ചോദ്യമായിരുന്നു എന്ന് തോന്നുന്നു. റൈറ്റ്, പിന്നെ ഡയമെൻഷനിൽ വന്നത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്, ഗ്രാവിറ്റേഷൻ എനർജിയും പൊട്ടൻഷ്യലും ഇന്റൻസിറ്റിയും. റൈറ്റ്, ഗ്രാവിറ്റേഷൻ ആയിരുന്നു ഇത്തവണത്തെ. ആൻഡ് ഇതും റൈറ്റ്, സോ നിങ്ങളുടെ ലോജിക് ആയിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഒന്ന് ചെയ്യാനുള്ള ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയായിരുന്നു വന്നിട്ടുള്ളത്. റൈറ്റ്, ഓവറോൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഓക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. റൈറ്റ്, സോ എന്നാൽ സ്റ്റാൻഡേർഡ് ഒന്നും തന്നെ പോയിട്ടില്ല, നല്ല ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും റൈറ്റ്, സോ വളരെ സന്തോഷം. നമ്മൾ നമ്മുടെ ഡിസ്കഷനിലേക്ക് പോകണം, എല്ലാവരും ഉണ്ടാവണം. റൈറ്റ്, സോ ടിൽ ദി എൻഡ് 2023 ആസ്പിറൻസ് ആണ് ഇത് മൊത്തം കാണുന്നതെന്ന് തോന്നുന്നു. 2022 ആസ്പിറൻസ് ഇറങ്ങുന്നേ ഉള്ളൂ. ഇറങ്ങുന്നതിന് മുമ്പേ കിട്ടിയ ചോദ്യം പേപ്പറുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. സോ എന്തായാലും നമ്മുടെ എൻടയർ ടീം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ആദ്യം എത്താൻ പോകുന്ന ബോട്ടണിയാണ്. ഞാൻ അജീഷ് സാറിനെ, റൈറ്റ്, സോ അജീഷ് സാർ ഇവിടെ ഉണ്ടായിരിക്കും. റൈറ്റ്, സോ അജീഷ് സാറിനെ ഞാൻ ആദ്യത്തെ തൊട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അത് ഒരു ഓർഡറിൽ തന്നെ ആൻഡ് പ്രോപ്പർലി തന്നെ നമ്മൾ എന്ത് ചെയ്യും, മുമ്പോട്ട് പോകും. 23 കംപ്ലീറ്റ് ആൾക്കാരുണ്ട്. റൈറ്റ്, സോ ഓക്കെ, റൈറ്റ് ഓക്കെ അല്ലേടാ മക്കളെ? ഓക്കെ അല്ലേടാ? ക്ലിയർ ആണ്? റൈറ്റ്, സോ നേരെ നിങ്ങളുടെ അജീഷ് സാറിലേക്ക് ഞാൻ കൊടുക്കുകയാണ് ക്യാമറ. റൈറ്റ്, ഹായ്, 5:30 നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കണമെന്നായിരുന്നു സൈലം ലേണിംഗ് ആപ്പിന്റെ പ്ലാന്. 5:30 തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. പരീക്ഷ 5:20 കഴിഞ്ഞേ ഉള്ളൂ. 5:30 മണിക്ക് എക്സാമിനേഷൻ ഹാളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങി.
ഏതാണ്ട് ആളുകളെല്ലാം ലൈവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വലിയ ടെൻഷൻ ഒന്നും ഇല്ലാതെ ആളുകൾക്ക് ലൈവ് കാണാവുന്ന സാഹചര്യത്തിലാണ് ഇന്നത്തെ പരീക്ഷ നടന്നു പോയത്. മൊത്തത്തിൽ പരീക്ഷ എളുപ്പമാണ് എന്ന പ്രതികരണമാണ് എല്ലായിടത്തു നിന്നും വരുന്നത്. കഴിഞ്ഞത് മുതൽ കുട്ടികൾ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളെല്ലാം പരീക്ഷ വിചാരിച്ച പ്രയാസം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന്റെ സന്തോഷം നിങ്ങളുടെ കമന്റുകളിലൊക്കെ കാണുന്നുണ്ട്. എനിക്കറിയാം 2023 എന്ന് പറയുന്നത് തീർച്ചയായും നിലവിലുള്ള +2s ആണ് എന്നെനിക്കറിയാം. അവർ വലിയ ആവേശത്തോടുകൂടെ 2023 തയ്യാറെടുപ്പിന് ഇവിടെ വന്നിരിക്കുന്നു. ഇത്രയും പേർ 750 പേർ വന്നതിൽ ഒരു മജോറിറ്റിയും നമ്മളുടെ +2 സ്റ്റുഡൻസ് ആണുള്ളത്. അജീഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അജീഷ് സാർ ആരംഭിക്കുകയാണ്. അപ്പൊ ഇത്രമേൽ +2 സ്റ്റുഡൻസ് കാത്തിരിക്കുന്നത് നമുക്ക് വലിയ സന്തോഷമാണ്. ഈ വർഷം എഴുതിയ ആളുകളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈസി എക്സാമിനേഷൻ ആണ് എന്ന് ഫിസിക്സ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ എന്ന് പറയാം. ഈസി ടു സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് എനിക്ക് മനസ്സിലായത് നോക്കിയപ്പോൾ. ഫിസിക്സ് 1 ഡയമെൻഷനൊക്കെ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കുട്ടികൾക്ക് നോക്കിയല്ല 1:3:7 റേഷ്യോ, പിന്നെ ഒരു സ്ലോപ്പ് എടുക്കാനുള്ള ചോദ്യം +1 ചെയ്ത് കണ്ടവരാണ്. ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് പോലും എളുപ്പമായിരുന്നു. അതാണ് മീഡിയം എന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ അത്രത്തോളം ചോദ്യം നമ്മൾ ഏതാണ്ട് ചലഞ്ചിലും മാരത്തോണിലും ചെയ്ത പരീക്ഷ എളുപ്പമാണ് എന്ന് പറയുന്നത് സൈലത്തിലെ കുട്ടികളാണ്. ഒരു ഞാനിപ്പോൾ കണ്ടത് അഡിയാബാറ്റിക് ഒരു ഗ്രാഫ് 1 2 3 4 എന്നിട്ട് ഇതിൽ ഏതാണ് ഗ്രാഫ് എന്നുള്ള ചോദ്യം ഒരു ചോദ്യം 10 days ചലഞ്ച് നമ്മൾ ചെയ്തതാണ്. അടിയിലുള്ളത് അഡിയാബാറ്റിക് 10,000 തവണ പറഞ്ഞു അതേ ചോദ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ 10 days ചലഞ്ചിനകത്ത് അതേപോലെ തന്നെ അവസാന ദിവസവും ലാസ്റ്റ് നമ്മളുടെ മെഗാ മാരത്തോണിലും ചെയ്ത അവർക്ക് വേണമെങ്കിൽ തെർമോഡൈനാമിക് ഫസ്റ്റ് 10 days ചലഞ്ച് മൊത്തം എടുത്ത് കണ്ടുവെക്കോ. അതുപോലെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സ്റ്റോഷിയോമെട്രിക് എന്താണ് പഠിക്കണമെന്ന് നമ്മൾ പറഞ്ഞതോ അത് ശ്രദ്ധിക്കാമായിരുന്നെങ്കിൽ ഫുള്ളടിച്ചേനെ. ഇത്രയും പോസിറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ഡിസ്കഷൻ തുടങ്ങിയാണ്. ഇനിയും നമുക്ക് സംസാരിക്കേണ്ട ഇതാ മെസ്സേജ് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. എക്സാം എളുപ്പമാണ് എന്നൊക്കെ ആളുകൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മൾ ബോട്ടണി വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കൂ, എസ്പോ എന്ന് പറയുന്ന കോഡിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ മക്കളെ S4 നിങ്ങൾ എടുത്തു വെച്ച് നോക്കാം. S4 ആണോ നിങ്ങളുടെ കയ്യിലുള്ള കോഡ് എന്ന് നോക്കാം. ഞാൻ S4ലെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ വളരെ ശ്രദ്ധിച്ച് വളരെ ആലോചിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഓരോ ചോദ്യങ്ങളും ഞാൻ പറയാൻ പോവാണ്. അതിന്റെ ഓരോ ആൻസേഴ്സും ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷനിലേക്ക് നിൽക്കുന്നില്ല. കാരണം ഇപ്പൊ നിങ്ങൾ എക്സാം എഴുതി വന്നാണ് അതിന്റെ ആൻസർ ആണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അപ്പൊ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയാണ് ആ ചോദ്യം എന്ന് നോക്കാം. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S4. അപ്പൊ ശ്രദ്ധിക്കുക, S4 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഓർഡറിലാണ് ആ കോഡ് S4 ആണ്. ആ കോഡാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 101ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു, ഒരു സംശയമില്ല. ദ റൈറ്റ് ആൻസർ ഗോസ് ടു എക്സോസ്കെൽറ്റൺ ഓഫ് ആർത്രോപോഡ്സ്. ഏതാ എന്ന ചോദ്യത്തിന്റെ കമ്പോസ്റ്റ് ഓഫ് കൈറ്റിൻ ആണ്. ഒരു സംശയം വേണ്ട, അതിന്റെ ആൻസർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയെങ്കിൽ 102ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാൻ പോവാണ്. 102 ചോദ്യം ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഡസ് നോട്ട് ഷോ പ്ലാസ്റ്റിസിറ്റി കാണിക്കാത്ത പ്ലാന്റ് ഏതാ എന്നുള്ളതാണ്. ഒരു സംശയമില്ല, ബാക്കി എല്ലാം തന്നെ NCERT-യിൽ വളരെ കൃത്യമായിട്ടുണ്ട്. സോ മെയ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. 102ാമത്തെ ഈ ഒരു ചോദ്യം 2 കറക്റ്റ് ആൻസർ വരാം. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ കയറാണ്. 103ാമത്തെ ചോദ്യത്തിലേക്കാണ്. 103ാമത്തെ ചോദ്യം കുറച്ചൊന്നും നമ്മളെ കുഴപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ചോദ്യം തന്നെയാണ് അത് വരുന്നത്. താഴെ പറയുന്നതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ ആണ് റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിംഗ് ATP സിന്തസിസ്. സത്യസന്ധമല്ലാത്തത്, ATP സിന്തസിസിന്റെ സമയത്ത് സംഭവിക്കാത്തത് ത്രൂ കെമിയോസ്മോസിന്റെ ചിത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ചിത്രത്തിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഏത് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺസ് അക്രോസ് ദ മെംബ്രെയിൻ ഓഫ് ദ സ്ട്രോമ. ഇത് സംഭവിക്കുന്നതാണ്, നോട്ട് ട്രൂ ആണ് ചോദ്യം. അടുത്ത നോക്കുക, റിഡക്ഷൻ ഓഫ് NADP to NADPH.
അതുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് എന്ന്. അപ്പൊ അതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. വീണ്ടും മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കെമിയോസ്മോസിസ്. അങ്ങനെയാണെങ്കിൽ നോട്ട് ട്രൂ ആണ് ചോദ്യം. നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ the right choice goes to breakdown of electron gradient. The fourth is the right one. 103ാമത്തെ കെമിയോസ്മോസിന്റെ കേസിൽ സത്യമല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാൻ ചോദിച്ചാൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിയന്റ്. Is it okay? അടുത്ത ചോദ്യം നോക്കുക. ജെനറ്റിക്സിൽ നിന്ന് ഒരു മനോഹരമായ ഒരു ചോദ്യമാണ്. ചോദ്യത്തിന് താഴെ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾക്ക് കാണാം. സ്റ്റേറ്റ്മെന്റ് 1ൽ മെന്റൽ സ്റ്റഡീഡ് 7 പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സ്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സംശയമില്ല. ദാറ്റ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. അതേസമയം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നോക്കൂ. 7 ക്യാരക്ടേഴ്സ് എക്സാമിൻഡ് ബൈ മെന്റൽ ഇൻ ഹിസ് എക്സ്പെരിമെന്റ് ഓൺ പീ പ്ലാന്റ്സ്. പയറുചെടിയിൽ ചെയ്ത എക്സ്പെരിമെന്റിൽ ഓരോ ക്യാരക്ടറെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. സീഡ് ഷേപ്പ് കറക്റ്റ് ആണ്, കളർ കറക്റ്റ് ആണ്, ഫ്ലവർ കളർ കറക്റ്റ് ആണ്, പോട്ട് ഷേപ്പ് കറക്റ്റ് ആണ്, കളർ കറക്റ്റ് ആണ്, ഫ്ലവർ പൊസിഷൻ, 7 വ്യത്യസ്ത ക്യാരക്ടർ വ്യക്തമായിട്ട് അവിടെയുണ്ട്. സോ ദ റൈറ്റ് ചോയ്സ്. ഈ 2 സ്റ്റേറ്റ്മെന്റും മക്കളെ, ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു 3 is the right answer. ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം നോക്ക്. കരാജിനിൻ 105ാമത്തെ ചോദ്യം നോക്കാം. 105ാമത്തെ ചോദ്യം ഹൈഡ്രോകൊളോയിഡ് കരാജിൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? കരാജിൻ എവിടുന്നാ കിട്ടുന്നത് എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മയിൽ വരും. റെഡ് ആൽഗയിൽ നിന്നല്ലാതെ പിന്നെ എവിടുന്ന മക്കളെ കിട്ടുക? കരാജിൻ is obtained from കരാജിൻ. നമ്മുടെ ഡയറി മിൽക്ക് ഉണ്ടാക്കുന്ന കരാജിൻ is obtained from റോഡോഫൈസിയെ റെഡ് ആൽഗയിൽ നിന്നാണ്, ഒരു സംശയവുമില്ല. യെസ്, റെഡി. വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് കയറാണ്. 106ാമത്തെ ചോദ്യത്തിലേക്ക് കയറി. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ്ലി ഫ്രം എക്കോസിസ്റ്റത്തിൽ നിന്നാണ്. എക്കോസിസ്റ്റത്തിലെ ഒരു അടിപൊളി ചോദ്യമാണ്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഡെട്രൈറ്റസ് അവശിഷ്ടങ്ങൾ ഡീഗ്രേഡ് ചെയ്ത് സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. Decomposition is faster if the detritus rich in lignin and chitin. മക്കളെ, ലിഗ്നിനും കൈറ്റിനും വന്നാൽ നമ്മൾ ചെയ്ത ചോദ്യമാണ്, നമ്മൾ മാരത്തോണിൽ ചെയ്ത ചോദ്യമാണ്. ലിഗ്നിനും കൈറ്റിനും വന്നാൽ ഡീകമ്പോസിഷൻ സ്ലോവറോ ഫാസ്റ്റർ അല്ല. അങ്ങനെയെങ്കിൽ അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ കറക്റ്റ് ആൻസർ ഏത് വരും എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല. ഏതാണ് മക്കളെ കറക്റ്റ് ആയിട്ട് വരിക? ഈ ഒരു 106ാമത്തെ ചോദ്യത്തിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. Incorrect. So the right answer goes to the one. The first one is the right one. Statement 1 correct ആണ്, പക്ഷെ statement 2 incorrect ആണ്. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 107ാമത്തെ ചോദ്യം നോക്കാം. Which one of the following produces നൈട്രജനെ ഫിക്സ് ചെയ്യുന്ന നൊഡ്യൂൾസ്? ആൽനസിൽ NCERT-ൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ആൽനസിൽ ഈ നൊഡ്യൂൾസ് ഉണ്ടാക്കുന്നത് ആരാ എന്ന് ചോദിച്ചാൽ one and one only ഫ്രാങ്കിയ. ആകെ റൈസോബിയം ഫ്രാങ്കിയും റൂട്ട് നൊഡ്യൂൾസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ എവിടെ വന്നത് NCERT-ൽ ഉള്ളത്. അപ്പൊ ഈസി ആയിട്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. 108ാമത്തെ ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്. ശ്രദ്ധിച്ചു നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സിട്രസും ബൊഗീൻവില്ലയിലും ലീഫ്ലെറ്റ്സ് മോഡിഫൈ ചെയ്തിട്ട് ഹാർഡ് ത്രോൺസ് ആയിട്ട് മാറാന്നാണ്. ലീഫ്ലെറ്റ്സ് ആണോ മക്കളെ? ലീഫ്ലെറ്റ്സ് അല്ല. അപ്പൊ അത് തെറ്റി. രണ്ടാമത്തെ നോക്കാം. ആക്സിലറി ബഡ്സ് എന്ത് സംഭവിച്ചു? സ്പൈറലി കോയിൽ സ്ട്രക്ചർ. ശരിയാണ് കുക്കുംബറിൽ കാണുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. സ്റ്റെം ഫ്ലാറ്റ് ആൻഡ് ഫ്ലഷി നൊപ്പൻഷ്യ. എന്തിനു വേണ്ടി? ലീവ്സിന്റെ ഫംഗ്ഷൻ കാണിക്കുന്നു. കറക്റ്റ് അല്ലേ? വീണ്ടും അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് റൈസോഫോറ വെർട്ടിക്കലി ഗ്രോയിങ് അപ്വേർഡ്സ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒരു സംശയമില്ല, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അവസാനത്തെ ഓപ്ഷൻ നോക്കാം. സബ്-ഏരിയലി ഗ്രോയിങ് സ്റ്റെം ഇൻ ഗ്രാസസ് ആൻഡ് സ്ട്രോബെറി ഹെൽപ്പ് ഇൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ആ എക്സാമ്പിളുകൾ എല്ലാം തന്നെ നമുക്കറിയാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ സഹായിക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറക്റ്റ് ആൻസർ ഏതാ എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല,
Answer goes to B, C, D and E is the right answer. ഒരേ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ, അത് എ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തതാണ് കറക്റ്റ് ആൻസർ. ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും ബാക്കി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് 108ാമത്തത്. 109ാമത്തെ ചോദ്യം ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കും, പക്ഷെ ആക്ടോമോർഫിക്കും സൈഗോമോർഫിക്കും പഠിച്ച നിങ്ങൾക്ക് ഒരൊറ്റ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നോക്കാം, the zygomorphic flowers are found in. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. NCERT കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ മസ്റ്റാർഡ് ഇല്ല, പക്ഷെ ഗുൽമോഹർ സൈഗോമോർഫിക് ആണ്, ശരിയല്ലേ? കാഷ്യ സൈഗോമോർഫിക് ആണ്. നോ. അങ്ങനെയെങ്കിൽ 2 ഓപ്ഷൻ മാത്രമേ സൈഗോമോർഫിക് ആയിട്ട് വരുന്നുള്ളൂ. ഏതാണത്? ബിയും സിയും അല്ലേ അതിന്റെ കറക്റ്റ് ആൻസർ. സോ ദ fourth one is the right one. D for doctor. വീണ്ടും അടുത്ത ചോദ്യം നോക്കാം. 110ാമത്തെ ചോദ്യം ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഗാർഗ്ലിംഗ് എക്സ്പെരിമെന്റ് പെർഫോം ചെയ്തത് എന്തിനു വേണ്ടി? ഏത് ടിഷ്യൂലൂടെ എന്ത് പോകും എന്ന് ചെക്ക് ചെയ്യാനാണ്. ഒരു സംശയമില്ല, ഫ്ലോയത്തിലൂടെ ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗാർഗ്ലിംഗ് എക്സ്പെരിമെന്റ്. വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു ചോദ്യമാണ്. ഏറ്റവും ലാസ്റ്റ് പേജ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ കൃത്യമായ ആൻസർ നിങ്ങൾക്ക് അതിൽ കാണാം. ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സിൽ. Again, let's move to the 111. 111ാമത്തെ ചോദ്യത്തിലേക്ക് കയറാണ്. Identify the incorrect statement related to pollination. അവസാനത്തെ മാരത്തോൺ ദിവസം കൃത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, NEET 2022-ൽ ഈ ചോദ്യം എന്തായാലും ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതേ ചോദ്യം തന്നെ വന്നു. പോളിനേഷനുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. ആ ചോദ്യം വന്നു. ഈ 111ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ ആ ചോദ്യം വന്നു. ചോദ്യം നോക്കാം. Flowers produce fall odors to attract flies and beetles to get pollinated. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 111ൽ ശരിയായ ആൻസർ എന്ന് പറയുന്നത് നോക്കൂ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് moth and butterfly are the most dominant pollinating agent among insects. അത് തെറ്റാണ്. ബീസ് ആണ് ശരിക്കും വരേണ്ടത്. അപ്പൊ 111 രണ്ടാമത്തെയാണ്. 112ാമത്തെ ചോദ്യം നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റ് C4 പ്ലാന്റ്സ് ഏതാ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റ് ആണ്, PEP. അപ്പൊ അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മീസോഫിലിന് റുബിസ്കോ ഇല്ല എന്ന് പറയുന്നു, റുബിസ്കോ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിയായ ആൻസർ എന്താ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ്. അപ്പൊ 1 അല്ലേ അതിന്റെ ശരിയായ ആൻസർ. റെഡി? അടുത്ത ചോദ്യം നോക്കാം. 113ാമത്തെ ചോദ്യത്തിലേക്ക് ഞാൻ കയറി. ഏത് മെത്തേഡാണ് എക്സിറ്റ് കൺസർവേഷന്റെ അല്ലാത്തത്? ഒരു ഡൗട്ടും ഇല്ല. ആദ്യത്തെ മൂന്നെണ്ണം എക്സിറ്റ് ആണ്. എക്സിറ്റിന്റെ അല്ലാത്തത് വരുന്നത് ഏതാ? നാഷണൽ പാർക്ക്. സോ 4 is the right answer. 114ാമത്തെ ചോദ്യത്തിലേക്കാണ്. എത്ര എമൗണ്ട് ഓഫ് എനർജിയാണ് ലാക്റ്റിക് ആസിഡ് ഫോർമെന്റേഷനിൽ റിലീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ല, മോർ ദാൻ 18% ആണ്. 18%-ലധികം എനർജിയാണ് എനറോബിക് റെസ്പിറേഷനിൽ ലാക്റ്റിക് ആസിഡ് ഫോർമെന്റേഷനിൽ റിലീസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കാം. 115. ഈ പറയുന്ന പ്ലാന്റ്സിൽ വെക്സിലറി എസ്റ്റിവേഷൻ, മറക്കരുത്, വെക്സിലറി എസ്റ്റിവേഷനും ഡൈഅഡൽഫസ് സ്റ്റേമെന്റ്സും കാണിക്കുന്നത് ഏതിലാന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം പയറു ചെടിയിലാണ്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു പൈസം സെറ്റൈവം. ഇസ് ഇറ്റ് ഓക്കേ? 116 നോക്കൂ മക്കളെ. ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് വായിച്ചു നോക്കാം. ഇതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെന്റ് എ ശരിയാണ്, സി ശരിയാണ്, ഡി ശരിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഗോസ് ടു number 4 is the right answer. ഈ 3 എണ്ണം മാത്രമേ കറക്റ്റ് ഉള്ളൂ. 117 നോക്കൂ മക്കളെ. ഏത് പ്ലാന്റ് ഹോർമോണാ ചോദിക്കുന്നത്? ഒരു സംശയമില്ല. എത്തിലിൻ പ്രൊമോട്ട് ചെയ്യുന്നത് റൂട്ടിന്റെ ഗ്രോത്തും റൂട്ട് ഹെയർ ഫോർമേഷനും ആണ്. ഇറ്റ്സ് നോ ഡൗട്ട്. 118 എക്സോ ടൈപ്പ്. ഒരു സംശയമില്ല, അത് ഗ്രാസ് ഓപ്പറിന്റെ കേസിലാണ്. നോ ഡൗട്ട്. 119ാമത്തെ ചോദ്യം മാച്ച് ദ ഫോളോയിങ് ആണ്. ഏതൊക്കെയാന്ന് വേഗം നോക്കാം. എ എന്ന് പറയുന്നത് 4ാമത്തെയാണ്.
ബി എന്ന് പറയുന്നത് മൂന്നാമത്തെയാണ്, സി എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്, ഡി എന്ന് പറയുന്നത് ഒന്നാമത്തെയാണ്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു നമ്പർ 4. D for D is the answer. 120ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു. ഏത് ഡിവൈസ് ആണ് പാർട്ടിക്കുലേറ്റ് മാറ്ററിനെ റിമൂവ് ചെയ്യുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പ്രസിപിറ്റേറ്റർ. നമ്മൾ പറഞ്ഞ ചോദ്യം. 21ാമത്തെ ചോദ്യം നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇൻവാരിയബിളി ഓട്ടോഗാമാസ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്ക്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെയെങ്കിൽ ഒന്ന് ശരിയാണ്, രണ്ട് ഇൻകറക്റ്റ് ആണ്. സോ ദ റൈറ്റ് ചോയ്സ് ഗോസ് ടു നമ്പർ 1. 22 നോക്കാം. 22ാമത്തെ ചോദ്യത്തിൽ ഇൻകറക്ട്ലി മാച്ച്ഡ് ഏതാന്നുള്ളതാണ്. ഒരു സംശയവും വേണ്ട. യുളോത്രിക്സിൽ സ്റ്റാർച്ച് വരണം. അവിടെ മാനിറ്റോൾ വന്നു. സോ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 123ാമത്തെ ചോദ്യത്തിലേക്ക് കയറാണ്. 23ാമത്തെ ചോദ്യം നോക്കൂ മക്കളെ. മൈറ്റോട്ടിക് സെൽ ഡിവിഷനിൽ ഒരിക്കലും നടക്കാത്ത, മൈറ്റോസിസിൽ നടക്കാത്തത് ഏതാന്ന് ചോദിച്ചാൽ പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോം ഒരിക്കലും നടക്കില്ല. അത് മിയോസിസിൽ മാത്രമാണ്. 24ലേക്ക് കയറാണ്. 124ാമത്തെ ചോദ്യം ഇതാണ്. കുക്കുംബറിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ ഫ്ലവേഴ്സിന്റെ നോക്കൂ, ഫ്ലവേഴ്സിന്റെ ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ ഏതാണ്? ഇറ്റ്സ് 1 and 1 only. എത്തലൈൻ. 1 is the right answer. അങ്ങനെയാണെങ്കിൽ 125ാമത്തെ ചോദ്യത്തിലേക്ക് കയറി. 125ാമത്തെ ചോദ്യത്തിലേക്ക് കയറി. ചോദ്യം ഇതാണ്. Which of the following statement is not true regarding gel electrophoresis? Not true ആണ്. Not true regarding gel electrophoresisലാണ്. ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. The presence of chromogenic substrate gives blue color എന്നാണ്. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ 125 ചോദ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് കിട്ടി. ഈ 120 അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കയറാൻ പോവാണ്. Moving to 127. Which of the following is not observed during apoplastic pathway? Apoplastic pathway ഇൻവോൾവ് ചെയ്യാത്ത ഏതാണ് ചോദിച്ചിരിക്കുന്നത്? മൂവ്മെന്റ് ഇസ് എയ്ഡഡ് ബൈ സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. 127ന്റെ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ആസ് യു നോ ദാറ്റ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് സിംപ്ലസ്റ്റ് ആണ്. 128. The process of translation of mRNA to protein begins as soon as എപ്പോഴാണ് mRNA protein synthesis സ്റ്റാർട്ട് ചെയ്യുന്നത്? The small subunit of ribosome encountered mRNA small subunit attach ചെയ്ത് കഴിഞ്ഞാലാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So 128ന്റെ ആൻസർ കീ തേർഡ് ഓപ്ഷൻ ആണ്. ക്ലിയർ? And moving to 129. What is the net gain of ATP when each molecule of glucose is converted to 2 molecule of pyruvic acid? As you know that net gain of ATP ആണ് directly ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആൻസർ 2 ആണ്. So 2 ATP ആണ്. So answer is the first option. So 129 answer key first option ആണ്. Clear? Moving to 130. Which one of the following statement cannot connect to predation? Predation connect ചെയ്യാത്ത, cannot be connected എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So both the interacting species are negatively harmed. ഒരിക്കലല്ല, അത് predation അല്ല. predation ഒരാൾ ബെനിഫിറ്റ് ആണ്, ഒരാൾ ഹാംഡ് ആണ്. കോമ്പറ്റീഷന്റെ ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് predation കണക്ട് ചെയ്യാൻ പറ്റാതെ. സോ 130ന്റെ ആൻസർ കീ is first option. Clear? 131. Habitat loss and fragmentation, over-exploitation, alien species invasion and co-extinction are caused due to biodiversity loss. Because biodiversity loss le പറഞ്ഞിരിക്കുന്ന 4 reasons ആണത്. Yes or no? So answer is 131 the answer first option ആണ്. Clear? And 132. Read the following statement about the vascular bundle. But first statement in the in root, xylem and phloem is a vascular bundle are arranged in an alternative manner along the different radii. That's correct statement ആണ്. Conjoined closed vascular bundle do not possess cambium. Closed bundle cambium ഇല്ല. അതും correct ആയിട്ടുള്ള statement ആണ്. Yes or no? In open vascular bundle cambium is present in between xylem and phloem. Open xylem and phloem ഇടയ്ക്ക് cambium ഉണ്ട്. ആ statement ശരിയാണ്. Vascular bundles of dicotyledon stem possess endark protoxylem. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. So in monocotyledon root usually 3 or more than 6 xylem bundles are present. So that statement is also correct. But optionല് E എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കാണിച്ചില്ല. Because more than 18 വരെ വരാം. അതുകൊണ്ടാണ് E കാണിക്കാതെ ഇരിക്കുന്നുണ്ടാവും. So answer is first option. A യും കറക്റ്റ് ആണ്, B യും കറക്റ്റ് ആണ്, C യും കറക്റ്റ് ആണ്, D യും കറക്റ്റ് ആണ്. So ഇവിടെ തന്നിരിക്കുന്ന
comparatively better option is the first option. So 132 answer is first one. 133. DNA polymorphism forms the basis of both genetic mapping and DNA fingerprinting. So answer is the 133 the answer first option ആണ്. Okay, as you know that രണ്ടിനും ഉണ്ട് both genetic mapping and DNA fingerprinting. Okay, DNA polymorphism. 131 answer key is first option. Moving to 134. As you know that in old trees, the greater part of secondary xylem is dark brown and resistant to insect attack due to. Resistant to insect attack due to than ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ഏതാ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ? Okay, so secretion of secondary metabolism and the deposition in the lumen of vessel. അപ്പോൾ അത് കറക്റ്റ് ആണ് ബിക്കോസ് ഇവിടെ ചോദിച്ചിട്ടുണ്ട് കറക്റ്റ് ആൻസർ ഏതാ? സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് വൺ, deposition of organic compounds like tannins and resins in a central layer of stem. അപ്പോൾ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ബിക്കോസ് സെൻട്രൽ ലെയറിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഡെപ്പോസിഷൻ ഓഫ് സുബ്രിൻ ആൻഡ് അരോമാറ്റിക് സബ്സ്റ്റൻസ് ഇൻ ദ ഔട്ടർ ലെയർ അല്ല അല്ലേ? ഡെപ്പോസിഷൻ ഓഫ് ടാനിൻ ഗംസ് റിസിൻസ് ആൻഡ് അരോമാറ്റിക് സബ്സ്റ്റൻസ് ഇൻ ദ പെരിഫറൽ ലെയർ. ഔട്ടർ ലെയർ എന്ന് പറഞ്ഞാൽ പെരിഫറൽ ലെയർ. അപ്പോൾ അതും അല്ല ഇൻ ദ സ്റ്റെം. Okay, presence of parenchyma cell functionally active xylem elements and essential alla functional alla. So adum tettana. So comparatively correct answer eda, that is both A and B are correct. So third option aanu the answer vera. So 134 the answer ki eda makkale third option aanu. A um B mathram ivide correct ullu. Moving to 135. So when you take 135, given below are two statement, one is labeled as assertion A and other as reason alle. Assertion വായിച്ച് നോക്കാം നമുക്ക്. Polymerase chain reaction is used in DNA amplification. Correct statement ആണ്. Yes or no? Correct statement ആണ്. So reason ഏതാ? Ampicillin resistant gene is usually as selectable marker to check transformation. ആ statement as such NCERT ൽ ഉണ്ട്. So രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. പക്ഷെ reason is not correct explanation of assertion because രണ്ട് സ്റ്റേറ്റ്മെന്റ് രണ്ട് പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് ആണ്. പക്ഷെ ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ല ഏത് റീസൺ എന്ന് പറയുന്നത്. സോ ആൻസർ ഏതാ വരിക? Both A and R are correct, but R is not the correct explanation of A. So answer key is fourth option. So 135 the answer key ഏതാ വരിക? Fourth option. ക്വസ്റ്റ്യൻ മിസ് അവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. 126 ഇത് കുട്ടികൾ കണ്ടിട്ടില്ല എന്ന് മിസ് ഒന്ന് പറഞ്ഞത്. ഓക്കെ പറയാം. ഫസ്റ്റ് നമ്മൾ അവിടെ പറയാം കട്ട് ആയിട്ടുണ്ടാവും. ഒന്ന് പറഞ്ഞേക്കും. സോ 126 ക്വസ്റ്റ്യൻ പറയാട്ടോ മക്കളെ. അത് സ്റ്റാർട്ട് ചെയ്ത സമയം നിങ്ങൾ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 126. The appearance of recombination nodule on homologous chromosome during meiosis, that is the first option, site at which crossing over occurs. മനസ്സിലായോ? അപ്പൊ 126 ഏതാ? appearance of recombination nodule നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? പാക്കറ്റിംഗ് സ്റ്റേജ് ഒന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ site at which crossing over occur അതിന്റെ ആൻസർ കീ 1 ആണ്. അപ്പൊ തുടങ്ങിയപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പൊ കണ്ടല്ലോ. So we'll go for the next one. നിർത്തിയത് വെച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, so 134 135 പറഞ്ഞു അല്ലേ? So moving to 136. So when moving to 136, the anatomy of spring wood shown per peculiar feature identify the correct set of statement about the spring wood. കേട്ടോ, അപ്പൊ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് സ്പ്രിംഗ് വുഡിനെ കുറിച്ച് പറയാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഏതൊക്കെയാണ്. So first one, it is also called as early wood. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. So first statement is correct. Okay, it is also called as early wood. In spring season, cambium produces xylem element with narrow vessels. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സ്പ്രിംഗില് നാരോ അല്ല ബ്രോഡ് വെസൽസ് ആണ് വേണ്ടത് അല്ലെ? നല്ലോണം വെള്ളം കിട്ടുന്ന സമയത്ത് നന്നായിട്ട് കണ്ടക്ട് ചെയ്യേണ്ട. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ സെക്കൻഡ് വരത്തില്ല. ഇറ്റ് ഈസ് ലൈറ്റ്ലി കളേർഡ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സി സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. And moving to D, the spring wood along with autumn wood shows alternate concentric ring forming annual ring. That is also correct because spring woodum autumn woodum കൂടി ചേർന്നിട്ടാണ് annual ring. അതും കറക്റ്റ് ആണ്. Moving to the next option, that is E. It has lower density. That is also correct. അപ്പൊ ആൻസർ ഏതാ മക്കളെ വരിക? A ശരിയാണ്, C ശരിയാണ്, D യും E യും കറക്റ്റ് ആണ്. So exact option will be the fourth option. അപ്പൊ 136 ന്റെ ആൻസർ കീ ഏതാ? fourth option ആണ്. Okay, moving to 137. അപ്പൊ 137 നമുക്ക് മാച്ച് ചെയ്ത് നോക്കാം. മാച്ച് കോളം 1 and 2. Metacentric chromosome, as you know that metacentric chromosome, centromere in the middle forming 2 equal arms ആണ് അല്ലേ? 2 equal arms. അപ്പൊ ആൻസർ ഏതാ വരിക? A matches with 3 ആണ് വരിക. സെക്കൻഡ് വൺ, acrocentric chromosome
centromere situated close to the end forming extremely shorter arm and longer arm. അപ്പോൾ B matches with 1. അപ്പോൾ A matches with 3 B matches with 1 കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആണ്. എന്നാലും സബ് മെറ്റാസെൻട്രിക് ഏതാ? that is centromere slightly away from the middle region. So C matches with 4 and D matches with telocentric എന്താ? telocentric is centromere at the terminal end. അപ്പോൾ ഓപ്ഷൻ ഏതാ? 137 ന്റെ ആൻസർ കീ, that is third option. Clear? And moving to 138 of the question. ഈ ഫിഗർ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്, സെക്കൻഡ് ഇയർ ചാപ്റ്ററിലുണ്ട്. ഇതിന്റെ ലേബലിംഗ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? which part of the fruit labeled in the given figure as false fruit? As you know that apple false fruit ആണ് നിങ്ങൾക്ക് അറിയാം. false fruit ആണെങ്കിൽ എവിടെ ഡെവലപ്പ് ചെയ്യുന്ന? തലാമസ് ആണ്. അപ്പൊ ഏത് പാർട്ടിൽ നിന്നാണ് ഈ false fruit ഡെവലപ്പ് ചെയ്യുന്നത് ചോദിച്ചാൽ സി ആണ്. ബിക്കോസ് ടെക്സ്റ്റിൽ സി ആണ് എന്തായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? തലാമസ്. അപ്പൊ 138 ആൻസർ കീ എന്താ മക്കളെ? തലാമസ് ആണ്. സി ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 1 ആണ്. that is labeling part ഏതാ? സി ആണ് കേട്ടോ. so answer key is 138, first option, that is thalamus. Moving to 139 of the question. In the following palindromic base sequence of DNA, which one can be cut easily by particular restriction enzyme? കേട്ടോ, particular restriction enzyme കട്ട് ചെയ്യുന്ന സൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം EcoR1 അല്ലെ കട്ട് ചെയ്യുന്ന സൈറ്റ് ആണ് GAATTC. 5' to 3' ആണ്, that is GAATTC, and 3' to 5' നോക്കുവാണെങ്കിൽ തിരിച്ചും CTTAAG കാണാം, അല്ലെങ്കിൽ 5' to 3' വായിക്കുമ്പോൾ GAATTC. so option should be the fourth one. ഇത് as such NCERT ലുണ്ട്. so 139 the answer key is fourth one. And moving to 140th question. So 140th question is what is the role of large bundle sheath cell found around the vascular bundle in C4 plants? C4 plants നെ ചുറ്റും വരുന്ന അല്ലെ ലാർജ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഏതാ ആൻസർ? ടു എനേബിൾ ദ പ്ലാന്റ് ടോളറന്റ് ടു ദ ഹൈ ടെമ്പറേച്ചർ അല്ല, ടു പ്രൊട്ടക്ട് ദ വാസ്കുലർ ടിഷ്യൂ ഫ്രം ഹൈ ലൈറ്റ് ഇന്റൻസിറ്റി അല്ല, ടു പ്രൊവൈഡ് ദ സൈറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ പാത്വേ അല്ല, ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് കാൽവിൻ സൈക്കിൾ. ബിക്കോസ് C4 പ്ലാന്റ്സ് രണ്ട് ടൈപ്പ് ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അറിയാം. എ ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് ബണ്ടിൽ ഷീറ്റിലും ഗ്രാനൽ ക്ലോറോപ്ലാസ്റ്റ് മെസോഫിലം. ആൻസർ is fourth option. so 140 the answer key, fourth option ആണ്. so moving to 141. okay, the entire fleet of buses in Delhi were converted to CNG from diesel. In reference to this, which one of the following statement is false? നിങ്ങൾക്ക് അറിയാം ഇറ്റ്സ് സ്റ്റീപ്പർ ദാൻ ഡീസൽ, അത് കറക്റ്റ് ആണ്. ഇറ്റ് കനോട്ട് ബി അഡൾട്രേറ്റ് ലൈക്ക് ഡീസൽ, അതും ശരിയാണ്. CNG burn more efficiency than diesel, ആ സ്റ്റേറ്റ്മെന്റും ടെക്സ്റ്റിലുണ്ട്. അപ്പൊ ഏതാ? the same diesel engine is used in CNG buses making the cost of conversion low. ഇതാണ് നമുക്ക് എന്താ പറയണേ? false statement പറയുന്നത്. ബിക്കോസ് ബാക്കി 3 സ്റ്റേറ്റ്മെന്റ് NCERT ലുണ്ട്. so what is the false statement? the same diesel engine is used in CNG buses making the cost of conversion low. അത് തെറ്റാണ്. so 141, fourth option. so moving to 142. okay, so when you take about 142, you can see that match column 1 and 2. ഏത് ഓപ്ഷൻ വരിക? സ്പൈറോഗൈറ ഡോമിനന്റ് ഹാപ്ലോയിഡ് ഫ്രീ ലിവിംഗ് ഗാമിറ്റോഫൈറ്റ് ആണ്. സ്പൈറോഗൈറ ആൽഗെ ആണ്. അപ്പൊ അവിടെ ഗാമിറ്റോഫൈറ്റ് ആണ്. സോ ഫേൺ മീൻസ് വി സേ ദാറ്റ് ഏത് ഓപ്ഷൻ ആണ് വരിക? ഡോമിനന്റ് ഡിപ്ലോയിഡ് sporophytic alternating with reduced gametophyte called prothallus. ബിക്കോസ് ടെഡോഫൈറ്റിനെ ഗാമിറ്റോഫൈറ്റിനെ പ്രോതാലസ് പഠിക്കും. ഡോമിനന്റ് ഫേസ് സ്പോറോഫൈറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ എ മാച്ചസ് വിത്ത് 2, ബി മാച്ചസ് വിത്ത് 3 കാണുമ്പോൾ തന്നെ ആൻസർ നമുക്ക് കിട്ടി. ഫോർത്ത് ഓപ്ഷൻ ആണ് വരിക. സ്റ്റിൽ ഫ്യൂനേരിയ ഏതാ മാച്ച് ചെയ്യുന്നത്? ഫ്യൂനേരിയ that is matches with the fourth option, that is dominant haploid leafy gametophyte stage alter with particular dependent multicellular sporophyte ആണ്. Cycas dominant diploid sporophyte vascular plant with highly reduced male or female gametophyte. അപ്പോൾ D matches with 1. so answer key ഏതാ മക്കളെ? 142. answer key is fourth option. clear? so moving to 143. so when you take about 143, addition of more solute in a given solution. ഒരു സൊല്യൂഷനിലേക്ക് പിന്നെ സൊല്യൂട്ട് ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കുറയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൺലി ആൻസർ ഇസ് ലോവേഴ്സ് ഇറ്റ്സ് വാട്ടർ പൊട്ടൻഷ്യൽ. സോ ആൻസർ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതും NCERT പറഞ്ഞിട്ടുണ്ട്. സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യാലിറ്റി കുറയും. സോ 143 ആൻസർ കീ ഫോർത്ത് ഓപ്ഷൻ ആണ്. ഓക്കെ, 144. which one of the following will accelerate phosphorus cycle? phosphorus എന്താ മെയിൻ നിങ്ങൾക്ക് അറിയാം? റോക്കാണ് മെയിൻ ആയിട്ടുള്ള ഫോസ്ഫറസിന്റെ കണ്ടന്റ്. സോ വെത്തറിംഗ് പ്രോസസ് വഴിയാണ്. സോ ആൻസർ ഇസ് വെത്തറിംഗ് ഓഫ് റോക്ക് ആണ്. സോ 144 ആൻസർ കീ വെത്തറിംഗ് ഓഫ് റോക്ക് ആണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് ആണ്. 144 ആൻസർ കീ ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ. മൂവിംഗ് ടു 145. if a genetist uses the blind approach for sequencing the whole genome of an organism,
followed by assignment of function to different segment. The methodology adopted by him is called sequence annotation. വ്യക്തമായിട്ട് NCERT ലുണ്ട് അല്ലേ മക്കളെ? ബ്ലൈൻഡ് അപ്രോച്ച് എന്താ വിളിക്കുക? ഫുൾ വായിച്ചിട്ട് പിന്നെ പെർട്ടിക്കുലർ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീജിയൻ നമ്മൾ മാർക്ക് ചെയ്യുക. ദാറ്റ് ഇസ് കോൾഡ് സീക്വൻസ് annotation. So 145 ആൻസർ കീ ഏതാ? തേർഡ് ഓപ്ഷൻ ആണ്. ക്ലിയർ? So 146. Which of the following occurs due to the presence of autosome linked dominant trait? Autosome linked dominant ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കിട്ടും. മയോട്ടോണിക് ഡിസ്ട്രോഫി. ഏതാ ആൻസർ വരിക? മയോട്ടോണിക് ഡിസ്ട്രോഫി. ബിക്കോസ് എക്സാക്ട്ലി നിങ്ങൾക്ക് അറിയാം ഏതാ ഡോമിനന്റ് ഡിസീസ് എന്ന് പറഞ്ഞാൽ മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. Okay, 147. So when you take about 147, you can read the assertion and reason. Either given below are the two statements. One is labeled as assertion and other as reason. In the vacant assertion. Mendel's law of independent assortment does not hold good for genes that are located closely on the same chromosome. Exactly linkage on the concept അവിടെ പറയുന്നില്ല. അപ്പോൾ ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. ശരിയല്ലേ? സ്റ്റേറ്റ്മെന്റ് 2 നോക്കിയാൽ മക്കളെ, അത് റീസൺ നോക്കാം. റീസൺ ഏതാ? ക്ലോസ്ലി ലൊക്കേറ്റഡ് ജീൻ അസോർട്ട് ഇൻഡിപെൻഡന്റ്ലി. നോ, ക്ലോസ്ലി അസോർട്ടഡ് ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് അസോർട്ട് ചെയ്യില്ല, ഒരുമിച്ചാണ് വരിക നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ എ ഇസ് കറക്റ്റ് ആൻഡ് ആർ ഇസ് നോട്ട് കറക്റ്റ്. അപ്പൊ ആൻസർക്ക് ഏതാ വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരിക. സോ 147 ആൻസർക്ക് ഏതാ മക്കളെ വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ക്ലിയർ? ആൻഡ് മൂവിംഗ് ടു 148. So when you take about 148, while explaining the interspecific interaction of population, plus sign is assigned for beneficial interaction, minus sign is assigned for detrimental interaction, and 0 for neutral interaction. Which of the following interaction can be assigned? Plus for one species and minus for another species. But plus and minus കാണിച്ചിരിക്കുന്നത് ഇവിടെ ഒരെണ്ണേ ഉള്ളൂ. That is called predation. So 148 ആൻസർ കീ ഏതാ? predation ആണ്. Clear? So moving to 149th question. So what do you mean by 149th? Read the following statement on lipids and find out the correct set of statement. Correct set ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അല്ലേ? So first one. Lecithin found in the plasma membrane is a glycolipid. That is wrong statement. Okay. Saturated fatty acid possess one or more carbon. അല്ലേ? carbon bond. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ബിക്കോസ് നമ്മൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? Gingerly oil has lower melting point, hence remains as oil in winter. Exactly അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Okay. So C is correct. And D option എടുക്കുക. Lipids are generally insoluble in water but soluble in some organic solvent. Exactly അതും കറക്റ്റ് ആണ്. Lipids insoluble in water ആണ്, soluble in some organic solvent. അപ്പോൾ അത് ശരിയാണ്. When fatty acid is esterified with glycerol, monoglyceryls are formed. Exactly ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. സോ ആൻസർ സിയും ഡിയും ഇയും ശരിയാണ്. അങ്ങനെ ഏത് ഓപ്ഷനാണ് വരുന്നത് മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഇസ് first option. C, D and E is correct. So 149 the answer key is the first option. And final question, that is 150th question. Transposon can be used during which one of the following? Autoradiography ആണോ? അല്ല. Gene sequencing ആണോ? അല്ല. Polymerase chain reaction ആണോ? അല്ല. അപ്പോൾ finally answer key ഏതാ? Gene silencing ആണ്. കേട്ടോ? So 150th answer key is called gene silencing. So this is about all the 50 questions. Hello dear students. Good evening everybody. എല്ലാവർക്കും സൈലത്തിന്റെ ഗുഡ് ഈവനിങ്. നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് 151 മുതൽ 175 വരെയുള്ള ചോദ്യങ്ങൾ ഇതാ ഇവിടെ ചെയ്യാൻ പോവാണ്. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. ദേ നമ്മൾ സൈലം ആദ്യം നമ്മുടെ ചോദ്യം നമ്പർ 151 in situ conservation refers to option number 1, conserve only endangered species or endangered species. 2, conserve only extinct species. 3, protect and conserve the whole ecosystem. 4, conserve only high risk species. ഇതാണ് ചോദ്യം തന്നിരിക്കുന്നത്. ഇൻ സിറ്റു കൺസർവേഷൻ 151ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആൻസർ പ്രൊട്ടക്ട് ആൻഡ് കൺസർവ് ദ ഹോൾ എക്കോസിസ്റ്റം. ആ എക്കോസിസ്റ്റത്തെ അവിടെ തന്നെ കൺസർവ് ചെയ്യാണ്. അപ്പോൾ ആൻസർ 3 ആണ് റൈറ്റ് ആൻസർ. 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാ ഞാനിവിടെ ടിക്ക് ചെയ്തു, നോട്ട് ചെയ്യുക 3. അടുത്ത 152, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദ ഫങ്ഷൻ ഓഫ് കണ്ടക്ടിങ് പാർട്ട് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം?
നമ്മുടെ ബ്രീത്തിങ് സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? ടെമ്പറേച്ചർ ഓഫ് ഇൻഹേൽഡ് എയർ ഈസ് ബ്രോട്ട് ടു ബോഡി ടെമ്പറേച്ചർ, പ്രൊവൈഡ് സർഫസ് ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, ഇറ്റ് ക്ലിയേഴ്സ് ഇൻഹേൽഡ് എയർ ഫ്രം ഫോറിൻ പാർട്ടിക്കിൾസ്, ഇൻഹേൽഡ് എയർ ഈസ് ഹ്യൂമിഡിഫൈഡ്. ഇതിൽ ഏതാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? നോട്ട് എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 152 ആൻസർ 2 ആണ്. പ്രൊവൈഡ് സർഫസ് ഫോർ ഡിഫ്യൂഷൻ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്, അത് അൽവിയോളസിന്റെ ഫംഗ്ഷൻ ആണ്. 153 ഐഡന്റിഫൈ ദ അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ അസോസിയേറ്റഡ് വിത്ത് പെനിസിലിയം. പെനിസിലിയുമായിട്ട് ബന്ധപ്പെട്ട് അസെക്ഷുവൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഏതാണ്? ജമ്യൂൾ, ബഡ്, സൂസ്പോർ, കൊണീഡിയ. 153 ചോദ്യം ആൻസർ 4 ആണ്, കൊണീഡിയ. കൊണീഡിയ ഈസ് ദ റൈറ്റ് ആൻസർ. 153 4ആണ്. 154 രണ്ട് സ്റ്റേറ്റ്മെന്റ് ആണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് മൈക്രോപ്ലാസ്മ ക്യാൻ പാസ് ത്രൂ ലെസ് ദാൻ 1 മൈക്രോൺ ഫിൽട്ടർ സൈസ്. നമ്പർ 2 സ്റ്റേറ്റ്മെന്റ് 2 മൈക്രോപ്ലാസ്മ ആർ ബാക്ടീരിയ വിത്ത് സെൽ വോൾ. ആലോചിച്ച് നോക്കുക, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ 154. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, 2 ഇൻകറക്റ്റ് ആണ്. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ. 154 1. അടുത്തത് 155 ടെക്മിന ഈസ് ഇൻ കോക്രോച്ച് എറൈസസ് ഫ്രം. കോക്രോച്ചിന്റെ വിങ്സ് ആണ് ടെക്മിന. അത് എവിടെ നിന്നാണ് വരിക? മെറ്റാതൊറാക്സ്, പ്രോതൊറാക്സ് ആൻഡ് മീസോതൊറാക്സ്, പ്രോതൊറാക്സ്, മീസോതൊറാക്സ്. 155 ചോദ്യത്തിന്റെ ആൻസർ 4 മീസോതൊറാക്സ് എന്നാണ് വിങ്സ് എറൈസ് ചെയ്യുക. ഇത് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത സമയത്ത്, ലാസ്റ്റ് മൊമെന്റ് ചെയ്ത സമയത്ത് 10 days ചലഞ്ചിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കോൺസെപ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. 156 എ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ ലിങ്ക്സ് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ടു പ്രൊഡ്യൂസ് മാൾട്ടോസ്. ഇഫ് ദ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഈസ് C6H12O6, then what is the formula for maltose? മാൾട്ടോസിന്റെ ഫോർമുല എന്തായിരിക്കും? 2 ഗ്ലൂക്കോസ് ലിങ്ക് ചെയ്താണ്. അപ്പോൾ ആൻസർ 156 ഒരു വാട്ടർ പോയിട്ട് C12H22O11, ദാറ്റ് ഈസ് 1 ഈസ് ദ റൈറ്റ് ആൻസർ. 1. 157 രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് അസേർഷനാണ്. ഓസ്റ്റിയോപോറോസിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചർ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റീസൺ കോമൺ കോസ് ഓഫ് ഓസ്റ്റിയോപോറോസിസ് ഈസ് ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഇസ്ട്രോജൻ. അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റും വായിച്ചു നോക്കുക, അസേർഷൻ റീസണും വായിച്ചു നോക്കുക. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? 157 1 ആണ്. അസേർഷൻ കറക്റ്റ് ആണ്, ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. കാരണം ഓസ്റ്റിയോപോറോസിസ് വരുന്നത് നമുക്കെല്ലാം അറിയാം ആഫ്റ്റർ മെനോപോസ് ആണ്. മെനോപോസ് കഴിയുമ്പോൾ ഇസ്ട്രോജൻ കുറയുക ചെയ്യുക. സോ 1 ഈസ് ദ റൈറ്റ് ആൻസർ. അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് ഇൻകറക്റ്റ്. 158 natural selection where more individuals acquire specific character value other than the mean character value leads to. അപ്പൊ നമ്മൾ ഇന്നലത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കണ്ട കുട്ടികൾക്ക്, ഞാൻ എടുത്ത അതേ ക്വസ്റ്റ്യൻ കണ്ട കുട്ടികൾക്ക് ഞാൻ ഇങ്ങനെ ഗ്രാഫ് വരച്ചായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചായിരുന്നു, ഇതാണ് മെയിൻ ക്യാരക്ടർ. മെയിൻ ക്യാരക്ടർ അല്ലാതുള്ള 2 സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പേര് ഡിസ്റപ്റ്റീവ് സെലക്ഷൻ ആണ്. 158 1 ആയിരിക്കും ആൻസർ. ഇന്നലെ സൈലം പറഞ്ഞ അതേ ചോദ്യം. അവിടെ മീൻ എന്നാണ് പറഞ്ഞത്, ഇവിടെ മീൻ അല്ലാത്തതാണ്. കൺസെപ്റ്റ് ശരിയാണ്, അതേ ചോദ്യം. ഓക്കെ, വളരെ ഹാപ്പിയാണ് ഞങ്ങള്, കാരണം ഞങ്ങൾ പറഞ്ഞ മെജോറിറ്റി ചോദ്യങ്ങൾ അതുപോലെ വന്നിട്ടുണ്ട്. 159 സ്റ്റേറ്റ്മെന്റ് 1 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് റെക്കഗ്നൈസ് സ്പെസിഫിക് സീക്വൻസ് ടു കട്ട് DNA known as palindrome nucleotide sequence. സ്റ്റേറ്റ്മെന്റ് 1. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് കട്ട് ദ DNA strand a little away from the center of palindrome sequence or palindrome site. ഇതിൽ ഏതാണ് കറക്റ്റ്? 159 വായിച്ചു നോക്ക്. 3 ആണ്, 1 കറക്റ്റ് ആണ്, 2 തെറ്റാണ്. അപ്പോൾ ആൻസർ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. രണ്ടും ശരിയാണ്. 1 ശരിയാണ്, 2 ശരിയാണ്. 1 ശരിയല്ലേ? പാലിൻഡ്രോം സീക്വൻസ് അല്ലേ കട്ട് ചെയ്യുക. 2 ലിറ്റിൽ അവേ ഫ്രം ദി എന്താ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ, സ്റ്റാൻഡ് ലിറ്റിൽ അവേ ഫ്രം ദി സെന്റർ ഓഫ് ദി പാലിൻഡ്രോം സീക്വൻസ്, അതും കറക്റ്റ് ആണ്. അപ്പോൾ 1 ഉം 2 ഉം കറക്റ്റ് ആണ്. 3 ആണ് ആൻസർ. 159 3 ആണ് ആൻസർ. 160
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കണക്റ്റീവ് ടിഷ്യൂ? കണക്റ്റീവ് ടിഷ്യൂ അല്ലാത്തത് ഏതാണ്? കാർട്ടിലേജ്, ന്യൂറോഗ്ലിയ, ബ്ലഡ്, അഡിപ്പോസ് ടിഷ്യൂ. 3 തന്നിട്ടുണ്ട്. 160. നോക്കൂ കുട്ടികളെ, ഇത് ഞങ്ങൾ 10 ഡേയ്സ് ചലഞ്ചിലും കഴിഞ്ഞ ദിവസവും പറഞ്ഞ കോൺസെപ്റ്റ് ചെയ്ത് വന്ന ക്വസ്റ്റൻ ആണ്. 160. രണ്ടാമത്തെ ചോദ്യം ന്യൂറോഗ്ലിയ ആണ് ആൻസർ. ബാക്കിയെല്ലാം കണക്റ്റീവ് ആണ്. 161. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കറക്റ്റ് മാച്ച് ഫോർ ഡിസീസ് ആൻഡ് ഇറ്റ്സ് സിംറ്റം? ദേ നോക്കി, ഇന്നലെ ഞങ്ങൾ ചെയ്ത ഫൈനൽ ക്വസ്റ്റ്യൻ കണ്ട കുട്ടികൾക്കറിയാം ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. മയസ്തേനിയ ഗ്രേവിസ്, genetic disorder resulting in weakening and paralysis of skeletal muscle. Muscular dystrophy, an autoimmune disorder causing progressive degeneration of skeletal muscle. Arthritis, inflamed joints or inflammation in joints or inflamed joints. Tetany, high calcium level causing rapid spasms. 161 ചോദ്യത്തിലെ റൈറ്റ് ആൻസർ 3 ആണ്. ഇന്നലെ നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ ഈ ഡിസീസ് നന്നായിട്ട് നോക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അത് നോക്കിയ കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. 162 അസേർഷൻ റീസൺ. അസേർഷൻ, all vertebrates are chordates but all chordates are not vertebrates. രണ്ടാമത്തെ റീസൺ, നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട് വെർട്ടിബ്രേറ്റ്. ഒന്ന് വായിച്ചു നോക്കൂ. അസേർഷൻ പറഞ്ഞിരിക്കുന്ന all vertebrates are chordates but all chordates are not vertebrates. അത് കറക്റ്റ് ആണ് അല്ലേ? 162 നോക്കി, അത് കറക്റ്റ് ആണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വായിക്കുക, നോട്ടോകോഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ വെർട്ടിബ്രൽ കോളം ഇൻ ദ അഡൽട്ട് വെർട്ടിബ്രേറ്റ്. അതും ശരിയാണ്. അപ്പൊ ആദ്യത്തെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത്തേത്. അപ്പൊ ആൻസർ 3 ആണ്. 162 3 ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. അതാണ് ആൻസർ. കൺഫ്യൂസിംഗ് ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, 163 in gene therapy of adenosine deaminase ADA deficiency, the patient requires periodic infusion of genetically engineered lymphocyte because 1. Lymphocytes from patient's blood are grown in culture outside the body. Option number 2, genetically engineered lymphocytes are not immortal cells. 3. Retroviral vector is introduced into these lymphocytes. 4. Gene isolated from marrow cells producing ADA is introduced into cells at embryonic stage. തന്നെ പറയാൻ പറ്റും. 161 ചോദ്യം തനിയെ പറയാൻ പറ്റും. NCERT പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ് 163 ആൻസർ? രണ്ടാമത്തെയാണ്. ആ സെൽസ് ഇമ്മോർട്ടൽ അല്ല, അതുകൊണ്ടാണ്. സോ ആൻസർ ഈസ് 2. 163 2 ആണ്. 164 if the length of DNA molecule is 1.1 meter, what will be the approximate number of base pairs? വളരെ സിമ്പിൾ ആണ്. 2.2 മീറ്റർ വരുമ്പോൾ 6.6 into 10⁻⁹ അല്ലേ? അപ്പൊ അതിന് നേരെ പകുതി 1.1 മീറ്റർ വരുമ്പോൾ 3.3 into 10⁻⁹ ബേസ് പെയർ അല്ലേ? അപ്പൊ 164 3 ആയിരിക്കും. 165 regarding meiosis, which of the following statement is incorrect? തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. 1. പെയറിംഗ് ഓഫ് മിയോസിസിനെ ബേസ് ചെയ്തിട്ടാണ് തെറ്റായത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കാം. പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആൻഡ് റീകോമ്പിനേഷൻ ഒക്കേഴ്സ് ഇൻ മിയോസിസ് 1 ആണോ? ആലോചിച്ച് നോക്ക്. മിയോസിസ് ലാക്ടോട്ടിൻ, സൈഗോട്ടിൻ, പാക്കറ്റിൻ, ഡിപ്ലോട്ടിൻ ഡയഗനസിസ് നടക്കുന്ന മിയോസിസ് 1 2 1. 4 ഹാപ്ലോയിഡ് സെൽസ് ആർ ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് മിയോസിസ് 2. ശരിയല്ലേ? 4 ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവും. There are 2 stages in meiosis, meiosis 1 and 2. അതും കറക്റ്റാണ്. ഇനി ലാസ്റ്റ് നോക്കി, DNA replication occurs in S phase of meiosis 2. S phase നടക്കുന്ന സെൽ സൈക്കിളിലാണ് അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ 165 4 ആണ് ആൻസർ. തെറ്റ് 4 ആണ്. ബാക്കി എല്ലാം ശരിയാണ്. സിമ്പിൾ ചോദ്യമാണ് മക്കളെ, വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, സൈലത്തിന്റെ ക്ലാസ് കണ്ടവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇഫ് 8 ഡ്രോസോഫില ഇൻ എ ലബോറട്ടറി പോപ്പുലേഷൻ ഓഫ് 80 died during a week, the death rate in a population is chapter അറിയോ? ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ഡാഷ് ഇൻഡിവിജ്വൽസ് പെർ ഡ്രോസോഫില പെർ വീക്ക്. 166. നിങ്ങൾക്ക് ഡെത്ത് റേറ്റ് കാണുന്ന ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് NCERT. 166 3 ആണ്, 0.1 ആണ്.
അടുത്ത ചോദ്യം 167. In the taxonomic categories, which hierarchical arrangement in ascending order? മക്കൾ ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യൻ അവർ തന്നപ്പോൾ തിരിഞ്ഞു പോയതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസെൻഡിങ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. അസെൻഡിങ് ആണെങ്കിൽ ലോ ടു ഹൈ ആ വരേണ്ടത്. പക്ഷെ കുഴപ്പമില്ല, ഇവിടെ ആൻസർ ഉണ്ട്. ഇവർ തന്നിരിക്കുന്ന ആൻസറിൽ കറക്റ്റ് വരേണ്ടത് 167 ചോദ്യത്തിന്റെ 3 ആയിരിക്കും. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. പക്ഷെ നിങ്ങൾക്കും എനിക്കും അറിയാം അത് ഡെസെൻഡിങ് ആണ്. ചോദ്യത്തിൽ അസെൻഡിങ് ആണ്, പക്ഷെ വേറെ നിവൃത്തിയില്ല. ആൻസർ 3 ആണ്. പേടിക്കേണ്ട, 3 ആണ് ആൻസർ. അടുത്തത് 167 പറഞ്ഞു. 168. നൈട്രോജനസ് വേസ്റ്റ് ഈസ് എക്സ്ക്രീറ്റഡ് ഇൻ ദ ഫോം ഓഫ് പെല്ലറ്റ് ഓർ പേസ്റ്റ് ബൈ. പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സോളിഡായിട്ട് നൈട്രോജനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ്. ഹിപ്പോ ക്യാമ്പസ് അതൊരു ഫിഷാണ്. പാവോ ബേർഡാണ്. ഓർണിത്തോറിംഗസ് സാലമാൻഡ്ര. ഓർണിത്തോറിംഗസ് മാമലാണ്. സാലമാൻഡർ ആംഫിബിയനാണ്. പാവോ മയിലാണ്. നമുക്കറിയാം യൂറിക്കോടെലിസം ഈസ് എക്സ്ക്രീറ്റഡ് ബൈ ബേർഡ് ആൻഡ് റെപ്റ്റൈൽ ആൻഡ് ടെറസ്ട്രിയൽ ഇൻസെക്ട്. അപ്പൊ ഇവിടെ ആൻസർ 2 ആണ്. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞാൻ ഇതേ കോൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, കണ്ടവർക്കറിയാം. ഓക്കെ. 169. ബ്രീഡിംഗ് ഓഫ് ക്രോപ്സ് വിത്ത് ഹയർ ലെവൽ ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് or higher proteins and healthier fat is called biofortification, bioaccumulation, biomagnification, bioremediation. 169 ചോദ്യത്തിന്റെ ആൻസർ 1 ആണ്. ബയോഫോർട്ടിഫിക്കേഷൻ. ഓക്കെ. അപ്പോ 169 നമ്മൾ പറഞ്ഞിരിക്കുന്ന ബയോഫോർട്ടിഫിക്കേഷൻ ആണ് ആൻസർ. മറക്കരുത്, ഇത് നമ്മുടെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത ഞാനത് തള്ളിയതൊന്നുമില്ല കേട്ടോ, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം നമ്മുടെ ക്ലാസ്സസ്, സൈലത്തിന്റെ ക്ലാസ്സസ് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ 10 ദിവസം കണ്ട കുട്ടികൾക്ക് അറിയാം ഡെഫിനറ്റ്ലി ചോദിച്ച ചോദ്യങ്ങൾ ഇതിന് മാത്രമാണ്. അപ്പൊ മക്കളെ ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, ഇനി വരാൻ പോകുന്ന ഇനി ആരെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ക്ലാസ്സസ് കാണുക കേട്ടോ. അത് ഞങ്ങൾക്ക് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ഡെഫിനറ്റ്ലി ക്ലാസ്സസ് കാണുക, നിർബന്ധമായിട്ട് കാണുക, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. 170 ചോദ്യം. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു മൈറ്റോസിസ്. മൈറ്റോസിസിനെ ബേസ് ചെയ്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ, ക്രോമസോംസ് ഡീകണ്ടൻസ് അറ്റ് ടീലോഫേസ്. 2. സ്പ്ലിറ്റിംഗ് ഓഫ് സെൻട്രോമിയർ occurs at anaphase. All the chromosomes lie at the equator at metaphase. 4. Spindle fibers attached to centromere of chromosome. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത് 170 ചോദ്യത്തിന്റെ. പറയാമോ ആൻസർ? മൈറ്റോസിസിലാണ്. Chromosomes decondense at telophase. Splitting of centromere occurs at anaphase. Correct ആണ്. All the chromosomes lie at the equator at metaphase. അതും correct ആണ്. Spindle fibers attached to centromere of chromosome. So answer, right answer 4 ആയിരിക്കും. 4 is the right answer. 171. At which stage of life the oogenesis process is initiated? മനുഷ്യന്റെ കേസിലാണ്. ബർത്ത്, അഡൾട്ട്, പിബർട്ടി, എംബ്രിയോണിക് സ്റ്റേജ്. 171. അപ്പൊ നിങ്ങളുടെ NCERT വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളിൽ ഈ oogenesis നടക്കുന്ന എംബ്രിയോണിക് സ്റ്റേജിലാണ്. സോ ആൻസർ ഈസ് 4 ആണ് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ 4 ആണ്, മറക്കരുത്. അപ്പൊ 171 4 നേരത്തെ പറഞ്ഞ 170 4 171 4. 172 ചോദ്യം. Detritivores break down detritus into smaller particles. The procedure is called humification, decomposition, fragmentation. നമ്മൾ പഠിക്കുന്നുണ്ട്, ഡീകമ്പോസിഷൻ എന്ന് വിളിക്കുന്ന ഒരു പാർട്ട് പഠിക്കുന്നുണ്ട് അല്ലേ? എവിടെയാണ്? എക്കോസിസ്റ്റത്തിലെ 2ാമത്തെ പേജിൽ അത് കൊടുത്തിട്ടുണ്ട്.
താഴത്തെ പാരഗ്രാഫ് നോക്കിയാൽ മതി, കാണാൻ പറ്റും. 172ാമത്തെ ചോദ്യത്തിന്റെ റൈറ്റ് ആൻസർ 4 ഫ്രാഗ്മെന്റേഷൻ. ഡെട്രിറ്റസിനെ ചെറിയ പാർട്ടിക്കിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, ഫ്രാഗ്മെന്റേഷൻ. അറിയില്ലേ, പഠിച്ചല്ലേ? ഓക്കെ. 173. In an E. coli strain, I gene gets mutated and its product cannot bind the inducer molecule. Operon and lakh operon. If growth medium is provided with the lactose, what will be the outcome? I gene mutate ചെയ്ത് പോയി. അപ്പോൾ എന്തായിരിക്കും ഔട്ട്കം? ഐ ജീനാണ് നമ്മുടെ ഓപ്പറേറ്ററെ ബൈൻഡ് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക, ലാക്ക് ഓപ്രോൺ സ്റ്റോപ്പ് ചെയ്യുക. ഐ ജീൻ മ്യൂട്ടേറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? ലാക്ക് ഓപ്രോൺ ഓപ്പറേറ്റ് ചെയ്യും, അതായത് എല്ലാ ജീനും എക്സ്പ്രസ് ചെയ്യും. സോ ആൻസർ 173 4. ZYA ജീൻസ് വിൽ ബി ട്രാൻസ്ക്രൈബ്ഡ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം, 2 ആണോ കറക്റ്റ് 4 ആണോ എന്ന് ചോദിക്കാം. 4 ആണ് റൈറ്റ് ആൻസർ. 174. ഐഡന്റിഫൈ the microorganism which is responsible for the production of an immunosuppressive molecule cyclosporin A. Aspergillus niger, Streptococcus cerevisiae, Trichoderma polysporum, Clostridium butylicum. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൈക്ലോസ്പോറിൻ എ ആണ്. ഇത് കൊച്ചു കുട്ടികൾ വരെ ചെയ്യും. 174ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ 3 ആണ്. Trichoderma polysporum. Microbes in human welfare ആ ചാപ്റ്റർ ആണ്. 175. Under normal physiological condition, breathing in human being, every 100 ml of oxygenated blood can deliver dash ml of oxygen to the tissue. നമ്മുടെ ബ്രീത്തിങ് ആൻഡ് ഗ്യാസ് എക്സ്ചേഞ്ച് അല്ലേ, അതിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് പഠിച്ചല്ലേ? അവിടെ പറയുന്നുണ്ട് 175 4 ആയിരിക്കും ആൻസർ. കണ്ടോ മക്കളെ? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഒരു ആവറേജ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അത്ര പ്രയാസമുള്ള ഒന്നുമല്ല. മോസ്റ്റ് പ്രോബബ്ലി ബിലോ ആൻഡ് എബോവ് ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഇൻ ബിറ്റ്വീൻ ദറ്റ്സ് ആവറേജ് ആണ്. അപ്പോൾ ഒരു സാധാരണ പോലെ NCERT പഠിച്ച കുട്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ സൈലത്തിന്റെ വക എന്താ പറയാ, ബെസ്റ്റ് വിഷസ്. ഇത് ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. പക്ഷേ ഇതിന്റെ കണ്ടിന്യൂസ് നമ്മുടെ അടുത്ത ടീച്ചർ 176 മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും. ഇത് കണ്ടിന്യൂ ചെയ്യുക, കാണുക, എത്ര മാർക്ക് സ്കോർ ചെയ്തെന്ന് അനലൈസ് ചെയ്യുക, ഒരു അവസരമാണിത്. ഓക്കെ, അപ്പൊ സൈലത്തിന്റെ ക്ലാസ് കണ്ടവർക്കും കാണാത്തവർക്കും ബെസ്റ്റ് വിഷസ്. കണ്ടിന്യൂ ചെയ്യാം. 176. Given below are the two statements. Statement: the coagulum is formed of the network of threads called thrombins. That statement is wrong. Network of threads called what it called as a fibrin clot. So statement 1 is wrong. Statement 2, spleen is a graveyard of erythrocytes. That is a RBC. That statement is correct. That is why 176. Statement 1 is incorrect. Statement 2 is correct. So I am going for the option 2. Next one, 177. Which of the following is present between the edges and bones of the vertebral column? There is no confusion in this question. So only one available option is option 4. That is cartilage. There is no other option is correlated with the 177. 177 we can go for the option 4. The next one, 178. Lips loop is a type of contraceptive. This is I said definitely one question 100% will come from the contraceptive. Lips loop is a type of the non-medicated intrauterine device. That is a first option itself. So 178 first option, lips loop is a type of non-medicated IUD. Next one, 179. 179, the question which determines, that is which of the following statements are true for the spermatogenesis but not hold for the oogenesis. That is a statement 179. So it results the formation of the haploid gametes. This is a statement is correct for spermatogenesis and also oogenesis. Next question, differentiation of the gametes occur after completion of the meiosis. This is also correct for the both spermatogenesis and oogenesis. Option C I am going. This one, meiosis occurs continuously in mitotically dividing stem cell production. This is a
What it called? C option we are taking. Next D, it is controlled by LH and FSH secreted by the anterior pituitary gland. This is true in case of both spermatogenesis and oogenesis. And it is initiated at puberty. As we know, spermatogenesis is initiated at puberty, but oogenesis is initiated during the what it called embryonic stage itself. That is why I'm going for the option 179. I'm going for option 3. Next one, 180 question. Which of the following function is not performed by the secretion of the salivary gland? Addiboli question. First one is a lubrication of the oral cavity. That is because of the presence of the mucus. Digestion of the disaccharide. Yay! 180 option 2. Because here this option 4, if you see, digestion of the complex carbohydrate just like a starch results the formation of disaccharide. Digestion of disaccharide will not take place in the salivary gland. So 180 here, it is not performed. That is why 180 question option 2. Next one, 181. 181, fatty acids and glycerol cannot absorb in the blood. Yes, correct. So what it called, fatty acids and glycerols are cannot absorb into the blood. Correct. Second statement, specialized 181 I am reading. Specialized lymphatic capillaries called lacteals, called chylomicrons, into the lymphatic vessels until ultimately into the blood. Everybody will think this is correct, but there is a small mistake is there. Specialized lymphatic capillaries Allah. That is a specialized lymphatic vessels called as a lacteals. That is why statement 1 is correct. Statement 2 is wrong. That is why 181. I am going for option 1. 181. I am going for option 1. Next one, 182. Statement 1. The release of the sperms into seminiferous tubule is called as a spermiation. Itself is wrong. That release of the sperms into the vas deferens from that one. So that is wrong. From the seminiferous tubule. So statement 1 is literally wrong. Next one is that spermiogenesis is a process of the formation of the sperm from spermatogonia. That is also wrong. So 182, I am going for both statement 1 and statement 2. Both are incorrect. Next one, 183. Which of the following statements with respect to the endoplasmic reticulum is incorrect? Absolutely. Every year one question from the RER. Here in prokaryotes only RER is present. That is absolutely wrong because membrane bound organelles are absent. So that is wrong. SCR. So here we need to take the incorrect. 183 itself, you know that one. SCR site of lipid synthesis. RER has a ribosomes attached to the ER. SCR is a divide of ribosome. 183. Option 1. In prokaryotes only RER present is a wrong statement. Next, 184. In which of the following animals the digestive tract has additional chambers like a crop and gizzard is exactly the NCERT statement. That is why this is I am going for option 2. Option 2, 184 option 2. Next one, 185. With 185 question from the as usually what we expected absolutely from human health and disease. Statement 1. Autoimmune disorder is a condition where the body defense mechanism recognizes its own cells as a foreign bodies. This is what I said in the last discussion itself. 185 statement 1 is correct. Example, the statement 2. Rheumatitis arthritis is a condition where body does not affect or does not attack Allah. Does it attack the cells? That is why statement 1 is correct. Statement 2 is wrong. That is why 185 option 1. What we expected, yes. Next one, 176. Select the incorrect statement regarding the synapses. First statement I am going to read here. Chemical synapses uses the neurotransmitter. Yes, it is correct. Next, 186 2. Impulses transmission across the chemical synapse is always faster. That is wrong. That is true in case of electrical synapse. That is why 186 incorrect statement. That is
2 answer will come, because impulse transmission across the chemical synapse is a far slower than that of the what it called as when compared with the electrical synapse. That is a 186. Incorrect statement is a 2. Next one, 187. Select the incorrect statement with regarding the acquired immunity. Option 2 നോക്കുതാങ്കൾ. Option 2 നോക്കൂ. Acquired immunity is a specific type. Acquired immunity is not non-specific type. That is why option 2 is a very clear one. 187 absolutely 2. Next one, 188 നോക്കൂ. 188. 10 E. coli molecules, 10 E. coli cells with N15 double stranded DNA are incubated in the medium containing N14 nucleotide. After 60 minutes, after 60 means 3 generations later, how many E. coli will have the DNA totally free from the N15? Totally, totally, that is a going for option 1, that is a 60 cells. Option C is option 1 is a 60 cells. 188, option 1. Next one, 189. So 189. If a color blind female, so X-linked recessive, marries a man whose mother was a color blind, indirectly both are a color blind, what are the chances of her pregnancy? 100% children are color blind. That is a 189, option 2. Next, 190. 190 statements related to the human insulin. 190. So pro-insulin extract the extra, what it called extra chains of C-peptide. That is a correct. So next one, here we need to know which one most appropriate answer. So here we need to get the correct one. First option is a correct. Next 193, that is a B option is a correct, and D option is a correct. So here I am taking the option 3. 190 option 3. Next 191, which of the following are not effects of the parathyroid hormone? As we know, 191 stimulates the process of bone reabsorption. That is a correct. It not decrease the blood calcium level. That is a B is a wrong. 191 I am reading. Next one, reabsorption of calcium. That is a correct. Decreases the absorption of calcium. That is a wrong. So increases the reabsorption. So next one, E, increases the metabolism of carbohydrate. With regarding this one, so I am going for 191 option 4. 191 I am going for option 4. Next one, 192. 192 is a, so 192 match the following. 192 option 3. 192 option 3. Bronchioles parayambo. That A is belongs to 4. That is a ciliated epithelium. NCERT lo undu, what I discussed even. Next one is a goblet cells parayambo. Goblet cells parayambo, ciliated epithelium. Next one is a tendons. Tendons determining the answer. Tendons belongs to dense regular connective tissue. That is a 1. Next, adipose tissue, that is belongs to loose connective tissue. So 192 option 3. 192 option 3. Next 193. So 193 option 4. Check that one. Diaphragm, when you take, diaphragm is a 4. They cover the cervix. It belongs to what it called? They cover the cervix, blocking the entry of the sperms. Option 4. Next one is a contraceptive pills. It inhibits the ovulation and implantation. Intrauterine devices, C3, that is absence of the menstrual cycle and ovulation following the parturition. Next, lactational amenorrhea. Lactational amenorrhea, absence of the menstrual cycle and ovulation following the parturition. So 193 option 4. Next one, 194. 194 2 option. 194 2 option. 195. 195 3. So in 195 3 option, that is both statement and statement both are correct. Next 196. 196 option 2. 196 option 2, that is based on the chromosomal map. 196 2. Next one 197. 197 cyanobacteria. നമ്മുടെ വേണ്ടത് correct statement. 197 3 cyanobacteria group of autotrophic organism classified under kingdom Monera. Yes, yes, correct. So 197 option 3. 198 option 2.
that is a glycogen, that is a stored one product. Globulin is an antibody. Steroids, that is a option 1. Thrombin, that is a biocatalyst, that is why 198 option 2. 199 1. So blood move freely from atria to the ventricle during the joint diastole. Our first statement in the cardiac cycle on 199 1. Next one 200. So 200 is belongs to the 2. 200 is belongs to the 2. So this is a biology. So thank to. റെഡിയാ? കെമിസ്ട്രി ഡിസ്കസ് ചെയ്താലോ? എന്നാലും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്ന് നോക്കിക്കോളൂ. വളരെ എളുപ്പമുള്ള പേപ്പർ ആയിരുന്നു അല്ലേ ഈ പ്രാവശ്യം? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഡയമണ്ട് sp3 ഹൈബ്രിഡൈസ്, സംശയമില്ല. ഗ്രാഫൈറ്റ് ഈസ് sp2 ഹൈബ്രിഡൈസ്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ ഇതിൽ കറക്റ്റ് ആൻസർ ആണ്. ഞാനതുകൊണ്ട് അടുത്ത് നോക്കേണ്ട കാര്യമില്ല. ബാക്കി എല്ലാത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ കണ്ടോ, ഡയമണ്ട് എപ്പോഴെങ്കിലും lubricant ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡയമണ്ട് 3 ഡയമെൻഷനിലാണ് എന്ന് നിങ്ങൾക്കറിയാം. ബാക്കി എല്ലാത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. അടുത്ത് നോക്കൂ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പോളിമേഴ്സ് ഈസ് നോട്ട് കറക്റ്റ് എന്നാണ്. തെർമോപ്ലാസ്റ്റിക് നമുക്ക് വീണ്ടും റീമോൾഡ് ചെയ്യാം അല്ലേ? ചൂടാക്കുമ്പോൾ സോഫ്റ്റ് ആവും, തണുത്ത് പിന്നെയും സെറ്റാക്കാം, പിന്നെയും റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ തെർമോ സെറ്റിങ്ങോ റീയൂസബിൾ ആണ് എന്ന് പറയുന്നത് പൊട്ടത്തരല്ലേ? തെർമോ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ സെറ്റായി നിൽക്കും അല്ലേ? ബാക്കലൈറ്റ് ഒക്കെ എന്താ, സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ പോളിമർ, അത് സെറ്റായിട്ടല്ലേ നിൽക്കുക. അത് പിന്നെ നമുക്ക് റീമോൾഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അടുത്തതിലേക്ക് ഒന്ന് നോക്കൂ. ഈ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ വർക്കിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡ് PV ഡയഗ്രം തന്നിട്ടുമുണ്ട്. PV ഡയഗ്രത്തിൻ്റെ താഴെയുള്ള ഏരിയ നോക്കിയാൽ പോരെ. ഏരിയ അണ്ടർ PV ഡയഗ്രം എന്ന് പറയുമ്പോൾ മാക്സിമം ഏതിലാണ് വരുന്നത്? 4 തന്നെയല്ലേ? അപ്പം നിങ്ങൾ 4 ആൻസർ എഴുതിയിട്ടുണ്ടാവുക. അടുത്തതിലേക്ക് ഒന്ന് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ജെൽഡാൾസ് മെത്തേഡിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എസ്റ്റിമേഷൻ പോസിബിൾ ആയത് ഏത് എന്നാണ്. എപ്പോഴാണ് പോസിബിൾ അല്ലാതെ പോവുക? SO കോമ്പൗണ്ട്, ഡയസോ കോമ്പൗണ്ട്, ഹെട്രോസൈക്ലിക് നൈട്രജൻ. ഇതിൽ പോസിബിൾ ആയത് അന്നേരം ആരാളുള്ളത്? ഫസ്റ്റ് 1 മാത്രമേ ഉള്ളൂ. അതിൽ ഓൾറെഡി തന്നെ NH2 ഗ്രൂപ്പ് ആയി കഴിഞ്ഞു. അതിനെ അമോണിയാക്കാൻ എളുപ്പമാണ്. ബാക്കി എല്ലാത്തിലും നൈട്രജൻ എലമെന്ററി ആയിട്ട് രക്ഷപ്പെട്ടു പോകാൻ സാധ്യത കൂടുതലാണ്. അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കൂ. എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ്മെന്റ് 1. കൊയാഗുലേഷൻ ഓഫ് നെഗറ്റീവ് സോൾ. കൊളോയിഡിന്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പം നമ്മൾ ഹാർഡി ഷുൾസ് റൂൾ നമ്മൾ നോക്കേണ്ടത് എന്താ? പോസിറ്റീവ് ചാർജിന്റെ വാലൻസി അല്ലേ നോക്കണ്ടേ? കറക്റ്റ് അല്ലേ? നോക്കൂ. ഇതിൽ ട്രൈവാലന്റിന് മാക്സിമം കൊയാഗുലേഷൻ പവർ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ചോദിച്ചത് ഫ്ലോക്കുലേഷൻ പവർ തന്നെയാണ്, വാല്യൂ അല്ല. അപ്പം നേരിട്ട് തന്നെ കണ്ടുപിടിച്ചാൽ മതി. പിന്നത്ത് കൊടുത്തിരിക്കുന്നത് എന്താ? പോസിറ്റീവ് സോളാ. അപ്പം നമ്മൾ നോക്കേണ്ടത് നെഗറ്റീവ് അയോണിന്റെ വാലൻസിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കൊയാഗുലേറ്റിംഗ് പവർ ടോപ്പ് ആയിരിക്കും PO4 3- വരേണ്ടത്. അപ്പോൾ ഇവർ കൊടുത്ത ഓർഡർ തെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് 1 കറക്റ്റും സെക്കൻഡ് 1 റോങ്ങുമാണ്. അങ്ങനെ തന്നെയാണല്ലോ ഫസ്റ്റ് ഓപ്ഷനിലൂടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് 1 ഈസ് കറക്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഈസ് ഇൻകറക്റ്റ് എന്നാണ്. അടുത്ത് നോക്കാം. അസിഡിക് സ്ട്രെങ്ത് ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് നൈട്രോഫീനോൾ. ഫീനോളിനേക്കാൾ എല്ലാ നൈട്രോഫീനോളുകളും മോർ അസിഡിക്കാ. എന്താ കാരണം? NO2 ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഇലക്ട്രോണിനെ വലിക്കുന്നതിനനുസരിച്ച് അസിഡിറ്റി കൂടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓൾ നൈട്രോഫീനോൾസ് ആർ സ്ട്രോങ്ങർ ആസിഡ് ദാൻ ഫീനോൾ എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. അവർ പറഞ്ഞത് പിന്നെ കൊടുത്തു നോക്കൂ. ഓർത്തോ നൈട്രോഫീനോൾ, മെറ്റാ നൈട്രോഫീനോൾ, പാരാ നൈട്രോഫീനോൾ വിൽ ഹാവ് സെയിം അസിഡിക് സ്ട്രെങ്ത്. തെറ്റല്ലേ? പാരാ നൈട്രോഫീനോൾ ഹാസ് ഗ്രേറ്റർ അസിഡിക് സ്ട്രെങ്ത് ദാൻ ഓർത്തോ. അത് കഴിഞ്ഞാണ് മെറ്റ അല്ലെ? ഓർത്തോ നൈട്രോഫീനോളിന് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് കാരണം പാരാ നൈട്രോഫീനോളിനേക്കാൾ അല്പം കുറവാണെന്ന് പോലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തോ കഴിഞ്ഞ് പാരാ കഴിഞ്ഞ് മെറ്റ എടുക്കാവൂ എന്ന് നിങ്ങൾക്കറിയാം. അപ്പം ഇവരിത് കൊടുത്തിരിക്കുന്നത് തെറ്റല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെങ്കിലും സെക്കൻഡ് 1 ഇൻകറക്റ്റ് ആണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അടുത്ത് നോക്കൂ. ഇവിടെ സയനോഹൈഡ്രിൻ, സയനോ എന്ന പേര് കേട്ടാൽ തന്നെ ഹൈഡ്രജൻ സയനൈഡ് അല്ലാതെ വേറെ ഓപ്ഷൻ എടുക്കാനില്ല. നോക്കൂ, ആ കോമ്പിനേഷനിൽ Aക്ക് 4 വരുന്ന ഒരൊറ്റ സെറ്റേ ഉള്ളൂ. Aക്ക് 4 വരുന്ന ഒരു സെറ്റേ ഉള്ളൂ. അപ്പം തന്നെ നിങ്ങൾ ആൻസർ എഴുതി കാണും. അസിറ്റാൽ ഫോർമേഷൻ ആൽഡിഹൈഡിന്റെ കൂടെയാണെന്നൊക്കെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തതിലേക്കൊന്ന് പോയാലോ? അൻറ്റാസിഡ്. ഈ കൂട്ടത്തിലെ അൻറ്റാസിഡ് ആരാണ്? അൻറ്റാസിഡ് സെമിറ്റഡിനാണ്. പിന്നെയോ ആന്റി ഹിസ്റ്റമിൻ ഉണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാർക്കോട്ടിക് അനൽജസിക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ? മോർഫിൻ. Cക്ക് 2 എത്രയോ പേരുണ്ട് നോക്കൂ. Cക്ക് 2 സെറ്റ് ഉണ്ട്. അപ്പൊ അൻറ്റാസിഡ് സെമിറ്റഡിനായി വരികയും വേണ്ടേ? അപ്പൊ A3 വേണ്ടേ? അപ്പോൾ A3 B4 കറക്റ്റ് അല്ലേ? നോക്കൂ. അതും അല്ലെങ്കിൽ ആന്റി മൈക്രോബിയൽസിൽ സൽവാർസൺ നിങ്ങൾ എല്ലാവരും എഴുതി കാണും. അടുത്തതിലേക്കൊന്ന് പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇതൊരു ട്രിക്കി ക്വസ്റ്റ്യൻ തന്നെയാണ് ശരിക്കും. അവർ പറയുന്നത് എന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ നിന്ന് ഓക്സിജനെ ലിബറേറ്റ് ചെയ്യും.
ചെയ്യുമോയെന്ന് ചോദിച്ചാൽ തെർമോഡൈനാമിക്കലി പോസിബിൾ ആണ്. കാരണം എന്താണ്? നിങ്ങൾ E0 സെല്ലൊന്ന് എടുത്തു നോക്കൂ. അതായത് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും? അതായത് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ -1.223 അല്ലേ? അതേസമയം പെർമാംഗനേറ്റിന് Mn2+ ആവാനുള്ള ടെൻഡൻസി നോക്കൂ, +1.510. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു നോക്കാതെ തന്നെ നിങ്ങൾക്കറിയാം പോസിറ്റീവാണ്. അപ്പോൾ തെർമോഡൈനാമിക്കലി ഈ പ്രോസസ് ഫീസിബിൾ ആണ്. പിന്നെ എത്രയായിരിക്കും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? അത് നിങ്ങൾക്കറിയാലോ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാത്തോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് എടുത്താൽ പോരെ. ഇപ്പോൾ 1.510 മൈനസ് 1.223 എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 7 3 10, 8 3 8 3 11, 3 2 5, 0.287 അല്ലേ കിട്ടിയത്. ഇപ്പോൾ തെർമോഡൈനാമിക്കലി ദിസ് പ്രോസസ് ഈസ് ഫീസിബിൾ. ഇതേ സമയം പലരും ഓർക്കുന്നുണ്ടാവും, പെർമാംഗനോമെട്രിയിൽ നമ്മൾ വെള്ളത്തിലിട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ടൈട്രേഷൻ നടത്തുന്നത് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും പെർമാംഗനോമെട്രി എങ്ങനെ സക്സസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കറിയാം തെർമോഡൈനാമിക്കലി പെർമാംഗനേറ്റിന് വെള്ളത്തിനെ ഓക്സിജനാക്കി മാറ്റാൻ പറ്റും. ബട്ട് ഇറ്റ് ഈസ് കൈനറ്റിക്കലി വെരി സ്ലോ. അടുത്തതിലേക്ക് പോയാലോ? ഇതിലേതൊക്കെയാ കോമ്പിനേഷൻ? മെഗ്നീഷ്യം ഹൈഡ്രൈഡ് അയോണിക് ആണെന്ന് അറിയാം അല്ലേ? എസ് ബ്ലോക്കിൽ ബെർലിയം ഹൈഡ്രൈഡിനാണ് പോളിമറിക് നേച്ചർ ഉള്ളത്. മെഗ്നീഷ്യം ഹൈഡ്രൈഡ് പക്ക അയോണിക് തന്നെയാണ്. ജെർമെയിൻ ആരാ? ഇലക്ട്രോൺ പ്രിസൈസ് ആണ്, കാരണം ഗ്രൂപ്പ് 14ലാണ്. ഇപ്പൊ എക്ക് 4 കോമ്പിനേഷൻ ഏതാ? ഒറ്റ കോമ്പിനേഷനേ ഉള്ളൂ. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി കാണും. അടുത്ത നോക്കിയാലോ? ഇവിടെ ഏതാ ബഫർ? അസിഡിക് ബഫർ അല്ലേ? എന്താ കാരണം? സൊല്യൂഷൻ ഓഫ് 50 ml ഈച്ച് ഓഫ് 0.1 മോളാർ സോഡിയം അസിറ്റേറ്റും 0.01 മോളാർ അസിറ്റിക് ആസിഡും ഒരു വീക്ക് ആസിഡും അതിൻ്റെ തന്നെ സ്ട്രോങ് ബേസിന്റെ സോൾട്ടും. അപ്പൊ ഏതാ ബഫർ? അസിഡിക് ബഫർ. അസിഡിക് ബഫറിന്റെ pH എങ്ങനെയാ കാണാ? pH = pKa + log സോൾട്ട് കോൺസെൻട്രേഷൻ ബൈ ആസിഡ് കോൺസെൻട്രേഷൻ എടുത്താൽ പോരെ. pKa എത്രയാ തന്നെ? 4.57. ലോഗ് സോൾട്ട് കോൺസെൻട്രേഷൻ എത്രയാ? മോളാർ കോൺസെൻട്രേഷൻ ഒന്നും നിങ്ങൾ കാണാൻ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാം സോൾട്ട് തന്നിരിക്കുന്നത് 50 ml 0.1 ആണ് അല്ലെ? M/V ഓഫ് സാൾട്ട് എത്രയാ? 50 × 0.1. M/V ഓഫ് ആസിഡ് എത്രയാ? 50 × 0.01. എന്ന് വെച്ചാൽ ശരിക്കും എന്ത് കോമ്പിനേഷനാ? സോൾട്ടിന്റെ 10 സോൾട്ട് ആസിഡിന്റെ 10 ടൈംസ് ഉണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? 50 × 0.1, 50 × 0.1 കറസ്പോണ്ട് ചെയ്യുന്ന സാൾട്ടും 50 × 0.01 കറസ്പോണ്ട് ചെയ്യുന്ന ആസിഡും ഉണ്ട്. എന്ന് വെച്ചാൽ ലോഗ് 10 അല്ലേ വരിക? ലോഗ് 10 എത്രയാ? 1. 4.57 + 1 എടുത്താൽ എന്താ കിട്ടുക? 5.57. അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? ക്വസ്റ്റ് നമ്പർ 62 നോക്കൂ. എന്താ കണ്ടുപിടിക്കേണ്ടത്? റീസൺ ഏതാണെന്ന് നോക്കാം. ഇൻ ആൻ അയോണിക് സോളിഡ് ഫ്രംഗൽ ഡിഫക്ട് അറൈസസ് ഡ്യൂ ടു ഡിസ്ലൊക്കേഷൻ ഓഫ് കാറ്റയോൺ. സംശയമില്ലല്ലോ എന്തുകൊണ്ടാണ് ഫ്രംഗൽ ഡിഫക്ട് ഉണ്ടാവുന്നത്? കാറ്റയോൺ ലാറ്റിസൈറ്റിൽ ഇരിക്കുന്നതിന് പകരം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഇരിക്കുന്നതാണ് ഫ്രംഗൽ ഡിഫക്ട് എന്ന് പഠിച്ചിട്ടില്ലേ? കറക്റ്റ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. എസർഷൻ ശരിയാണ്. റീസണോ? അയോണിക് സോളിഡിൽ ഫ്രംഗൽ ഡിഫക്ട് അറൈസസ് ഡ്യൂ ടു ഡിസ്ലൊക്കേഷൻ ഓഫ് കാറ്റയോൺ. അല്ല, ആദ്യത്തെ എസർഷൻ പാർട്ട് നോക്കണേ. എസർഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? അയോണിക് സോളിഡിൽ ഇലക്ട്രിക്കലി ന്യൂട്രാലിറ്റി ഉണ്ടാവും. എല്ലാ ക്രിസ്റ്റലും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓൾ ക്രിസ്റ്റൽസ് മെയിൻറ്റെയിൻ ഇലക്ട്രിക് ന്യൂട്രാലിറ്റി ഈസ് കറക്റ്റ്. പക്ഷെ റീസൺ പാർട്ട് കൊടുത്തതും കറക്റ്റ് ആണ്. ഫ്രംഗൽ ഡിഫക്റ്റ് എന്താണ്? കാറ്റിയോണുകൾ ലാറ്റിസൈറ്റിൽ ഇരിക്കുന്നതിന് പകരം സിങ്ക് ബ്ലെൻഡിലൊക്കെ സാധാരണ നമ്മൾ എന്ത് കാണാറുണ്ട്? ഫ്രംഗൽ ഡിഫക്റ്റ് കാണാറുണ്ട്. അവിടെ ലാറ്റിസൈറ്റിൽ ഇരിക്കേണ്ട കാറ്റിയോണുകൾ എവിടെ കയറിയിരിക്കും? ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് കയറിയിരിക്കും അല്ലേ? അങ്ങനെ വരുന്നതാണ് എന്ത്? ഫ്രംഗൽ ഡിഫക്റ്റ്. തീർച്ചയായിട്ടും ഫ്രംഗൽ ഡിഫക്റ്റ് കൊടുത്തത് ശരിയാണ്. അതുകൊണ്ട് തന്നെ അത് ഇലക്ട്രിക് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യോ? ശരിയാണ്. പക്ഷേ എസേർഷന്റെ പൂർണ്ണമായും ശരിയല്ല ഇത് എന്ന് മനസ്സിലാക്കാം. എന്താ കാരണം? എസേർഷൻ ഇങ്ങനെയാണെങ്കിൽ എസേർഷനിൽ പറയുന്നത് ഫ്രംഗൽ ഡിഫക്റ്റ് എന്നല്ലല്ലോ, എല്ലാ പോയിന്റ് ഡിഫക്റ്റും ഇലക്ട്രിക്കലി ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഷോർട്ട് കീ ആയാലും ഫ്രംഗൽ ആയാലും ഇലക്ട്രിക് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. റീസണിൽ പറയുന്നത് ഫ്രംഗൽ ഡിഫക്റ്റ് കാണിക്കുമ്പോൾ ഇലക്ട്രിക് ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന റീസൺ ആണ്. അപ്പോൾ എസേർഷന്റെ കംപ്ലീറ്റ് റീസൺ ആയിട്ടില്ല റീസൺ പാർട്ട്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? എസേർഷനും റീസണും കറക്റ്റ് ആണ്, പക്ഷെ ആ റീസൺ പൂർണ്ണമായും റീസൺ അല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കംപ്ലീറ്റ് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല റീസൺ പാർട്ടിലുള്ളത് എന്ന് പറയാം. കാരണം എന്താണ്? എല്ലാ പോയിന്റ് ഡിഫക്റ്റും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. റീസൺ പാർട്ടിൽ ഫ്രംഗൽ ഡിഫക്റ്റിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അടുത്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എൻസൈംസ്, ഓൾ എൻസൈംസ് ആർ ഗ്ലോബുലാർ പ്രോട്ടീൻ. നമ്മൾ എത്ര പ്രാവശ്യം കേട്ടതാണ് അല്ലേ? അവർ പറയുന്നത് പോളിസാക്കറൈഡ് ആണെന്നാണ്. തെറ്റല്ലേ? എൻസൈംസ് ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ അടുത്തതിലേക്ക് നോക്കേണ്ട കാര്യമില്ല. എൻസൈംസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്, പോപ്പുലർ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത് നോക്കൂ, ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ ഡിക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ശരിയല്ലേ? ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പൊട്ടാസ്യത്തിന് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുമോ? നെവർ. എല്ലാ ആൽക്കലി മെറ്റലിനും ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കാണാൻ പറഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടയാൾക്ക് അപ്പം തന്നെ ആൻസർ ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ് അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? എന്താ ചോദിച്ചിരിക്കുന്നത്? നോട്ട് കറക്റ്റ് അബൌട്ട് ഡൈബൊറൈൻ. ഡൈബൊറൈൻ ആരാ? B2H6 ആണ്. ഇതിൽ എന്താ പ്രത്യേകത? ഡൈബൊറൈനിൽ നിങ്ങൾക്കറിയാം 2 ബോറോൺ ആറ്റവും 4 ഹൈഡ്രജൻ ആറ്റവും അതേ പ്ലെയിനിലാണ് അല്ലേ? എല്ലാ ആറ്റങ്ങളും 2 ബോറോണും ഓർഡിനറി കോവാലന്റ് ബോണ്ട് ചെയ്ത 4 ടെർമിനൽ ഹൈഡ്രജനും തീർച്ചയായിട്ടും ഒരേ പ്ലെയിനിലാണ്. പ്ലെയിനിൽ അല്ലാതിരിക്കുന്നത് 2 ഹൈഡ്രജൻ അല്ലേ ഉള്ളൂ. അവർ കൊടുത്തിരിക്കുന്നത് നോട്ട് കറക്റ്റ് ചോദിക്കാനാ. സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റാ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കണ്ട അപ്പൊ തന്നെ മനസ്സിലാവും. ഡൈബൊറൈനിലെ ബോറോണിന്റെ ഓക്സിഡേഷൻ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് എന്താണ്? sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഇൻ ഡൈബൊറൈൻ ബോറോൺ യൂസസ് sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കിയുള്ളതൊക്കെ ഡൈബൊറൈന്റെ പോപ്പുലർ സ്റ്റേറ്റ്മെന്റുകളാണ്. അടുത്ത് നോക്കണേ, ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലാത്തത് ഏത് എന്നാണ്. പാവം ഈ കൊച്ച് പെട്ടെന്ന് ചിലപ്പോൾ കണ്ടു കാണുക ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റാണ്. അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ. ഡാൾട്ടൺസ് ലോയുടെ പെർഫെക്റ്റ് ആപ്ലിക്കേഷനാണിത്. അടുത്ത് നോക്കൂ, ഇത് ഏതാ? ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? ഇല്ലല്ലോ. വേണമെങ്കിൽ ഇത് റൗൾസ് ലോന്റെ മോഡിഫൈഡ് ആണെന്ന് പറയാം. P1 = Chi1 × P0. പക്ഷേ അവിടെ P0 എന്ന് പറയുന്നത് പോലും പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷറാണ്. ഇതെന്തായാലും ഡാൾട്ടൺസ് ലോയുമായി ബന്ധമില്ല. ഡാൾട്ടൺസ് ലോയുടെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ ഇത്? ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ മിക്സർ ഓഫ് ഗ്യാസസ് ഈസ് സം ഓഫ് ദ പാർഷ്യൽ പ്രഷേഴ്സ്. അതേപോലെ തന്നെ ഇത് അതിൻ്റെ തന്നെ വാല്യൂ ആണ് അല്ലേ? അടുത്തതിലേക്ക് പോയാലോ? IUPAC നെയിമാണ്. IUPAC നെയിം എങ്ങനെ പറയും? ഡൈ അക്വ സിൽവർ. ഇവിടെ സിൽവർ എന്ന് പറയണോ അജന്റേറ്റ് എന്ന് പറയണോ? സിൽവറിനെ പറയാവൂ. കാരണം എന്താ? ഇവിടെ കാറ്റയോണിക് പാർട്ട് പോസിറ്റീവ് ആണ്, ആനയോണിക് പാർട്ട് നെഗറ്റീവിലാണെങ്കിൽ മെറ്റൽ അജന്റേറ്റ് എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡൈ അക്വ സിൽവർ 1, ഡൈ സയനിഡോ അജന്റേറ്റ് 1. ആൻസർ 2 അല്ലേ ഇട്ടത്? എന്തുകൊണ്ടാണ് അജന്റേറ്റ് വന്നതെന്നൊക്കെ നമുക്കറിയാം. നെഗറ്റീവ് പാർട്ടിൽ നമ്മൾ 8 എന്നാണ് അവസാനിപ്പിക്കേണ്ടത് മെറ്റലിനെ. ഇതിലെ ലോൺ പെയർ റിപ്പൾഷൻ ആക്സിം എവിടെയാണെന്നാണ്. SO4 എന്തായാലും നമുക്കറിയാം ലോൺ പെയർ ഉണ്ട്. പക്ഷെ ഒരു ലോൺ പെയർ അല്ലേ ഉണ്ടാവുള്ളൂ. കാരണം അതിന് ലോൺ പെയർ ഉണ്ടാവില്ലല്ലോ. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരേ ഒരു ലോൺ പെയർ മാത്രമേ അതിനുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. സീസോ ജോമെട്രി ആണ് എന്നൊക്കെ നിങ്ങൾക്കറിയാം. XeF2ന്റെ കാര്യം എങ്ങനെയാ? XeF2ലാണ് മാക്സിമം ലോൺ പെയർ ഉള്ളത് അല്ലേ? അതിന് 3 ലോൺ പെയറുകൾ ഇക്വിറ്റോറിയൽ പ്ലെയിനിലാണ്, 2 ലോൺ പെയറുകൾ ഇരിക്കുന്നത് ആക്സിയൽ പൊസിഷനിലാണ്. വേറെ ഒരു സ്ഥലത്ത് പോലും നിങ്ങൾക്ക് ലോൺ പെയർ റിപ്പൾഷൻ കൂടുതൽ വരില്ല. ഇപ്പൊ ClF3യിലും ലോൺ പെയർ ഉണ്ട്. പക്ഷേ ClF3യിലുള്ള ലോൺ പെയറുകൾ 2 ഉള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അവന് T ഷേപ്പ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവിടെ ഒരു ലോൺ പെയറുമായി റിപ്പൽ ചെയ്യാം. മാത്രമല്ല തിയററ്റിക്കലി ഈ ആംഗിളിനേക്കാളും കൂടുകയും ചെയ്യും. അപ്പൊ റിപ്പൾഷന്റെ സ്ട്രെങ്ത് കുറയുക ചെയ്യുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് ആൻസർ 2 തന്നെയായിരിക്കും നിങ്ങൾ എഴുതിയത് അല്ലെ? അടുത്തതിലേക്ക് പോയാലോ? ഇതിലേതാണ് ആരോമാറ്റിക് അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇതിൽ ആരോമാറ്റിക് അല്ലാതെ വരുന്ന സ്പീഷീസ് ഏതാണെന്ന് നോക്കൂ. ഫസ്റ്റ് 1 ആരോമാറ്റിക് ആണ് അല്ലേ? എന്താ കാരണം? അതിന് 2π ഹക്കൽസ് റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് 1 നോൺ ആരോമാറ്റിക് ആണ്. എന്താ കാരണം? അതിന്റെ കയ്യിൽ എന്താ ഇല്ലാതിരിക്കുന്നേ? അതിന്റെ കയ്യിൽ sp3 ആണ്. ഫുള്ളി കോഞ്ചുഗേഷൻ കാണാനില്ല. ഈ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അപ്പോൾ അതിന് ഫുള്ളി കോഞ്ചുഗേഷൻ വരില്ലല്ലോ. അടുത്തതിലേക്ക് പോയാലോ? ഇത് 6π സിസ്റ്റം ആണ്, ഫുള്ളി കോഞ്ചുഗേറ്റഡ് ആണ്, ആരോമാറ്റിക് ആണ്. ട്രോപ്പിലിയും 6π സിസ്റ്റം ആണ്, ആരോമാറ്റിക് സ്പീഷീസ് ആണെന്നറിയാം. ക്വസ്റ്റ്യൻ നമ്പർ 70ലേക്ക് പോയാലോ? എന്താണ് ഇതിൻ്റെ അകത്ത് ഓർഡർ? ഹൈഡ്രൈഡിന്റെ ബോയിലിംഗ് പോയിന്റിന്റെ ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. ഹൈഡ്രൈഡിന്റെ ബോയിലിംഗ് പോയിന്റ് ഗ്രൂപ്പ് 16 എങ്ങനെയാ? വെള്ളത്തിനോളം ബോയിലിംഗ് പോയിന്റ് ഗ്രൂപ്പ് 16 ഒരു ഹൈഡ്രൈഡിനും ഇല്ല. കാരണം വെള്ളത്തിന്റെ ഇടയിൽ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ H2TEക്ക് കൊടുക്കാം. ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് H2O ആണെന്നും പിന്നെ H2S, H2SC, H2TE എന്നിങ്ങനെയാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാം. പൊതുവേ മോളാർ മാസ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കൂടുമെങ്കിലും ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന കേസിൽ നമുക്ക് അങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓർഡർ തെറ്റാണ്. അവർ കൊടുത്തിരിക്കുന്ന റീസണും ശരിയാണ്. ഈ പറയുന്ന ഹൈഡ്രൈഡുകളിൽ എന്താണ് പറയുന്നത് മോളാർ മാസ് കൂടുന്ന സമയത്ത് ബോയിലിംഗ് പോയിന്റ് കൂടുന്നതാണ്. എന്നാൽ ഈ പറയുന്ന ഹൈഡ്രൈഡിൽ അത് വാലിഡ് അല്ല. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ.
എങ്ങനെ? ഗ്രൂപ്പ് 14 കൺസിഡർ ചെയ്താൽ മീതെയിൻ, സിലൈൻ, ജെർമെയിൻ, സ്റ്റാനൈൻ, പ്ലംബെയിൻ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്തെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയേനെ. പക്ഷേ ഇവിടെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് വരുന്ന കേസിൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവില്ല എന്ന് നിങ്ങൾക്കറിയാം. സോ സ്റ്റേറ്റ്മെന്റ് 1 തെറ്റാണെങ്കിലും സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം തെറ്റാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ് എന്ന് എഴുതണം. അടുത്ത് നോക്കൂ, ഇവിടെ 0.5 മോൾ സൊല്യൂട്ട് ഉണ്ട് കയ്യിൽ. പക്ഷെ എനിക്ക് ആ സൊല്യൂട്ടിന്റെ കോൺസെൻട്രേഷൻ 1 മോളാൽ കിട്ടണം. എന്തായിരിക്കും? ഒരു 1000 ഗ്രാം സോൾവെന്റിൽ 1 മോള് കലക്കിയാൽ 1 മോളാലാണ്. പക്ഷെ എൻ്റെ കയ്യിൽ 0.5 മോൾ സൊല്യൂട്ടേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് പോയി കലക്കണം? 500 ml കലക്കണം അല്ലേ? 0.5 മോൾ 500 ml എന്ന് പറയുന്നത് ഇവിടെ ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിക്ക് വേണ്ടത് 1 മോളാൽ എന്നാണ് കേട്ടോ. 500 ഗ്രാം സോൾവെന്റിലാണ് കലക്കേണ്ടത്, 500 ml 1 മോളാലാണ് വേണ്ടത്. അപ്പം 500 ഗ്രാം സോൾവെന്റിൽ വേണം എന്ത് ചെയ്യാൻ? 0.5 മോൾ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാൻ. പിടികിട്ടിയോ? 500 ഗ്രാം സോൾവെന്റ് എന്നെടുക്കാൻ മറക്കരുത്, 500 ml അല്ല. 500 ml ആണെങ്കിൽ എന്തായിരിക്കും? മൊളാരിറ്റി ആയേനെ. എന്നോട് ചോദിച്ചത് 1 മോളാൽ എന്നാണ്. 1 മോൾ സൊല്യൂട്ട് 1000 ഗ്രാം സോൾവെന്റ് എന്ന തോതിൽ വേണം. അപ്പോൾ 0.5 മോൾ സൊല്യൂട്ട് കയ്യിലുണ്ടെങ്കിൽ അത് 500 ഗ്രാം സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യണം. അടുത്ത് നോക്കിയാലോ, പ്രൈമറി ആലിഫാറ്റിക് പ്രൈമറി അമീൻ റിയാക്ട്സ് വിത്ത് നൈട്രസ് ആസിഡ് ടു ഗീവ് അൺസ്റ്റേബിൾ ഡയസോണിയം സാൾട്ട്. യാതൊരു സംശയവും ഇല്ല, പ്രൈമറി ആലിഫാറ്റിക് പ്രൈമറി അമീനുകൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? സ്റ്റാബിൾ ഡയസോണിയം സാൾട്ട് ഉണ്ടാക്കില്ല. ഹൈലി അൺസ്റ്റേബിൾ ആണ്. അവൻ അപ്പം തന്നെ ഡീകമ്പോസ് ചെയ്ത ആൽക്കഹോൾ വിത്ത് ലിബറേഷൻ ഓഫ് നൈട്രജൻ വരും എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്നത് എന്താണ്? അൺസ്റ്റേബിൾ എന്നാണ് അവർ കൊടുത്തത്, ശരിയാണ്. അടുത്തത് നോക്കൂ, ആരോമാറ്റിക് പ്രൈമറി അമീൻ ആണെങ്കിൽ ഡയസോണിയം സാൾട്ട് വരുമോ? വരും. പക്ഷെ നിങ്ങൾക്കറിയാം ആ ഡയസോണിയം സാൾട്ട് പ്രിപ്പയർ ചെയ്തത് 273 to 278 കെൽവിനിലാണ്. ഐസ് കോൾഡ് കണ്ടീഷനിലാണ് ബെൻസീൻ ഡയസോഡിയം ക്ലോറൈഡ് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ റൂം ടെമ്പറേച്ചറിൻ്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ എന്താവും? ഡയസോഡിയം ക്ലോറൈഡ് ഫീനോളായി മാറ്റപ്പെടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് 300 കെൽവിനേക്കാളും മോളിൽ പോയാലും, അല്ലെങ്കിൽ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നോക്കൂ, എത്ര മോളിൽ എന്ന് പറയുന്നില്ല, ഈവൺ എബവ് 300 കെൽവിൻ, 300ന് മേലേക്ക് എത്ര വേണേൽ പോയാലും അത് സ്റ്റേബിൾ ആവുന്നു കേട്ടാൽ തന്നെ അറിയാം അത് ഇമ്പോസിബിൾ ആയ കാര്യമാണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നാണ് മാർക്ക് ചെയ്യേണ്ടിയിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 73, ഗഡോലിനിയത്തിന് ഓർമ്മയുണ്ടല്ലോ. ഗഡോലിനിയത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഗഡോലിനിയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, അവന്റെ 3 ഇലക്ട്രോൺ ലോസ് ചെയ്താൽ F7 കിട്ടും. F7 എന്താ പ്രത്യേകത? ഹൈ എക്സ്ചേഞ്ച് എനർജിയാണ്. ഓർക്കുന്നുണ്ടോ? ആ ഗഡോലിനിയത്തിന്റെ പ്രത്യേകത 6s2 5d1 4f7 ആണ്. 6s2 5d1 4f7 ആകുമ്പോൾ 3 ഇലക്ട്രോൺ പോയാലും ഗഡോലിനിയത്തിൽ 7 ഇലക്ട്രോൺ ഉണ്ടാവും. 7 ഇലക്ട്രോൺ എഫിൽ വരുമ്പോൾ മാക്സിമം എക്സ്ചേഞ്ച് എൻതാൽപ്പി കിട്ടും എന്നറിയാം. സോ ദ സ്പീഷീസ് ഈസ് ഹൈലി സ്റ്റെബിലൈസ്ഡ്. സോ ഗഡോലിനിയത്തിന് 3+ ആവാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിലും നമുക്കറിയാം എല്ലാ ലാന്തനോയിഡിനും 3+ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് സ്റ്റാബിൾ. ഇതിലേതാണ് ക്ലോറോ ബെൻസീൻ സിന്തസിസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. ബെൻസീൻ HCl-യുമായി യാതൊരു റിയാക്ഷനും ഇല്ല. അനിലിനെ നമ്മൾ HCl വെച്ച് ചൂടാക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? അനിലിൻ എന്ന ബേസ് ആസിഡുമായി ആസിഡ് ബേസ് റിയാക്ഷൻ ഉണ്ടാവും. എങ്ങനെ? എന്നിട്ട് എന്താ ഉണ്ടാവുക? അനിലിനിയം ക്ലോറൈഡ് അല്ലേ ഉണ്ടാവുള്ളൂ. അതേസമയം ബെൻസീനെ ക്ലോറിനേറ്റ് ചെയ്യാം അല്ലെ, ഇൻ പ്രസൻസ് ഓഫ് ലൂയിസ് ആസിഡ് FeCl3. ഫീനോൾ NaNO2 ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് അനിലിനായിരുന്നുവെങ്കിൽ ഓക്കെ ആയിരുന്നു. അനിലിനെ ഡയസോഡൈസ് ചെയ്ത് സാൻഡ് മേയേഴ്സ് റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് ക്ലോറോ ബെൻസീൻ കിട്ടുമായിരുന്നു. അടുത്ത് നോക്കൂ, ഗ്രിഗ്നാർഡ് റിയേജന്റ് കാർബൺ ഡൈ ഓക്സൈഡ് വെച്ച് ആഡ് ചെയ്തു. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ള പോസിറ്റീവ് സെന്റർ ആണ് കാർബൺ. നമ്മൾ പഠിച്ചതാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റിലോ കാർബാനിയോൺ സെന്റർ ഇരിപ്പുണ്ട്. കാർബാനിയോൺ സെന്റർ കാർബണിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും കിട്ടുക? RCOOMgX കിട്ടും. ഹൈഡ്രോളൈസ് ചെയ്തിട്ടാണ് നമ്മൾ കാർബോക്സിലിക് ആസിഡ് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ ഹൈഡ്രോളിസിന് മുമ്പ് കിട്ടിയ Y ആര് എന്നാണ് ചോദ്യം. RCOOMgX ആണ്. റീസെന്റ് ആയ എല്ലാ പേപ്പറിലും, തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത കീമിന്റെ പേപ്പറിലൊക്കെ അവരൊന്നും ഫൈനൽ പ്രോഡക്റ്റ് അല്ല ചോദിക്കുന്നത്, ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിൽ വന്ന് നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? മോനെ 75 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബാക്കി ക്വസ്റ്റ്യൻ കാണാനില്ലല്ലോ. ഒന്ന് വേഗം പോയി എടുത്തേ ബാക്കി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് സിദ്ധാർത്ഥിനോട് ചോദിച്ചാൽ 75 ക്വസ്റ്റ്യൻ വരെയേ ഉള്ളൂ. പെട്ടെന്ന്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അമംഗ് ദ ഫോളോയിങ്. കിട്ടുന്നുണ്ടോ? കുട്ടികൾ കാണുന്നുണ്ടോ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എൻ ആറ്റം ഓൾ the 5 3D orbitals are equal in energy state. ശരിയല്ലേ?
നമുക്കറിയാം ഡി ഓർബിറ്റൽ ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി എക്സ് സെഡ് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ, ഈ 5 ആൾക്കും ഒരേ ഡി ഓർബിറ്റൽ ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. ഒരേ എനർജി സ്റ്റേറ്റ് ആണ് എന്ന് നിങ്ങൾക്കറിയാം. ആം ഐ റൈറ്റ്? ഇവയ്ക്കൊക്കെ ഒരേ എനർജി ആയിരിക്കും ഉണ്ടാവുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. കാരണം എന്താ, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഡീജനറസി ലോസ് ചെയ്യുള്ളൂ. ഇവിടെ യാതൊരു എക്സ്റ്റേണൽ ഫീൽഡും ഇല്ല, അപ്പോൾ അത് എല്ലാം ഡീജനറേറ്റ് ആണ്. അടുത്ത് നോക്കൂ, ഡി എക്സ് വൈ ഡി വൈ സെഡ് ഡി സെഡ് എക്സ്, ഇതെല്ലാം സിമിലർ ആണ് എനർജി. ശരിയാണ്, ദേ ആർ ആൾ 2 ലോബുള്ളവരാണ്, ഇന്ററാക്സിയൽ ലോബുള്ളവരാണ്. പക്ഷേ അവിടെ ഒരു തെറ്റ് പറ്റിയവർക്ക്. ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനും ഡി സെഡ് സ്ക്വയറിനും സിമിലർ അല്ലല്ലോ. ഡി സെഡ് സ്ക്വയർ ഡോനറ്റ് ഷേപ്പാണ്, ബേബി സൂത്തർ മോഡലാണ് ഡി സെഡ് സ്ക്വയറിനുള്ളത്. എന്നാൽ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡബിൾ ഡംബലാണ്, ആക്സിയൽ ആണ് എന്നറിയാം. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ശരിയാണെങ്കിലും സെക്കൻഡ് പാർട്ട് തെറ്റാണ്. സോ ദിസ് ഈസ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്ത് നോക്കിയാലോ, ഓൾ ദ 5D ഓർബിറ്റൽസ് ഡിഫറെന്റ് ഇൻ സൈസ് വെൻ കമ്പയർഡ് ടു ദ റെസ്പെക്റ്റീവ് 4D ഓർബിറ്റൽസ്. 5D ഓർബിറ്റൽസും 4D ഓർബിറ്റൽസും കമ്പയർ ചെയ്ത പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ഡിഫറെന്റ്. അപ്പൊ സൈസ് ശരിയാവില്ലല്ലോ, ഡിഫറെന്റ് ആയിരിക്കും. സൈസിനെ ഡിസൈഡ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും സൈസ് ഡിഫറെന്റ് ആയിരിക്കും. അവർ കൊടുത്തതോ ഡിഫറെന്റ് സൈസ് എന്ന് തന്നെയാണ്. ഓൾ ദ 4D ഓർബിറ്റൽസ് ഹാവ് ഷേപ്പ് സിമിലർ, ശരിയല്ലേ? ഷേപ്പ് ഡിസൈഡഡ് ബൈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. സോ അസിമുത്തൽ ക്വാണ്ടം നമ്പർ സെയിം ആയിരിക്കുന്നിടത്തോളം കാലം എന്തായിരിക്കും? ഷേപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് വൺ ആണ്. അടുത്തതിലേക്ക് പോയാലോ, IUPAC നെയിം ഓഫ് ദി എലമെന്റ് ഓഫ് ആറ്റോമിക് നമ്പർ 119 എന്തായിരിക്കും? അൺഎന്നിയം അല്ലേ? അൺഎന്നിയം ആയിരിക്കും വരിക. ഈ 9ന് എന്നാണ് പറയേണ്ടത് നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. IUPAC റെപ്രസെന്റേഷൻ ആണ്, നിങ്ങൾ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും. ബാക്കിയുള്ളതിലൊക്കെ ഓരോരോ സിമ്പിളുകൾ നിങ്ങൾക്ക് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാലോ. അടുത്ത് നോക്കൂ, ഇവിടെ സ്റ്റേറ്റ്മെന്റ് 1 നോക്കാം. ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ആർ ഹയർ ദാൻ ഹൈഡ്രോകാർബൺ ഓഫ് കമ്പയറബിൾ മോളാർ മാസ്. തെറ്റാണോ? ഹയർ എന്നാ പറഞ്ഞത്. ശരി. ആൽഡിഹൈഡും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ് തീർച്ചയായും ഹൈഡ്രോകാർബണിനേക്കാൾ കൂടും എന്നാണ് പറയുന്നത്. ശരിയാണല്ലോ, അവർ കൊടുത്തിരിക്കുന്നത് ശരിയാണ്. പിന്നെയോ എന്താ കാരണം എന്നും പറയുന്നുണ്ട്. നമുക്കറിയാം, ആൽഡിഹൈഡിലും കീറ്റോണിലും ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും അവന് തീർച്ചയായും പോളാർ നേച്ചർ ഉണ്ട് എന്ന് നമുക്കറിയാം. പൊളാരിറ്റി ഉള്ളത് കാരണം അവന് ഡൈപോൾ മൊമെന്റ് കൂടുതലായിരിക്കും. സ്റ്റേറ്റ്മെന്റ് 2 ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ലോവർ ദാൻ ആൽക്കഹോൾ. ആൽഡിഹൈഡും കീറ്റോണിന്റെയും ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിന്റെ അടുത്ത് എത്താനാവില്ല എന്നറിയാം. ആൽക്കഹോളിന് വെരി ഹൈ ബോയിലിംഗ് പോയിന്റ് ആണ് ഡ്യൂ ടു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ എസർഷൻ എന്ന് പറയുന്നതും ശരിയാണ്, റീസൺ പാർട്ടും ശരിയാണ്. അവരതിന് കൊടുത്തിരിക്കുന്ന റീസൺ കറക്റ്റും ആണ് അല്ലെ? സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം കറക്റ്റ് ആണ്. അയ്യോ, സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ് എന്നെടുക്കണം. സ്റ്റേറ്റ്മെന്റ് 2ഉം കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ശരിക്കും മാർക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ 3 ആണ്. പിടികിട്ടിയോ? ആൽഡിഹൈഡും കീറ്റോണിനും ബോയിലിംഗ് പോയിന്റ് എന്തായാലും ഹൈഡ്രോകാർബണിനേക്കാളും ഈതറിനേക്കാളും കൂടുതലാണ് എന്ന് നമുക്കറിയാം. ഇനി ചോദിച്ചിരിക്കുന്നത് നോക്കൂ, നമ്മുടെ കയ്യിൽ 50 ml 0.5 മോളാർ HCl ഉണ്ട്. അതിന് കാൽസ്യം കാർബണേറ്റ് എത്ര വേണം? നമുക്കെല്ലാവർക്കും അറിയാം, 2 HClന് 1 കാൽസ്യം കാർബണേറ്റുമായി റിയാക്ട് ചെയ്ത് CaCl2 വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. എന്ന് വെച്ചാൽ 100 ഗ്രാം കാൽസ്യം കാർബണേറ്റിന് 2 മോൾ HCl വേണം എന്നർത്ഥം. എൻ്റെ കയ്യിൽ എത്ര മോൾ HCl ഉണ്ട്? വെള്ളത്തിൽ കലക്കി തന്ന നമ്പർ ഓഫ് മോൾസ് കാണാൻ MV/1000 അല്ലേ കാണാറ്? അപ്പോൾ 0.5 × 50 ഡിവൈഡഡ് ബൈ 1000 ഇത്ര മോൾ HCl ഉണ്ട്. അപ്പോൾ എത്ര മോൾ കാൽസ്യം കാർബണേറ്റ് വേണം? അതിന്റെ പകുതി മോൾ. കാരണം 2 HCl ഉണ്ടെങ്കിൽ 1 കാൽസ്യം കാർബണേറ്റേ വേണ്ടൂ. അതായത് 2 മോൾ HClന് 100 ഗ്രാം കാൽസ്യം കാർബണേറ്റ് വേണം. അങ്ങനെയാണ് എങ്കിൽ ഇത്ര മോൾ HClന് എത്ര മോൾ? 0.5 × 50/1000 മോൾ HClന് കാൽസ്യം കാർബണേറ്റ് എത്ര വേണ്ടി വരും? 50 ഗ്രാമേ വേണ്ടൂ. അപ്പൊ ഇത്രയും കാൽസ്യം കാർബണേറ്റ് വേണം. പക്ഷേ ഇത്രയും ഗ്രാം എൻ്റെ കയ്യിലുള്ള സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ല. കാരണം എൻ്റെ കയ്യിലുള്ള സാമ്പിളിൽ കുറേ ഇമ്പ്യൂരിറ്റി ഉണ്ട്. ശരിക്കും എനിക്ക് ഇത്ര ഗ്രാം പ്യുവർ കാൽസ്യം കാർബണേറ്റ് വേണം. അപ്പം ഞാൻ ശരിക്കും എടുക്കേണ്ടതോ ഇതിനേക്കാൾ കൂടിയത് എടുക്കണ്ടേ? എത്ര എടുക്കേണ്ടി വരും? ഞാൻ എടുക്കേണ്ടത് W ഗ്രാം ആണെന്ന് വിചാരിക്കൂ. ഞാൻ എടുക്കുന്നത് W ഗ്രാം ആണെങ്കിൽ അതിൻ്റെ 95% എടുത്താൽ എനിക്ക് ആവശ്യമായ HCl ഈക്വലായി കിട്ടണം. പിടികിട്ടിയോ ഞാൻ പറഞ്ഞത്? അതായത് എൻ്റെ കയ്യിൽ HClന്റെ നമ്പർ ഓഫ് മോൾസ് ഉള്ളത് 0.5 × 50/1000 ആണ് അല്ലേ? അപ്പോൾ എത്ര ഗ്രാം കാൽസ്യം കാർബണേറ്റ് വേണം?
ഇൻറ്റു 50. കാരണം 1 മോൾ HCl 50 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇത്ര മോൾ HCl അതേ ഇൻറ്റു 50 കാൽസ്യം കാർബണേറ്റ് വേണം. പിടികിട്ടിയോ? എന്നോട് പക്ഷേ ചോദിച്ചത് എത്ര ഗ്രാം കാൽസ്യം കാർബണേറ്റ് വേണം, ഇംപ്യൂർ സാമ്പിൾ എത്ര വേണമെന്നാണ്. ഞാൻ എത്ര ഗ്രാം എടുക്കുമ്പോഴാണോ അതിൻ്റെ 95% എനിക്ക് ആവശ്യമുള്ളത് പ്രദാനം ചെയ്യുന്നത് അത്രയും ഗ്രാം ഞാൻ എടുക്കണം. അപ്പോൾ അത് എത്രയാണ് കിട്ടിയെന്ന് പറയാമോ? 0.5 × 50 ഡിവൈഡഡ് ബൈ 1000 അല്ലേ, ഇൻറ്റു 50 ഉണ്ട് അല്ലേ, പിന്നെയോ ഇൻറ്റു 100/95. ഇത്രയല്ലേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ചെയ്ത് നോക്കിയാലോ, ഈ സീറോസ് ഇവിടെ കട്ട് ചെയ്തേക്കാം, ഒരു സീറോ ഞാൻ ഇവിടെയും കട്ട് ചെയ്തേക്കാം. അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഈ സീറോ വേണേൽ ഡെസിമലിന് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ കിട്ടുക? 125/95 എന്ന് കിട്ടും. 125/95, 125/100 ആണെങ്കിൽ 1.25 വന്നേനെ. പക്ഷെ 1.25 ഒരു പൊടിക്ക് കൂടണ്ടേ? അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാ നിങ്ങൾ എടുത്തത്? ഓപ്ഷൻ 4 അല്ലേ. അടുത്തതിലേക്ക് പോയാലോ, നോക്കൂ, ലിഥിയത്തിന് പറ്റിയത് ആരാണെന്നാണ്. ലിഥിയത്തിന് പറ്റിയത് ഇവിടെ ആരാ? ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എടുക്കാം, എക്ക് 2 എടുക്കാം. പിന്നെയോ ഇതൊന്നും വേണ്ടായിരുന്നു. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്ന ബേസ് ആരെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നുള്ളതാണ് കറക്റ്റ്. അപ്പോൾ സിക്ക് എ എടുക്കാം. അപ്പോൾ എക്ക് എന്തെടുക്കാം? എക്ക് 2 എടുക്കാം. എക്ക് 2ഉം സിക്ക് 1ഉം. ആൻസർ കിട്ടിയല്ലോ, ഓപ്ഷൻ 2 ആണ് അല്ലേ. അടുത്ത നോക്കൂ, ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റായി വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ y ഉണ്ട്, x ഉണ്ട്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറാണ്. ഇവിടെ ഏതാണ് ഒരേപോലെ പോകണം, 0 ഓർഡർ ആണ് വിചാരിക്കുക. നിങ്ങൾ എടുത്തിരിക്കുന്നത് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ആണ് വിചാരിക്കുക. കോൺസെൻട്രേഷൻ കൂട്ടിയാലും തീർച്ചയായും മാറാതിരിക്കുന്നത് ആരാണ്? റേറ്റ്. ഏതിൻ്റെ കേസിൽ? 0 ഓർഡർ കൈനറ്റിക്സിൽ. ഇപ്പോൾ 0 ഓർഡർ കൈനറ്റിക്സിൽ റേറ്റ് മാറാതിരിക്കും. എപ്പോൾ? കോൺസെൻട്രേഷൻ മാറ്റിയാലും മാറില്ല, ശരിയല്ലേ? അപ്പോൾ കോൺസെൻട്രേഷൻ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ തന്നെ റേറ്റ് പ്രൊസീഡ് ചെയ്യുന്നത് 0 ഓർഡർ കൈനറ്റിക്സിൻ്റെ പ്രത്യേകതയാണ്. സോ ഫസ്റ്റ് 1 ശരിയായി. ഇനിയോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ പ്രത്യേകത എന്താ? ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൻ്റെ കോൺസെൻട്രേഷനുമായി ഹാഫ് ലൈഫിന് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്കറിയാലോ. അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 1 തന്നെ ആയിരിക്കുമല്ലോ. താങ്ക് യു. അടുത്തതിലേക്ക് പോയാലോ, ക്വസ്റ്റ്യൻ നമ്പർ 82 ഒന്ന് നോക്കിയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 82 ഇത് കിട്ടിയില്ല നിങ്ങൾക്കറിയാം 0 ഓർഡർ കൈനറ്റിക്സിന്റെ കേസിൽ റേറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. പിന്നെയോ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിന്റെ കേസിൽ T½ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് കോമ്പിനേഷൻ ഫസ്റ്റ് 1ലാണ് അല്ലേ. അടുത്തതിലേക്ക് പോവാം. അടുത്ത് നോക്കൂ, ICl ഈസ് മോർ റിയാക്റ്റീവ് ദാൻ I2. യാതൊരു സംശയവുമില്ല, ഓൾ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട്സ് ആർ മോർ റിയാക്റ്റീവ് ദാൻ പാരന്റ് ഹാലജൻ വിത്ത് ആൻ എക്സെപ്ഷൻ ഓഫ് ഫ്ലൂറിൻ. ഫ്ലൂറിനോളം റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് ഇല്ല. ബാക്കി എല്ലാ ഇന്റർ ഹാലജൻ കോമ്പൗണ്ട് പാരന്റ് ഹാലജനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിരിക്കും എന്ന് നിങ്ങൾക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ ICl ഈസ് മോർ റിയാക്റ്റീവ് ദാൻ I2 എന്നത് ശരിയായ എസേർഷൻ ആണ്. കൊടുത്തിരിക്കുന്ന റീസൺ ശരിയല്ലേ? ICl എന്തുകൊണ്ടാണ്? IClന്റെ ബോണ്ട് എനർജി കുറവായതുകൊണ്ടാണ്. ഒരു മോളിക്യൂൾ മോർ റിയാക്റ്റീവ് ആകുന്നത് അതിനിടയിലുള്ള ബോണ്ട് എനർജി വീക്ക് ആകുമ്പോഴാണ്. സോ റീസൺ പാർട്ട് കൊടുത്തതും ശരി തന്നെയാണ്. സോ എസേർഷനും റീസണും കറക്റ്റ് ആണ്. മാത്രമല്ല റീസൺ അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 83 നോക്കൂ, ഇൻകറക്റ്റ് ഏത് എന്നാണ്. H2+ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ, ശരിയല്ലേ? ഹൈഡ്രജനിൽ ഒരു ഇലക്ട്രോൺ ആണ്, 2 ഹൈഡ്രജന് 2, 1 പോയാൽ പിന്നെ 1 ബാക്കി ഉണ്ടാവുള്ളൂ. അടുത്തതോ O2+ തെറ്റല്ലേ? O2+ ആഫ്റ്റർ ഓൾ അതൊരു ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും അത് പാരാമാഗ്നറ്റിക് ആണ്. എന്നാൽ O2വിനേക്കാൾ O2+ന്റെ പാരാമാഗ്നറ്റിസം അല്പം കുറവായിരിക്കും. കാരണം O2ൽ 2 അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടല്ലോ. അടുത്ത നോക്കൂ, O2+ ബോണ്ട് ഓർഡർ 2.5 ഇത് 2 ആണ്, ഇതോ 1. അതൊക്കെ കറക്റ്റ് ആണ് അല്ലേ? അതൊക്കെ കറക്റ്റ് ആണ്, ബാക്കി എല്ലാം കറക്റ്റ് ആണ്. C2വിലുള്ള 2 ബോണ്ടുകളും എന്താണ്? പൈ ബോണ്ടാണ്. ആ കൊടുത്തിരിക്കുന്നതൊക്കെ കറക്റ്റ് ആണ്. പക്ഷെ അപ്പാരന്റ് ആയിട്ട് തന്നെ നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കിട്ടി, O2+ പാരാമാഗ്നറ്റിക് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 84ലേക്ക് പോയാലോ. ഇലക്ട്രോഡ് പൊട്ടൻഷ്യലൊക്കെ തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് കനോട്ട് ഒക്കർ എന്നാണ്. കനോട്ട് ഒക്കർ ഫസ്റ്റ് 1 നമ്മൾ പണ്ട് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. സിങ്ക് ഈസ് മോർ ആക്റ്റീവ് ദാൻ അയൺ അല്ലെ. പോസോക്കാമ അൽസിഐനീറ്റിയിലേതല്ലേ? സിങ്ക് കഴിഞ്ഞിട്ടല്ലേ അയൺ വരുന്നത്. അപ്പൊ സിങ്കിന് ഈസി ആയിട്ട് അയണിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. എനിക്ക് സീരീസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ആവശ്യമേ ഇല്ല. എന്നാൽ കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിൽവറിന് പറ്റുമോ? ഇല്ലല്ലോ.
കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ സിൽവറിന് പറ്റില്ല. കാരണം എന്താ? സിൽവർ ഈസ് ലെസ് ആക്റ്റീവ് ദാൻ കോപ്പർ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ സിൽവർ സ്പൂൺ കൊണ്ടൊക്കെ ഇട്ട് ഇളക്കാം എന്ന്. അതായത് ഇതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നോക്കേണ്ട കാര്യമേ ഇല്ല എനിക്ക്. എന്നാൽ സിങ്ക് കൂളായിട്ട് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും, അയേണും കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും. അടുത്ത് നോക്കൂ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിരിക്കുന്നത് എനൻഷ്യോമാസ് ആർ സൂപ്പർ ഇമ്പോസിബിൾ. എനൻഷ്യോമേഴ്സ് ആർ സൂപ്പർ ഇമ്പോസിബിൾ. എവിടെയാ തെറ്റിയതെന്ന് മനസ്സിലായോ? എന്താ എനൻഷ്യോമേഴ്സിന്റെ ഡെഫിനിഷൻ? എനൻഷ്യോമേഴ്സ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണ് അല്ലെ? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതാണ് ഇൻകറക്റ്റ് ആയിട്ട് എടുക്കേണ്ടത്. അതേസമയം റെസിമിക് മിക്സറിൽ 0 ഓപ്റ്റിക്കൽ റൊട്ടേഷൻ ആയിരിക്കും. എന്താ കാരണം? 1:1 അതിന്റെ ഓപ്റ്റിക്കൽ റിയാക്ടിവിറ്റി ക്യാൻസൽ ചെയ്തു പോകും. SN1 റിയാക്ഷനിൽ 1:1. ഇത് പൂർണ്ണമായിട്ട് അങ്ങ് ശരിയല്ല എങ്കിലും അതിനേക്കാൾ ഇൻകറക്റ്റ് ആയ ആൻസർ ഇവിടെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞല്ലോ. അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഫസ്റ്റ് വണ്ണിന് എക്സാക്ട് 1:1 റെസിമൈസേഷൻ SN1 കിട്ടണം എന്നില്ല. അടുത്തിലേക്ക് പോയാലോ? എന്നാൽ ഫോർത്തിൽ സംശയമുണ്ടോ? പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ SN2 കൈറാലിറ്റി അറ്റ് ദ റിയാക്റ്റീവ് സൈറ്റ് ത്രൂ ഇൻവേർഷൻ. സംശയമില്ല. SN2 എന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ ഉണ്ടാവും. വാൾഡൻ ഇൻവേർഷൻ, അംബർല ഇൻവേർഷൻ ഉണ്ടാവാം. അടുത്ത് നോക്കൂ, ഹെമറ്റൈറ്റ്. ആരാ ഹെമറ്റൈറ്റ്? Fe2O3. മാഗ്നറ്റൈറ്റ് Fe3O4. കലാമിൻ സിങ്ക് കാർബണൈറ്റ്. അപ്പം പിന്നെ ബാക്കി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം എക്ക് 3 അതൊന്നും വേണ്ട. സിക്ക് 2 നോക്കിയാൽ എളുപ്പമുണ്ട്. സിക്ക് 2 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? അപ്പം നമ്മൾ നോക്കാം. എക്ക് 3 വരണം, പിന്നെ ബിക്ക് 1 വരണം, ബിക്ക് 1 വരണം. അപ്പം ആൻസർ ആയില്ലേ? സിക്ക് 2 ബിക്ക് 1 വരണ്ടേ? കലാമിൻ സിങ്ക് കാർബണേറ്റ് ഓർത്താൽ തന്നെ എളുപ്പമായി അല്ലേ? മാഗ്നറ്റൈറ്റ് എല്ലാവർക്കും അറിയാം, Fe3O4 ആണ്, മാഗ്നറ്റിക് ഓക്സൈഡ് ഓഫ് അയൺ ആണ് എന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 87 ഒന്ന് നോക്കൂ. ആരും റിയാക്ട് ചെയ്യുന്നത് പെൻറ്റെയിൻ 2-ഓണും അസിറ്റോണുമാണ്. ഒറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടിക്കാണും. അസിറ്റോൺ എന്ന് പറയുന്ന ആൾ ഇതാണ് അല്ലേ? പിന്നെയോ പെൻറ്റെയിൻ 2-ഓണാണ്. പെൻറ്റെയിൻ 2-ഓണാണ് ഇരിക്കുന്നത്. ഇത് രണ്ടും വെച്ചാൽ ഇതിൽ പോസിബിൾ അല്ലാത്തത് ഏത് എന്നാണ്. ചെയ്തു നോക്കേണ്ട കാര്യമില്ല. ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി 4 ആണെന്ന്. എങ്ങനെയാണ് കിട്ടിയത് മനസ്സിലായോ? നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ പഠിച്ചത്? പല പോസിബിലിറ്റി ഉണ്ട്. വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 2 ആൽഫ CHനെ ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് ഒരു കണ്ടൻസ്ഡ് പ്രോഡക്റ്റ് എഴുതാം. ആൾഡോൾ കണ്ടൻസേഷൻ പ്രോഡക്റ്റ് അങ്ങനെ എഴുതാം. അതല്ല എങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൽഫ ഹൈഡ്രജനെ എടുത്തിട്ട് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഹൈഡ്രജനെ ഓക്സിജനുമായിട്ട് എടുത്ത് കണ്ടൻസേഷൻ പ്രോഡക്റ്റ് എഴുതാം. ഇതൊരിക്കലും പോസിബിൾ അല്ല എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? അത് പോസിബിൾ ആകണമായിരുന്നുവെങ്കിൽ ഞാൻ എടുക്കേണ്ടിയിരുന്നത് 3 പെൻറ്റനോൺ ആകേണ്ടതായിരുന്നു. 3 പെൻറ്റനോൺ അല്ലല്ലോ ഞാൻ എടുത്തത്, പെൻറ്റെയിൻ 2-ഓൺ അല്ലേ ഞാൻ എടുത്തത്. 3 പെൻറ്റനോൺ ആയിരുന്നുവെങ്കിൽ അസിറ്റോണിൻ്റെ കൂടെ കണ്ടൻസ് ചെയ്ത് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുമായിരുന്നു. നോക്കൂ, ഇവിടെ ഇരിക്കുന്നതിൽ 3 പെൻറ്റനോണിൻ്റെ ഭാഗത്തല്ലേ ഡബിൾ ബോണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡബിൾ ബോണ്ട് ഫോം ചെയ്യേണ്ട സ്ഥലം 3 പെൻറ്റനോൺ ആണെങ്കിൽ ഇത് ശരിയായേനെ. പക്ഷേ ഞാൻ എടുത്തത് 2 പെൻറ്റനോൺ ആണ്. അടുത്ത് നോക്കിയാലോ, ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആറ്റോമിക് മാസ് ഓഫ് കോപ്പർ ആണ്. ചിലരൊക്കെ ഗസ് ചെയ്ത് കാണും. 63.5 ആണ് നമ്മൾ എടുക്കാറ്. പോസിബിൾ ആൻസർ ഒരുപക്ഷെ 3 ആയിരിക്കാം. ചെയ്തു നോക്കിയാലുണ്ടാവും അല്ലേ? കാരണം അടുത്തടുത്തുള്ള കുറച്ച് ആൻസറുകൾ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കണം. എങ്ങനെയാണ് ആറ്റോമിക് മാസ് കാണുന്നത്? D = Zm/A³ അവഗാഡ്രോ നമ്പർ എന്നാണ്. ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 8.92. Z FCC ആയതുകൊണ്ട് 4 ആണ്. M കണ്ടുപിടിക്കണം. A³ എങ്ങനെ കാണും? 3.608 × 10⁸ ക്യൂബ്. അവഗാഡ്രോ നമ്പർ 6.02 × 10⁻23. ഇത് ചെയ്താൽ നിങ്ങൾക്ക് 63.1 അടുത്തായിരിക്കും കിട്ടിയത്. സോ യു മേ ഗെറ്റ് ദ കറക്റ്റ് ഓപ്ഷൻ ആസ് C, തേർഡ് ഓപ്ഷൻ, റൈറ്റ്? അടുത്തയിലേക്ക് ഒന്ന് പോയാലോ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കോമ്പൗണ്ട് X ഓൺ റിയാക്ഷൻ വിത്ത് ഓസോൺ ഫോളോഡ് ബൈ സിങ്ക് ആൻഡ് വാട്ടർ gives formaldehyde and 2-methyl propanol. എങ്ങനെയാ ഓസോണോളിസിസ് പ്രോഡക്റ്റിൽ നിന്ന് പാരന്റ് ആൽക്കീൻ നിങ്ങൾ കണ്ടുപിടിക്കുന്നത്? നമ്മൾ OO ഫേസ് ചെയ്ത് വരയ്ക്കണം അല്ലേ? എൻ്റെ കയ്യിൽ ഫോമാൽഡിഹൈഡ് ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2-methyl propanol ഉണ്ട്. 2-methyl propanolഉം എൻ്റെ കയ്യിലുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഓസോണോളിസിന്റെ പാരന്റ് കോമ്പൗണ്ട് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഓക്സിജൻ എടുത്തു മാറ്റി ഡബിൾ ബോണ്ട് ഇടണം, അത്രയല്ലേ വേണ്ടൂ. അപ്പം അങ്ങനെയാണെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH, ഇവിടെ CH കഴിഞ്ഞ് CH3 എന്നല്ലേ വരുള്ളൂ. ഡബിൾ ബോണ്ടിനല്ലേ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 3-methyl ആണ് വേണ്ടത്, 2-methyl അല്ലല്ലോ. 3-methyl ബ്യൂട്ട് 1-ene എന്നാണ് പ്രോഡക്റ്റ് എഴുതേണ്ടത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഇവിടെ ഇരിക്കുന്ന ഓക്സിജൻ എടുത്തു മാറ്റി ഡബിൾ ബോണ്ട് വരയ്ക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ.
കിട്ടിയോ? അടുത്തതിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 90 നോക്കിയാലോ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? റേഡിയസ് ഓഫ് തേർഡ് ഓർബിറ്റ് ഓഫ് Li+ ആണ്, Li2+ ആണ്. എങ്ങനെയാണ് റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റിന് എന്താ പഠിച്ചത്? 0.529 n²/z, അഥവാ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് n²/z ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? r1/r2 ഈസ് ഈക്വൽ ടു n1/n2 ഹോൾ സ്ക്വയർ ഇൻറ്റു z2/z1 എന്നായിരിക്കും കിട്ടുന്നത്. r1 എത്രയാണ്? തന്നിരിക്കുന്ന റേഡിയസ് 105.8 ആണ്, ഡിവൈഡഡ് ബൈ r2. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് r2 ആണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് എടുത്തത് ആരെയാണ്? ഹീലിയം പ്ലസിനെയാണ്. അവന്റെ സെക്കൻഡ് ഓർബിറ്റ് 2² ആണ്. തേർഡ് ഓർബിറ്റ് ഓഫ് Li2+, അപ്പൊ അത് 3². Z2 ലിഥിയത്തിൻ്റെത് 3 അല്ലേ, ഹീലിയത്തിൻ്റെത് 2 അല്ലേ? ഒരു 3 എനിക്ക് ഇവിടെ കട്ട് ചെയ്യാം, ഒരു 2 ഇവിടെയും കട്ട് ചെയ്യാം. അപ്പൊ r2 ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 105.8 ഇൻറ്റു 3/2 എന്നായിരിക്കും കിട്ടിയത്. ആം ഐ റൈറ്റ്? എനിക്ക് വേണമെങ്കിൽ ഈ 2 ഇവിടെ കട്ട് ചെയ്താൽ I2 10, 2 4, 2 18. അപ്പം എത്രയായിരിക്കും? 3 9 27, ബാക്കി 2, 3 2 6 2 8, പിന്നെയോ 3 5 15. ഇത്രയൊന്നും സ്റ്റെപ്പ് ആവശ്യമില്ലായിരുന്നു അല്ലേ? അതിന് മുമ്പേ തന്നെ കിട്ടിയേനെ. തന്നിരിക്കുന്നത് യൂണിറ്റ് കൂടി ശ്രദ്ധിക്കണം കേട്ടോ. നമുക്ക് ആദ്യം തന്നത് പൈക്കോമീറ്റർ ആണ്, ഇപ്പം കിട്ടിയതും പൈക്കോമീറ്റർ ആണ് കേട്ടോ. ചതിപ്പെട്ടു പോയിട്ടില്ലല്ലോ. ആംസ്ട്രോങ് എഴുതരുത്. ക്വസ്റ്റ്യൻ നമ്പർ 91 നോക്കൂ. ആൽക്കലൈൻ മീഡിയയിൽ പെർമാംഗനേറ്റ് എന്തിൽ അവസാനിപ്പിക്കുമെന്നാണ് പഠിച്ചത്? പെർമാംഗനേറ്റ് ഷുഡ് എൻഡ് അപ്പ് ഇൻ MnO2 എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ? ആൽക്കലൈൻ മീഡിയയിൽ പെർമാംഗനേറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ MnO2. +7 മാംഗനീസ് +4 പോകും. +7 +4 അല്ലെ? ആസിഡ് മീഡിയ ആയിരുന്നെങ്കിൽ +7 +2 വരെ പോയേനെ. ക്വസ്റ്റ്യൻ നമ്പർ 92 നോക്കൂ. തന്നിരിക്കുന്നത് ലൂക്കാസ് റിയേജന്റ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൽക്കഹോളിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. ലൂക്കാസ് റിയേജന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് HCl ആൻഡ് ZnCl2 ആണ്. ശരിയല്ലേ? ശരിയാണ്. പ്രൈമറി ആൽക്കഹോൾ പ്രൈമറി ആൽക്കഹോൾ ആണോ ലൂക്കാസ് റിയേജന്റിൽ വേഗം റിയാക്ട് ചെയ്യുന്നത്? അല്ല. ഇമ്മീഡിയറ്റ് ക്ലൗഡിനെസ് ഉണ്ടാക്കുന്നത് ടെർഷറി ആൽക്കഹോൾ ആണ്. കാരണം ടെർഷറി ആൽക്കഹോളിലാണ് കാർബോകാറ്റയോൺ ഫാസ്റ്റർ ആയിട്ട് ഉണ്ടാവുക. സോ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. കറക്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് തന്നെ. ക്വസ്റ്റ്യൻ നമ്പർ 93ലേക്ക് പോയാലോ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് O2³ ആണ്. Kc തന്നത് 3 × 10⁻⁻�59 ആണ്. ഓസോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം നമുക്ക്. ഓസോൺ കോൺസെൻട്രേഷൻ മിസ്സിംഗ് ആണ്. O2 കോൺസെൻട്രേഷനോ 0.04 അതിന്റെ ക്യൂബ്, അതായത് 4 × 10⁻⁻²ന്റെ ക്യൂബാണ് എടുക്കേണ്ടത്. 4³ 64 അല്ലേ? അപ്പോൾ 64 × 10⁻⁻6 × 3 × 10⁻⁻59 എടുത്താൽ ഓസോൺ സ്ക്വയർ കിട്ടും. ഞാൻ ഒരു കാര്യം ചെയ്യാം. അതിനെ 64നെ സ്ക്വയർ റൂട്ട് എടുക്കാൻ എനിക്ക് എളുപ്പമുണ്ട് അല്ലേ? 64ന്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ എളുപ്പമുണ്ട്. എത്ര എടുക്കാം? 8 എന്ന് എടുക്കാം. പിന്നെ 10⁻⁻6ന്റെ റൂട്ട് 10⁻⁻3. പക്ഷേ ഞാനിവിടെ 3നെ ഒരു കാര്യം ചെയ്യാം. 3നെ ഞാനൊരു 0.3 മറ്റോ എടുക്കാം. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് അറിയാവോ? 3നെ 0.3 ആക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ 10⁻⁻58 എന്ന് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ എനിക്ക് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കാൻ 10⁻⁻29 എടുക്കാം. 0.3ന്റെ സ്ക്വയർ റൂട്ട് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. 0.3ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരും? ഏകദേശം ഒരു 0.6 വരുമോ? 0.6 6 36 അല്ലേ? 0.6 ഏകദേശം വരും. 6 48. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. 10ന്റെ പവർ മാത്രം നോക്കിയാൽ മതി. ഇപ്പം ആൻസർ 3 കിട്ടും അല്ലേ? അടുത്തതിലേക്ക് പോകാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രഷർ ഇൻസൈഡ് ദ ഫ്ലാസ്ക്. P = nRT/V എടുത്ത് കാണുമല്ലോ. PVC = nRT അറിയാത്തവരാരും ഇല്ലല്ലോ. സോ PVC = nRT എടുക്കുവാണെങ്കിൽ P = nRT/V എന്നെടുത്താൽ മതി. N എത്രയാ? N എന്ന് പറയുന്നത് 64 ഗ്രാം O2. 64/32 എന്ന് പറയുമ്പോൾ 2 മോൾ. R-ന്റെ വില 0.083. ടെമ്പറേച്ചർ 300 കെൽവിൻ. വോള്യൂം ഓഫ് കണ്ടെയ്നർ 10 ലിറ്റർ. നേരിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഇത് ചെയ്താൽ കിട്ടാൻ സാധ്യതയുള്ള ആൻസർ ഏതാണ്? 0.83 × 30, അതായത് ഈ 30 അല്ലേ ഉള്ളത്. ഒരു പോസിബിൾ ആൻസറേ ഉള്ളൂ. എന്തായാലും ഇത്രത്തോളം വരുന്ന എനിക്ക് തോന്നുന്നില്ല. അത് വരില്ലല്ലോ. അപ്പൊ പിന്നെ കാരണം ഡിനോമിനേറ്ററിൽ ഒരു 10 ഇല്ലേ, 4.9 സംതിങ് വന്നേനെ, 4.98 വന്നേനെ. അപ്പോൾ കൂടുതൽ അപ്രോക്സ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൻസർ 2 ആണ്. റൗണ്ട് ചെയ്യുമ്പോൾ ശരിക്കും അത് 5 ആയിരുന്നു വേണ്ടത്. പക്ഷേ ഉള്ളതിൽ ഒരു കറക്റ്റ് ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 95ലേക്ക് പോയാലോ. നമ്മൾ നെർസ്റ്റ് ഇക്വേഷൻ അല്ലേ അപ്ലൈ ചെയ്യേണ്ടത്. നെർസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. E of the cell = E0 cell - 0.0591/n
log concentration of Ni2 plus divided by concentration of Ag plus square എന്ന് കിട്ടും. E0 സെൽ, അയ്യോ കണ്ടപ്പോഴേ മനസ്സിലായി ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ് എന്ന്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. എന്താ കാരണം? നിങ്ങൾ നോക്കൂ, E0 സെൽ തന്നത് 10.5 വോൾട്ടാണ്. നിക്കലും സിൽവറും ചേർത്ത് E0 സെൽ 10.5 വോൾട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? സിങ്കും കോപ്പറും ചേർത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന E0 വാല്യൂ 1.1 വോൾട്ടാണ്. ഇവിടെ ഡാറ്റ തെറ്റിപ്പോയതാണ്. സത്യത്തിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് 1.05 വോൾട്ട് ആയിരുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ എറർ ഉണ്ടാക്കിയതാണ്. 1.05 വെച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ 0.059/2 ലോഗ് 10 ക്യൂബ്, ലോഗ് 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 1.05 മൈനസ് 0.03 ഇൻറ്റു 3 എടുത്താൽ ഏകദേശം നമുക്ക് 1.05 മൈനസ് 0.09 അടുത്ത് കിട്ടിയേനെ. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ എക്സ്പെക്ട് ചെയ്യുന്ന ആൻസർ ഏതായിരിക്കാനാണ് സാധ്യത? തീർച്ചയായും ആൻസർ 1 ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്തായാലും ഡിലീറ്റ് ചെയ്തു പോകും. ഇതിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് മാറിപ്പോയിരിക്കുകയാണ്. അടുത്ത് നോക്കൂ, സയനോ ബെൻസീനാണ്. അതിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു. അതിനെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ നമുക്കറിയാം അത് പ്രൈമറി അമീനായി മാറും. അതായത് ആലിഫാറ്റിക് പ്രൈമറി അമീനാണ്. ആലിഫാറ്റിക് പ്രൈമറി അമീനെ നൈട്രസ് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ ആൽക്കഹോൾ വിത്ത് ലിബറേഷൻ ഓഫ് നൈട്രജൻ ഗ്യാസ് ആണ് കിട്ടുക. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടേണ്ട ആൻസർ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. അമൈഡിൽ എത്തിക്കാനാവില്ല. അമൈഡിൽ എത്തിക്കാമായിരുന്നു. എങ്ങനെ? CN നേരിട്ട് പാർഷ്യൽ ഹൈഡ്രോളിസിസ് നടത്തിയാൽ നമുക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു. എന്തായാലും ആലിഫാറ്റിക് ഡയസോണിയം സാൾട്ട് നിങ്ങൾ എഴുതില്ലല്ലോ. പിന്നെ Cl പിന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. നൈട്രസ് ആസിഡ് വിത്ത് ട്രീറ്റ് ചെയ്യുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് ആൽക്കഹോളെ നമ്മൾ എഴുതേണ്ട കാര്യമുള്ളൂ. അടുത്ത് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 97. എന്താ കണ്ടുപിടിക്കേണ്ടത്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഫസ്റ്റ് ഓർഡർ. ഇമ്മീഡിയറ്റ് ആയി നിങ്ങളെ മനസ്സിൽ വന്നത് റിലേഷൻ എന്തായിരിക്കും? 2.303 log R0/R ഈക്വൽ ടു KT എന്നായിരിക്കും. 2.303 ഇൻറ്റു ലോഗ് R0 തന്നത് 0.1 R തന്നത് 0.001 0.1 വെച്ചാൽ 10⁻⁻1 ഡിവൈഡഡ് ബൈ 10⁻⁻3 ഈക്വൽ ടു K ഇൻറ്റു 5. ഇതെത്രയാ കിട്ടുക? ലോഗ് 10² അല്ലേ? അപ്പൊ 2.303 ഇൻറ്റു 2/5 എടുത്താൽ നമുക്ക് K കിട്ടേണ്ടതാണ്. റൈറ്റ്? ഇത്രയേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇത് ചെയ്താൽ ഏകദേശം എന്തായിരിക്കും നിങ്ങൾ ആൻസർ? അതായത് 4.6/5. അപ്പോൾ 0.9/5 45. 0.9 തുടങ്ങുന്നവരെ ആൻസറേ ഞാൻ കാണുന്നുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IUPAC നെയ്മാണ്. ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? OH ഗ്രൂപ്പിനല്ലേ. അപ്പോൾ OHന് പ്രാധാന്യമുണ്ട്. അപ്പോൾ 1, 2, 3. ആരെങ്കിലും 4 എന്ന് കൊണ്ടച്ചിടുവോ? മക്കളെ ഇങ്ങനെയൊന്നും 1, 2 എണ്ണിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഉണ്ടാവും. 1, 2, 3 എന്നേ ഉണ്ടാവും. ഇവിടുന്ന് എണ്ണിയ 1, 2, 3, 4 ആവും. അപ്പോൾ ഹൈ പ്രയോറിറ്റി ഉള്ള OHന് ചെറിയ ഡിജിറ്റ് വേണം. അപ്പം സംശയമില്ല 3ലാണ് ഓൾ ഇരിക്കുന്നത് അല്ലേ. പിന്നെയോ 4, 5 ക്ലോറിൻ ഉണ്ട്. അപ്പം 5 ക്ലോറിൻ ഉണ്ട്. ബ്രോമിൻ ഇരിക്കുന്നത് 1ൽ ബ്രോമിൻ ഇരിക്കണം. പിന്നെയോ 4ൽ മീതൈൽ ഇരിക്കണം. മീതൈലാണോ ക്ലോറോ ആണോ ആദ്യം പറയണ്ടേ? ക്ലോറോ പറഞ്ഞിട്ടല്ലേ മീതൈൽ പറയാവൂ. അപ്പം അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആൻസർ 3rd വൺ തന്നെയാണ്. 1 ബ്രോമോ 5 ക്ലോറോ 4 മീതൈൽ ഹെക്സൈൻ 3 ഓളാണ്. ക്ലിയർ? അടുത്തതിലേക്ക് പോവാം. ചോദിച്ചിരിക്കുന്നത് കളർ, ഇൻറ്റൻസിറ്റി ഓഫ് കളറിൻ്റെ അബ്സോർപ്ഷൻ ആണ്. നമ്മളെ NCERT എക്സാമ്പിളാണ്. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. വെള്ളത്തിന് പകരം EN എന്ന ലിഗാൻഡ് വെക്കുമ്പോൾ ഇൻറ്റൻസിറ്റി അല്ല, കളർ വാങ്ങാനുള്ള എനർജി കൂടി പോവും എന്ന്. അപ്പം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഏറ്റവും ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത് ആരായിരിക്കും? സംശയം വേണ്ട. ഏറ്റവും ഇൻറ്റൻസിറ്റി അല്ല, എനർജി ഗ്യാപ്പ് ഏതിനാ കൂടി വരിക? EN വെക്കുന്നതിനനുസരിച്ച് എനർജി ഗ്യാപ്പ് കൂടി വരും എന്ന് നമ്മളെ NCERT എക്സാമ്പിളാണത്. അപ്പം EN ഇരിക്കുമ്പോഴാണ് എനർജി കൂടുതൽ വേണ്ടത്. ഇപ്പോൾ ഹയസ്റ്റ് എനർജി വേണ്ടത് സിക്കും, ലോവസ്റ്റ് എനർജി വേണ്ടത് ആർക്കുമാണ്? ലോവസ്റ്റ് എനർജി വേണ്ടത് ബിക്കുമാണ്. കാരണം EN വരുന്നതിനനുസരിച്ചാണ് എനർജി ഡിഫറൻസ് കൂടി വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ദ പൊല്യൂഷൻ ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഗെറ്റ് എൻഹാൻസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സൾഫറിന്റെ ഓക്സൈഡ് ആരാ? സൾഫർ ഡയോക്സൈഡ് ആണ്. അവനേക്കാൾ ഭീകരനായ പൊല്യൂട്ടന്റ് ആരാ? സൾഫർ ട്രയോക്സൈഡ് ആണ്. സൾഫർ ട്രയോക്സൈഡ് മാരകമായ പൊല്യൂട്ടന്റ് ആണ്. പക്ഷെ ഒരു ഭാഗ്യം നമ്മൾ പഠിച്ചത് എന്താ? സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കൽ എളുപ്പമല്ല എന്ന് പഠിച്ചിട്ടുണ്ട്. സൾഫർ ട്രയോക്സൈഡ് ആയാൽ ആള് കുഴപ്പക്കാരനാണ്, ഭീകരനാണ്. സൾഫർ ഡയോക്സൈഡിനെ സൾഫർ ട്രയോക്സൈഡ് ആക്കാൻ കഴിവുള്ളവൻ ആരൊക്കെയാണ്? അവൻ
പാർട്ടിക്കുലേറ്റ് മാറ്റർ വിൽ കാറ്റലൈസ് സൾഫർ ഡയോക്സൈഡ് ടു SO3. ഓർക്കുന്നുണ്ടോ? എൻവയോൺമെന്റൽ കെമിസ്ട്രിയിലെ ടെക്സ്റ്റ് ബുക്ക് സെന്റൻസ് ആണ്. ഭാഗ്യത്തിന് എ ഓപ്ഷൻ 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഒരു ഓപ്ഷൻ നമ്മളങ്ങ് ഒഴിവാക്കിയേക്കട്ടെ. ഓസോൺ വിൽ റെഡിലി ഓക്സിഡൈസ് SO2 ടു SO3. അപ്പോൾ ഓസോണും എടുക്കാം. എയും ബിയും വരുന്ന കോമ്പിനേഷൻ ഏതാണ്? എയും ബിയും വരുന്ന കോമ്പിനേഷൻ ഭാഗ്യത്തിന് ഒന്നേ ഉള്ളൂ അല്ലെ? ഹൈഡ്രോ കാർബൺ ഒരിക്കലും SO2നെ SO3 ആക്കി മാറ്റില്ല എന്നറിയാം. ഇത്രയും ക്വസ്റ്റ്യൻ ആണ് കെമിസ്ട്രി പാർട്ടിലുള്ളത്. ഐ ഹോപ്പ് കെമിസ്ട്രി പാർട്ടിൽ മുഴുവനായും നിങ്ങൾ സൈലന്റ് കാൻഡിഡേറ്റ്സ് മുഴുവനായും ശരിയാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ അവസരത്തിൽ ഒരു ചാലഞ്ച് പറയാം. സൈലത്ത് പറയാത്ത ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യനും വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറയാത്തതായിട്ട് ആർക്കെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ലല്ലോ. ഓക്കെ, താങ്ക് യു. നിങ്ങളെ അടുത്ത ഫിസിക്സിലേക്ക് പോകാം. നമുക്ക് ഫിസിക്സിന്റെ ഡിസ്കഷന്റെ സാറുമായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും സംശയം ഉണ്ടായോ നിങ്ങൾക്ക്? ഏതെങ്കിലും ബുദ്ധിമുട്ടായി തോന്നിയോ? ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞതിനെ കൂടെ ചാലഞ്ച് ചെയ്യുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇല്ലല്ലോ. ഐ ഹോപ്പ് ഒന്നും തന്നെ ചാലഞ്ച് ചെയ്യപ്പെടേണ്ട യാതൊരു ചോദ്യവും ഇല്ല. എല്ലാം NCERT തന്നെയുള്ളതായിരുന്നു. ഓക്കെ, ഹായ് മക്കളെ, നമ്മൾ ഗംഭീരമായിട്ട് ബയോളജിയും കെമിസ്ട്രിയും കഴിഞ്ഞു. ഇനി അടുത്തത് ഫിസിക്സിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് 112ാമത്തെ ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ പറഞ്ഞിരുന്നു. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ബയോളജിയിലെ 112ാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി നിങ്ങൾ നോക്കാം. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു: പ്രൈമറി കാർബൺ ഡയോക്സൈഡ് അക്സെപ്റ്റർ ഇൻ C4 പ്ലാന്റ്സ്, അത് ഫോസ്ഫോ ഈനോൾ പൈറുവേറ്റ് PEP ഇവനായിരുന്നു PEP. ഓക്കെ, അത് മീസോഫിൽ സെൽസിലാണ് കാണുന്നത് എന്നായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. വളരെ ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ മീസോഫിൽ സെൽസ് ഓഫ് C4 പ്ലാന്റ്സ് ലാക്ക് റുബിസ്കോ എൻസൈം, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. യഥാർത്ഥത്തിൽ മീസോഫിൽ സെൽസിൽ റുബിസ്കോ ഇല്ല. എവിടെയാ? ബണ്ടിൽ ഷീറ്റ് സെൽസിലാണ് അത് കൃത്യമായിട്ടുണ്ടാവുന്നത്. അപ്പൊ രണ്ടും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്പർ 3 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ കറക്റ്റ്. അതാണ് കറക്റ്റ് വൺ. ഓക്കെ, റെഡി? അപ്പൊ അത് മാറണ്ട. 112ാമത്തത് പലരും കൺഫ്യൂഷൻ ചോദിക്കുന്നുണ്ട്. ദ റൈറ്റ് ആൻസർ ഗോസ് ടു 3. അങ്ങനെയാണെങ്കിൽ മക്കളെ, ഇനി നമ്മൾ ഫിസിക്സിലേക്ക് കയറാൻ പോവാണ്. ഫിസിക്സിൽ എങ്ങനെയായിരിക്കും ഒന്നുള്ളത് നോക്കാം. അപ്പൊ ഫിസിക്സിലെ ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. സോ വി ഇൻവൈറ്റ് ഫെമിൽ സർ ഫോർ ദ ഫിസിക്സ് ക്വസ്റ്റ്യൻ. ഓക്കെ, റെഡി? Hi dear students, good evening. Okay, let's start with physics questions. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ഓവറോൾ നോക്കുന്ന സമയത്ത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും ആർക്കെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഓൺ ദ ഗോ വി വിൽ സി ദ വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ നമ്മുടെ ഈ ഓപ്ഷനിൽ വേർഷനിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നിട്ടുണ്ട്, അതിന്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തില് സ്പെക്ട്രത്തിനെ കുറിച്ചൊരു ധാരണയുള്ള ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇനി അങ്ങനൊന്നും ധാരണ ഇല്ലെങ്കിൽ പോലും നോക്കൂ, ജസ്റ്റ് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ നമുക്ക് ഇവിടെ ആരുള്ളത്? AM റേഡിയോ വേവ്സ് ആണ്. അപ്പൊ റേഡിയോ വേവ്സ് ആണത്. റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് എന്തായിരിക്കും? ഏറ്റവും കൂടുതലാണ്. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ, കാരണം അതിനേക്കാൾ വേവ് ലെങ്ത് കുറവുള്ള ഒരാൾ ഇതിലില്ല. അപ്പോ ഏറ്റവും കൂടുതലുള്ള ഒരാൾ വേറെ ഇതിലില്ല. അപ്പോൾ AM വേവ്സ് റേഡിയോ വേവ്സിന് ഏറ്റവും വേവ് ലെങ്ത് കൂടുതൽ തന്നതിൽ ആരാണ്? 10⁻². അപ്പൊ അവിടുന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടി. നോക്കൂ, A2 ആണ്. അപ്പൊ എക്ക് 2 ഇവിടെ ആണോ? അല്ല. ഇവിടെ എക്ക് 2 ആണ്. റെഡിയാണ്. നോക്കൂ, ഇവിടെ എക്ക് 2 ആണോ? അല്ല. Therefore the correct answer is ഒന്നും നോക്കാനില്ല. ഏതാണ് കറക്റ്റ് ആൻസർ? നമുക്ക് ഓപ്ഷൻ 2 is the right answer. ഓപ്ഷൻ 2 കിട്ടിപ്പോയല്ലോ. 4 മാർക്ക് കയ്യിലായില്ലേ? യെസ്, ഓപ്ഷൻ 2 is the right answer. അപ്പൊ ബാക്കിയുള്ളതിലേക്കൊന്നും പോവേണ്ട ആവശ്യമേ ഇല്ല. ജസ്റ്റ് ആ ഒരൊറ്റ പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത് നോക്കൂ. ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. സി ആൻ ഇലക്ട്രിക് ലിഫ്റ്റ് വിത്ത് എ മാക്സിമം ലോഡ് ഓഫ് 2000 കിലോഗ്രാം. അപ്പൊ ലിഫ്റ്റിലുള്ള ലോഡ് നമുക്കുള്ളത് ഇവിടെ 2000 കിലോഗ്രാം ആണ്. ഇറ്റ് ഈസ് 2000 കിലോഗ്രാം. അതിൽ ആരൊക്കെയുണ്ട്? ലിഫ്റ്റ് പ്ലസ് പാസഞ്ചേഴ്സ് ഈസ് മൂവിംഗ് അപ്പ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ് ഓഫ് 1.5 meter per second. കൂടെ നമ്മളോട് പറയുന്നു ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒപ്പോസിംഗ് ദ മോഷൻ ഈസ്
that is 3000. ഫ്രിക്ഷണൽ ഫോഴ്സ് നോക്കൂ 3000 ന്യൂട്ടൺ ആണ്. അങ്ങനെയെങ്കിൽ ദ മിനിമം പവർ ഡെലിവേർഡ് ബൈ ദ മോട്ടോർ ടു ലിഫ്റ്റ് ഇൻ വാട്ട്സിലാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ല. നോക്കൂ, ഇപ്പോൾ ലിഫ്റ്റ് നമുക്ക് നോക്കൂ, സപ്പോസ് ദിസ് ഈസ് ദ ലിഫ്റ്റ്. അപ്പൊ ലിഫ്റ്റിൽ നോക്കൂ, താഴോട്ട് ആരുണ്ട്? mg ഉണ്ട്. ആ mg ഇവിടെ എത്രയാണ്? മാസ് നോക്കൂ, ഇവിടെ തന്നിട്ട് 2000. അതിലേക്ക് നമ്മൾ എന്തുകൂടെ കൊടുക്കണം? അപ്പൊ 2000 × 10 കൊടുത്തു, കാരണം g 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന് പുറമെ നോക്കൂ, താഴോട്ട് എങ്ങോട്ടാ ലിഫ്റ്റ് പോണത്? മുകളിലേക്ക്. അപ്പൊ പക്ഷെ ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും എന്താ ഉണ്ടാവുക? മോഷന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ. അപ്പൊ താഴോട്ട് നമുക്ക് ഇവിടെ ഒരു ഫോഴ്സ് കൂടെ ഉണ്ട്, അതാരാ? ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഫോഴ്സ് കൊടുക്കാം. Total force equal to 20,000 plus frictional force 3,000. That is 20,000 plus frictional force 3,000. ആകെ നമുക്ക് എത്ര കിട്ടി? 23,000 ന്യൂട്ടൺ എന്ന് നമുക്ക് ഫോഴ്സ് കിട്ടി. ഇത് ഫോഴ്സ് ആയി കിട്ടിയിട്ടുള്ളത്. നമുക്ക് വേണ്ടത് പവർ ആണ്. ഇനി എത്ര ഈസിയാ നോക്ക്. P is equal to FV. അറിയാത്തവരാരും ഇല്ലല്ലോ അല്ലേ? P is equal to FV പവർ. അപ്പൊ ഫോഴ്സ് നമുക്ക് തന്നിട്ട് 23 ഇൻറ്റു നമുക്ക് ആരുള്ളത് 1.5. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? 34500. അത്രയും വാട്ട്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടിപ്പോയോ? കിട്ടിയല്ലോ? റെഡി അല്ലേ? യെസ്, 4 മാർക്ക് കൂടെ നമ്മുടെ കയ്യിലായിരിക്കുന്നു. ഓക്കെ, 34,500 വാട്ട് എന്ന ആൻസറിലേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്താൻ കഴിയും. ഓക്കെ, നൗ ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. യെസ്, തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഗിവൺ ന്യൂക്ലിയർ റിയാക്ഷൻ ദ എലിമെന്റ് എക്സ് ഈസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെ ഇക്വേഷൻ ഒരുപാട് നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നോക്കൂ, നമുക്ക് ഇവിടെ കൊടുക്കാം. ഇപ്പോ സോഡിയം 1122 പ്ലസ് എക്സ്, സോറി എക്സ് പ്ലസ് അല്ല, യെസ്, ഗീവ്സ് എക്സ് പ്ലസ് ഇ പ്ലസ് ന്യൂ എന്നാണ്. അപ്പോൾ ഇ പ്ലസ് എന്ന് നമ്മൾ പറയുമ്പോൾ നോക്കൂ, ഇ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? 0. കാരണം ഇത് പിന്നെ പോസിട്രോൺ ആണ്. ബീറ്റ പ്ലസ് ആണ് നമുക്ക് പറയേണ്ടത്. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഇതിന് രണ്ടുമില്ല, 0. അപ്പോൾ നോക്കൂ, ഇനി നമുക്ക് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആരെ കിട്ടണം? ഒബ്വിയസ്ലി ഇവിടെ നമുക്ക് മാസ് നമ്പർ എന്ത് തന്നെ കിട്ടണം? എക്സിന്റെ മാസ് നമ്പർ 22. പിന്നെ ഇവിടെ നോക്കൂ, ഓൾറെഡി 11 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ആരെഞ്ഞ് ചാൻസ് ഉള്ളൂ? നമുക്ക് 10 ചാൻസ് ഉള്ളൂ. അപ്പോൾ ഏതാണ് നമ്മുടെ ആൻസർ? Therefore the answer is neon 10 22 is the final answer. Option 1 is the right answer again. Option 1 is the right answer. Ready? Okay അല്ലേ? Yes. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 hollow conducting spheres of radii R1 and R2. Conducting spheres of radii R1 and R2 have equal charges. നോക്കൂ, രണ്ടു പേർക്കും ചാർജ് ഈക്വൽ ആണ്. പക്ഷേ R1 R2 നോക്കൂ, അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്തുണ്ട്? R1 ഗ്രേറ്റർ ആണ്. ദ പൊട്ടൻഷ്യൽ വുഡ് ബി, എന്താ നമുക്ക് പൊട്ടൻഷ്യൽ ഇക്വേഷൻ? V is equal to 1/4πε0 Q divided by R. Or you can say V proportional to 1/R. കാരണം ഇവിടെ ചാർജ് കോൺസ്റ്റന്റ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചാർജ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആർക്കാ പൊട്ടൻഷ്യൽ കൂടുതൽ ഉണ്ടാവുക? കാരണം പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഈക്വൽ ഓൺ ബോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ പറയാം, ഇവിടെ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ കുറയും. അപ്പൊ പൊട്ടൻഷ്യൽ മോർ ആർക്കുണ്ടാവുക? റേഡിയസ് കുറവുള്ളാക്ക്. മോർ ഓൺ ബിഗർ സ്ഫിയർ. തെറ്റ്. More on smaller sphere. Option 4 is the right answer. Option 4 is the right answer. Equal അല്ല. Ready? Clear ആണല്ലോ? Yes. നമുക്ക് അടുത്തതിലേക്ക് പോവാം. Question number 5. എന്താ question number 5? If the initial tension on a stretched string is doubled, then ratio of initial and final speeds of transverse wave along the string. എല്ലാം നോക്കൂ, direct application ആണ്. Speed of a transverse wave along a stretched string. In the equation, V is equal to root of T divided by mu. T tension, mu എന്താണ്? Mass per unit length. അപ്പൊ ഇവിടെ നോക്കൂ, ഒരേ മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? V proportional to root T എന്ന് കൊടുക്കാം. Therefore you can say V1/V2 that is equal to root of T divided by, പിന്നെ ഡബിൾ ആണ് ടി, ടെൻഷൻ ഡബിൾ ചെയ്തു. അപ്പൊ ടി കട്ട് ചെയ്തു.
നമുക്ക് എന്താ കിട്ടുക? V1 by V2 is equal to 1 by root 2 എന്ന് കിട്ടി. How simple it is. Option 1 is again the right answer. ക്ലിയർ ആണല്ലോ? കിട്ടിയിട്ടുണ്ടല്ലോ? കിട്ടിയില്ലേ? കാരണം ഇവിടെ ഇല്ലേ V1 is to V2 എന്നല്ലേ ചോദ്യം. ഇനീഷ്യൽ ടെൻഷൻ സ്ട്രെച്ചർ ഓൺ ഡബിൾ ദെൻ റേഷ്യോ ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്പീഡ്സ്. അപ്പോൾ V1 by V2 ആണ് ചോദ്യം. mu by T അല്ല കേട്ടോ, T by mu തന്നെ. അപ്പൊ നമുക്ക് 1 is to root 2 എന്ന ആൻസറിലേക്ക് നമുക്ക് കിട്ടും. Now let me switch over to the 6th question. എന്താ സേ? If a soap bubble expands, the pressure inside the bubble, എന്താ സംഭവിക്കുക? ഒരു സോപ്പ് ബബിളിന്റെ ഇൻസൈഡിലെ പ്രഷർ, ടോട്ടൽ പ്രഷർ എന്താ? P is equal to P0 plus 4 സർഫസ് ടെൻഷൻ അല്ലേ, T അല്ലെങ്കിൽ സിഗ്മ. നിങ്ങൾ എന്താ പഠിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എഴുതാം 4T ഡിവൈഡഡ് ബൈ R. നമുക്കറിയാം ഇവിടെ റേഡിയസ് എക്സ്പാൻഡ് ചെയ്യാണ്, റേഡിയസ് കൂടുകയാണ്. റേഡിയസ് കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക നോക്കൂ. ഇവിടെ ഇയാൾ കോൺസ്റ്റന്റ് ആണ്, ഇയാളിൽ മാറ്റില്ല. അപ്പോൾ P0 അവിടെ നിൽക്കട്ടെ, 6 കൂടുന്നു. 6 കൂടിക്കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, എന്താണ് സംഭവിക്കുക? പ്രഷർ ഡിഗ്രീസസ്. എല്ലാം ഡിറക്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ, ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് നേരെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയോ. ഇനിയിപ്പോൾ ഈ എക്സസ് പ്രഷറിന്റെ മാത്രം ഇക്വേഷൻ, എക്സസ് പ്രഷർ നമുക്ക് സോപ്പ് ബബിൾ നമുക്കറിയാം 4T/R. ഇനി ഒരാൾ അത് ഒരു ലിക്വിഡ് ബബിൾ ലിക്വിഡ് ഡ്രോപ്പ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് 2T/R എഴുതി കഴിഞ്ഞാൽ പോലും കറക്റ്റ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ക്വസ്റ്റ്യൻ നമ്പർ 7. അഗെയിൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിരിക്കും അല്ലെ, ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്കും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാവും. The ratio of distances traveled by a freely falling body in the first, second, third and fourth second. ടെക്സ്റ്റ് ബുക്കിലെ നമുക്കറിയാം ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ് എന്ന് തന്നെ പറഞ്ഞ് വളരെ ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. SN is equal to U plus half A into 2n minus 1. SN is equal to U plus half A into 2n minus 1. ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. റെഡി? ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏതാണ് ആൻസർ? ചെയ്ത് കഴിഞ്ഞാൽ 1:3:5:7 ഗലീലിയോസ് ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓക്കെ യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. A long solenoid of radius 1 millimeter, നോക്കൂ റേഡിയസ് 1 millimeter has 100 turns ഉണ്ട് per millimeter കേട്ടോ, 100 turns per millimeter. ഓക്കെ, വളരെ സൂക്ഷിച്ചു വായിക്കണം കേട്ടോ ക്വസ്റ്റ്യൻ, കാരണം അശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, പക്ഷേ അശ്രദ്ധ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ. Okay, 1 ampere current flows through the solenoid. The magnetic field strength at the center of the solenoid is. ഒരു ലോങ് സോളിനോയിഡിന്റെ ഇൻസൈഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? B is equal to mu0 Ni. This is the equation. ഇവിടെ n എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണോ? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu0യുടെ വാല്യൂ എന്താ? 4π into 10⁻⁻7 into number of turns per unit length. യെസ്, ഇവിടെ നോക്കൂ 100 ടേൺസ് പെർ മീറ്റർ അല്ല തന്നത്, പെർ മില്ലിമീറ്റർ ആണ് തന്നത്. അപ്പൊ നോക്കൂ 100 ഡിവൈഡഡ് ബൈ മില്ലിമീറ്റർ ആണ്. ആ മില്ലിമീറ്ററിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് മാറിപ്പോരുത്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 1 മില്ലിമീറ്റർ എന്നാണ് വേണ്ടത്. അവിടെ നമ്മൾ 10⁻³ മീറ്റർ എന്ന് നമ്മൾ കൊടുക്കണം. ആ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ഇനി നോക്കൂ, ഈ 4π എന്നുള്ളതിന്റെ ഒരു പ്രത്യേകത എന്താ? 4π എന്ന് പറഞ്ഞാൽ 12.56 ആ, അതറിയില്ലേ? ഇത് വേറെയും നോക്കൂ, നിങ്ങൾക്ക് സെക്ഷൻ ബിയിലാന്ന് തോന്നുന്നു. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയ സമയത്ത് ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അവിടെ വാല്യൂ എന്തോ ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ വാല്യൂ തന്ന് 12.56 എന്നാണ് വാല്യൂ തന്നെ തന്നിട്ടുള്ളത്. അത് കറന്റ് ആണോ എന്താ ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അത് തന്നെ 4π ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ഇട്ട ആൾ നിങ്ങൾക്ക് തന്നെ തന്നത്. 4πന്റെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ യു വിൽ ഗെറ്റ് 12.56 into 10⁻, നോക്കൂ -3 -7 പോയി, -4 അതിൽ 2 ഇവിടെ പോയി, അപ്പം -2 10⁻² ടെസ്ല എന്ന് നിങ്ങൾ ക്യാൻസർ കിട്ടും. 12.56 into 10⁻², ടെസ്ല. ഓപ്ഷൻ 4 is the right answer. ഓപ്ഷൻ 4. ഓക്കെ അല്ലേ? റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്തത്, the displacement time graph of two moving particles make 30° and 45° with x-axis as shown figure. The ratio of their respective velocity. ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അല്ലേ, കാരണം അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. V1 by V2 is equal to tan 30 ഡിവൈഡഡ് ബൈ സ്ലോപ്പിന്റെ റേഷ്യോ ആണ്.
Slope in the ratio tan 30 1 by root 3 whole divided by 1. Therefore, the answer is 1 is to root 3 is the right answer. Now the question number 10. Question number 10 logo. The peak voltage of an AC source is equal to what? And then peak voltage. Peak നമുക്കറിയാം VRMS in equation the VRMS is equal to V0 divided by root 2 ആണല്ലോ അല്ലേ? Therefore ഇവിടെ നമ്മളോട് പീക്ക് വോൾട്ടേജ് അത് ചോദിച്ചത് എന്താണ്? റൂട്ട് 2 VRMS എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് മീൻസ് റൂട്ട് 2 ടൈംസ് ദ RMS വെലോസിറ്റി. ഒന്നും എഴുതാനില്ല, നേരെ തന്നെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ. ക്ലിയർ? ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നൗ കംപ്ലീറ്റ്. താങ്ക് യു. മക്കളെ ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 11, ഫിസിക്സ് ക്വസ്റ്റ്യൻ നമ്പർ 11. ആദ്യം തന്നെ പറയട്ടെ, ഇതിൻ്റെ ഓപ്ഷൻ 2 ആണ്. ആൻസർ 9:4 ആണ്. ചോദിച്ചിരിക്കുന്നത് എനർജി ഓഫ് ഇലക്ട്രോൺ ആണ്. എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു n² എന്നറിയാം. ചെറിയൊരു ചതി ഇവിടെ ഉണ്ട്. ഇലക്ട്രോൺ ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യത്തേതിൽ n-ന്റെ വാല്യൂ 2 ആണ്, രണ്ടാമത്തേത് n-ന്റെ വാല്യൂ 3 ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രൊപ്പോർഷണൽ ടു 3² / 2², 9/4 ആണ് ആൻസർ. ഇതൊരു ചെറിയ പ്രശ്നമുള്ളത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെന്നുള്ളത് മാത്രമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12 നിങ്ങൾ പ്രതീക്ഷിച്ചതായിരുന്നിരിക്കണം, നിങ്ങളത് ശരിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കണം. ഡീബ്രോയ് വേവ് ലെങ്ത് ലാംഡ h/, മൊമെന്റം ആണെന്ന് ആർക്കാണ് അറിയാത്തത്? അപ്പൊ ലാംഡ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു മൊമെന്റം ആണ്. അതുകൊണ്ട് തന്നെ അതൊരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ആയിരിക്കണം. അത് ഓപ്ഷൻ 2 ആണ്. നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ക്വസ്റ്റ്യൻ നമ്പർ 13 യൂണിസെർ മെഷർമെന്റ്സിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. റേഡിയൻ, സ്റ്റിറേഡിയൻ പ്ലെയിൻ ആംഗിളിൻ്റെയും സോളിഡ് ആംഗിളിൻ്റെയും യൂണിറ്റ് ആണ്. പക്ഷെ അത് രണ്ടും ഡയമെൻഷൻലെസ് ആണ്. യൂണിറ്റ്സ് ഉണ്ട്, ഡയമെൻഷൻസ് ഇല്ല. ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 13 ഓപ്ഷൻ 3 ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 3 ഡയഗ്രാം ഉണ്ട്. ഇതിൽ ആദ്യത്തെ ഡയഗ്രത്തിലെ 2 ഡയോഡും ഫോർവേഡ് ബയസ്ഡ് ആണ്. മൂന്നാമത്തെ ഡയഗ്രത്തിലെ 2 ഡയോഡും ഫോർവേഡ് ബയസ്ഡ് ആണ്. പക്ഷേ മിഡിൽ ഡയഗ്രത്തിൽ 1 ഫോർവേഡും 1 റിവേഴ്സും ആണ്. അപ്പോൾ ഒരേപോലെ ബയസ്ഡ് ആണെങ്കിൽ വോൾട്ടേജ് ഈക്വൽ ആയിരിക്കണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എയിലും സിയിലും ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഏതായിരിക്കണം? ഓപ്ഷൻ 2 ആണ്. ആൻസർ ഓപ്ഷൻ 2 ആണ്. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 15 ratio of the radius of gyration of a thin uniform disk about an axis passing through the center. നോക്കൂ മക്കളെ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ത്രൂ ദ സെന്റർ എന്ന് പറയുന്നത് mr²/2 ആണ്. ഡയമീറ്റർ ആണെങ്കിൽ mr²/4 ആണ്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ k ഈസ് നത്തിങ് ബട്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യ ബൈ മാസ് ആണ്. യു ഡിവൈഡഡ് ബൈ മാസ്, ടേക്ക് ദ റൂട്ട് ഓഫ് ദിസ് തിങ്. ഇവിടെയും മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം, റൂട്ട് എടുക്കാം. ഇത് നിങ്ങൾക്ക് r/√2 കിട്ടും. ഇത് നിങ്ങൾക്ക് r/2 കിട്ടും. ഇതിൻ്റെ റേഷ്യോ എടുത്താൽ നിങ്ങൾക്ക് 2/√2. ആൻസർ √2:1. ഓപ്ഷൻ 4 ആണ്. ഈസി അല്ല, സമയമെടുക്കും, എന്നാലും തെറ്റിക്കാതെ ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16 ഒരു ചെറിയ കാൽക്കുലേഷൻ്റെ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ആംഗുലർ ആക്സലേഷൻ ആൽഫയുടെ ഇക്വേഷൻ ω-ω0/t ആണ്. ഒമേഗ റേഡിയൻ പെർ സെക്കൻഡിൽ വേണം. ആൻസർ റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയറാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ 2π/60 കൊണ്ട് ആദ്യത്തെ വെലോസിറ്റി 3120 മൾട്ടിപ്ലൈ ചെയ്യുക. 2π/60 കൊണ്ട് 1200 മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡ് ബൈ 16 ചെയ്യുക. ഡിവിസിബിൾ ആണ്, ടെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ ആൻസർ ഓപ്ഷൻ 4 എത്തും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 16 ആൻസർ ഓപ്ഷൻ 4 ആണ്. ക്ലിയർ? 4 ആണ്, 4 മാർക്കുമാണ്. ശരി, കോപ്പർ വയർ ഇതൊരു ഇത്തിരി ട്വിസ്റ്റഡ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. റെസിസ്റ്റൻസ് R = ρ × L/A അല്ലേ? അപ്പോൾ റോ കണ്ടുപിടിക്കണമെങ്കിൽ R × A/L ഉപയോഗിക്കുക. R 10 തന്നിട്ടുണ്ട്. ഏരിയ πr² ആണ്. റേഡിയസ് 10⁻²/√π. എത്ര ഫ്രണ്ട്ലിയാന്ന് നോക്കുക വാല്യൂ. ഡിവൈഡഡ് ബൈ 10 ഓം റെസിസ്റ്റൻസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10⁻⁻4 ആണ്. ഇനി എന്താ വേണ്ടത്? കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ ഇലക്ട്രിക് ഫീൽഡിനെ റെസിസ്റ്റിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10/10⁻⁻4 ചെയ്താൽ കിട്ടുന്നത് ഓപ്ഷൻ 2 ആണ്, 10⁵ ആണ്.
ഇല്ലേ? ഇത്രയൊക്കെ സ്പീഡിൽ നിങ്ങൾ എക്സാമിന് ഇത് ചെയ്തോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ഫെറിക്കൽ ബോൾ വീണാൽ ടെർമിനൽ വെലോസിറ്റി എത്തും. അപ്പോൾ വെലോസിറ്റി ആദ്യം കൂടും, പിന്നീട് അത് കോൺസ്റ്റന്റ് ആവുമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. ഇതാണ് ഗ്രാഫ്. ബി എന്നുള്ള ഗ്രാഫാണ്. ഓപ്ഷൻ നമ്പർ 4 ആണ്. ക്ലിയർ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 രണ്ട് റെസിസ്റ്ററുകൾ പാരലലാണ്. എനർജിയാണ് ചോദിച്ചത്. ഹീറ്റ് എനർജി ഡെവലപ്ഡ് പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് കോമൺ ആയതുകൊണ്ട് I²RT അല്ല ഉപയോഗിക്കേണ്ടത്, V²/RT ഉപയോഗിക്കുക. അപ്പോൾ H1/H2 എന്ന് പറയുന്നത് R2/R1 ആണ്. 200/100 ആണ്. ആൻസർ 2:1 ആണ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ 4 ആണ്. കീ 4 ആണ്. ഒരു പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ്. നിങ്ങളോട് ചോദിച്ചത് ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ0 ത്രെഷോൾഡ് ഫ്രീക്വൻസി ആണ്. നോക്കാം. H ഇനീഷ്യൽ ഫ്രീക്വൻസി ന്യൂ ആണ്, ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി, അത് E ഇൻറ്റു സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. ആദ്യത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ VS/2 ആണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ കേസിൽ ഫ്രീക്വൻസി hν/2 ആണ്. വർക്ക് ഫംഗ്ഷൻ സെയിം ആണ്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ VS ആണ്. നിങ്ങൾക്ക് വേണ്ടാത്തത് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ആണ്. ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2hν ഈക്വൽ ടു 2W പ്ലസ് EVS കിട്ടും. ഇനി ഈ ഇക്വേഷനിൽ നിന്ന്, അതായത് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് മൂന്നാമത്തെ സബ്ട്രാക്ട് ചെയ്താൽ 3hν/2 ഈക്വൽ ടു EVS പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് W ആണ്. അതിനെ hν0 എന്ന് കൊടുക്കുക. ഉടനെ തന്നെ ഇതിലെ എച്ചും ഇതിലെ എച്ചും ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് 3/2 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ആൻസർ 2 ആണ്. ദാറ്റ് ഈസ് ഓൾ ഫ്രം മൈ സൈഡ്. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ്. താങ്ക് യു സോ മച്ച്. ഹായ് സ്റ്റുഡൻസ്, നമുക്ക് 21 മുതൽ തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് എ സ്റ്റുഡന്റ് ഒബ്സർവ് 8 fringes in a certain segment of screen when a monochromatic light of 600 nanometer wavelength is used. If the wavelength of light is changed to 400 nanometer, then the number of fringes he would observe in the same region of screen. അപ്പോൾ കുട്ടികളെ എന്ത് മാത്രമാണ് ചേഞ്ച് ചെയ്തത്? വേവ് ലെങ്ത് മാത്രമാണ് ചേഞ്ച് ചെയ്തത്. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ബാൻഡ്വിഡ്ത്ത് ഇൻ ദ കേസ് ഓഫ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ്? ബീറ്റ ഈസ് ഈക്വൽ ടു, പറയൂ, ബീറ്റ ഈസ് ഈക്വൽ ടു d(λ/d) ആണ് നിങ്ങൾക്കറിയാം. ഒരു പർട്ടിക്കുലർ റീജിയനിൽ അതിലൊരു ബാൻഡിന്റെ വിഡ്ത്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിൽ എത്ര, ഇപ്പോൾ ഈ റീജിയന്റെ മൊത്തം ലെങ്ത് x ആണെങ്കിൽ അവിടെ നമുക്ക് n1 അല്ലെങ്കിൽ n1 ഫ്രിഞ്ചസ് ഉണ്ടെങ്കിൽ അതിന്റെ വിഡ്ത്ത് എങ്ങനെ പറയും? n1 × β1. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചേഞ്ച് ചെയ്തു? വേവ് ലെങ്ത് ചേഞ്ച് ചെയ്തു. നോക്കൂ, വേവ് ലെങ്ത് ചേഞ്ച് ചെയ്താൽ എന്ത് മാറും? ബാൻഡ് വിഡ്ത്തിന് ചേഞ്ച് വരും തീർച്ചയായും. അപ്പോൾ ഇതേ റീജിയണിൽ ആ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നു, അവിടെ ഇപ്പോൾ ഉള്ള ബാൻഡ് വിഡ്ത്ത് β2 ആണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ എനിക്കുള്ള എക്സിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? n2b2. സെയിം റീജിയൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. അപ്പൊ സെയിം റീജിയൻ, അതിന്റെ ലെങ്ത് ആണ് എക്സ് എങ്കിൽ ആദ്യമേ n1 ഫ്രിഞ്ചസ് ഉണ്ടായിരുന്നു. ഒരു ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് β1 ആണെങ്കിൽ നമുക്ക് n1 β1 എന്ന് പറയാം. പുതിയ കണ്ടീഷനിൽ അതിന് n2 β2 എന്ന് ഇക്വേറ്റ് ചെയ്യാം. സോ n1 × β1 എന്ന് പറഞ്ഞാൽ എന്താണ്? d(λ1/d) ഈസ് ഈക്വൽ ടു n2 × d(λ2/d). എന്താണ് ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും ചേഞ്ച് ചെയ്യാത്തത്? നമ്മൾ ചേഞ്ച് ചെയ്ത വേവ് ലെങ്ത് മാത്രമാണ്. ക്യാപിറ്റൽ ഡിക്കോ സ്മോൾ ഡിക്കോ ചേഞ്ച് ഇല്ല. ഇപ്പൊ ഇവിടെ പുതിയ കേസിലെ നമുക്ക് നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ? അതായത് n2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n2 കാണണമെങ്കിൽ എന്ത് ചെയ്യണം? n1λ1/λ2. ഇവിടെ നിങ്ങൾക്ക് ആദ്യത്തെ കേസിൽ എത്ര ഫ്രിഞ്ചസ് തന്നിട്ടുണ്ട്? 8. അപ്പൊ n1ന്റെ വാല്യൂ 8. ആദ്യത്തെ കേസിലെ വേവ് ലെങ്ത് എത്രയാണ്? 600 നാനോമീറ്റർ ഡിവൈഡഡ് ബൈ പുതിയ വേവ് ലെങ്ത് എത്രയാണ്? പുതിയ കേസിലെ വേവ് ലെങ്ത് 400 നാനോമീറ്റർ. അപ്പോൾ ഇവിടെ നാനോമീറ്റർ ക്യാൻസൽ ചെയ്യുന്നു, 2 സീറോസ് ക്യാൻസൽ ചെയ്യുന്നു, ഇവിടെ 4ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുന്നു. അല്ല, ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടെ 2 കിട്ടും. 6 × 2 എത്രയാണ്? 12. അപ്പോൾ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് 21 ആൻസർ 12 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When light propagates through a material medium of relative permittivity εr and relative permeability μr, the velocity of light v is given by. ഇത് ഡയറക്റ്റ് തിയറിയാണ്. നിങ്ങൾക്കറിയാം, ഫ്രീ സ്പേസിലൂടെ പോകുമ്പോൾ വെലോസിറ്റി ഓഫ് ലൈറ്റിനെ നമ്മൾ എങ്ങനെ എഴുതും? c is equal to 1/√μ0
എപ്സിലോൺ 0. ഒരു മീഡിയത്തിലൂടെ പോവുകയാണെങ്കിലോ v is equal to 1 by root of mu എപ്സിലോൺ എന്ന് എഴുതും അല്ലെ. അതിലെ മ്യൂവും എപ്സിലോണും എന്താണ്? മ്യൂ എന്ന് പറയുന്നത് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ്. എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ആണ്. അപ്പൊ ഈ വിയിലെ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ മ്യൂവിനെ μ0 × μr എന്ന് എഴുതാം. അതുപോലെ എപ്സിലോൺ എങ്ങനെ എഴുതാം? എപ്സിലോൺ 0 × എപ്സിലോൺ r എന്ന് എഴുതാം അല്ലെ. സോ ഫ്രം യൂസിങ് ദിസ് ഇക്വേഷൻ നമുക്ക് സിയുടെ ഇക്വേഷൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? v is equal to c by μ0 എപ്സിലോൺ 0 പോയി ബാക്കി ആരുണ്ട്? μr into epsilon r. അതേതാ ഓപ്ഷൻ? ഓപ്ഷൻ 2. Now we are going to question number 23. An ideal gas undergoes 4 different processes from the same initial state as shown in the figure below. Those processes are adiabatic, isothermal, isobaric and isochoric. The curve which represents the adiabatic process among 1, 2, 3 and 4. ഓരോ കേസും ഏതാ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്ന് 1 അവിടെ നിങ്ങൾക്ക് കാണാം വോളിയം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 1 ഏതാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഐസോകോറിക് ആണ്. എന്നാൽ 4 നോക്കിയേ, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അവിടെ നിങ്ങൾക്ക് പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് കാണാൻ പറ്റും. അത് ഐസോബാറിക്കിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 2ഉം 3 നിങ്ങൾക്കറിയാം ഇത് പി വി ഗ്രാഫാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഐസോ തെർമൽ പ്രോസസ്സിൽ പി വി ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നൊരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും സ്ലോപ്പ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ വിയുടെ ഇക്വേഷൻ എന്താ? -p/v. ഇതാണ് സ്ലോപ്പ് ഫോർ ഐസോതെർമൽ അല്ലേ. എന്നാൽ അഡിയബാറ്റിക് പ്രോസസ്സ് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ എന്താ? പി വി റേസ് ടു ഗാമ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണ്. അതിൽ നിന്നും നമുക്ക് എന്തിന്റെ ഇക്വേഷൻ ഫോം ചെയ്യാം? അഡിയബാറ്റിക്കിന്റെ കേസിലെ ഇത് പി വി ഗ്രാഫ് ആണ്. ഇവിടുത്തെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഫോം ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താ? -γ/p/v എന്നാണ് കിട്ടുന്നത് അല്ലെ. ഗാമയുടെ വാല്യൂ എന്ന് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം നെഗറ്റീവ് സ്ലോപ്പ് കൂടുതൽ വരേണ്ടത് ആർക്കാണ്? അഡിയബാറ്റിക് പ്രോസസ്സിനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2 ആണ് ആരെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഗ്രാഫിൽ പറയുന്ന പോലെ അഡിയബാറ്റിക് പ്രോസസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. 2ഉം 3ഉം ആണ് നമുക്ക് കൺഫ്യൂഷൻ ആ പാടം ഉണ്ടാവുന്നത്. പക്ഷെ അതിൽ നെഗറ്റീവ് സ്ലോപ്പ് കൂടുതൽ വരുന്നത് ഈ അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ 4 ആണ് അതിന്റെ ആൻസർ. I will go to question number 24. As the temperature increases, the electrical resistance. അത് ഒരു ബേസിക് തിയറി ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കറിയാം കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? ദാറ്റ് വിൽ റിസൾട്ട് ഇൻ മോർ ആൻഡ് മോർ കൊളീഷൻസ് ഫോർ ദി ഇലക്ട്രോൺസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ റെസിസ്റ്റൻസ് നമുക്കറിയാം. കൊളീഷൻസ് കൂടിയാൽ റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത് കുറയും. അപ്പൊ റെസിസ്റ്റിവിറ്റി കൂടും എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടിയാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കൂടും. എന്നാൽ സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ടിവിറ്റിക്ക് അതിന്റെ കാരണമായി വരുന്നത് 2 തരം ചാർജ് കാരിയേഴ്സ് ആണ്. ആരൊക്കെയാണ്? ഇലക്ട്രോൺസും ഹോൾസും. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ആർ ഗോയിങ് ടു ഇൻക്രീസ്. നമ്പർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഇൻക്രീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അവിടെ കണ്ടക്ടിവിറ്റി കൂടുകയാണ്. കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയുകയാണ്. അപ്പൊ നമുക്ക് എന്താ പറയാം? ടെമ്പറേച്ചർ ഇപ്പൊ ഇവിടെ നമുക്ക് പറയാം സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് ചാർജ് കാരിയേഴ്സിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ അവിടെ ഇവിടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിനെ കുറിച്ചാണ് ചോദ്യം, കണ്ടക്ടിവിറ്റിയെ കുറിച്ചല്ല. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റാലിക് കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടിയാൽ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടുന്നു. പക്ഷേ സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ച് അത് കുറയുന്നു എന്ന ഓപ്ഷൻ 1 പറയാം. Next question number 25. 2 objects of mass 10 kg and 20 kg respectively are connected to the 2 ends of a rigid rod of length 10 meter with a negligible mass. The distance of the center of mass of the system from 10 kg mass is. ഇവിടെ നിങ്ങൾക്ക് കാണാം 2 മാസുകളാണ്. ഏതൊക്കെയാണ്? 10 kg എന്ന മാസും അതേപോലെ തന്നെ 20 kg മാസും ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറയുന്നത് റിജിഡ് റോഡ് വഴി കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ ലെങ്ത് 10 മീറ്റർ ആണ്. നമുക്ക് വേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഫ്രം 10 kg മാസ്. നിങ്ങൾക്കറിയാം സെന്റർ ഓഫ് മാസ് ഫോർ എ 2 പാർട്ടിക്കിൾ സിസ്റ്റം അലോങ് ദ സെയിം ലൈൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? XCM is equal to m1x1 plus m2x2 divided by m1 plus m2 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എവിടെ നിന്നാണ്? ഫ്രം ദ 10 kg മാസ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 kg മാസ് ഒറിജിനിൽ ഇരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യും. 10 kg മാസ് ഒറിജിനിൽ ഇരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യുമ്പോൾ x1 വാല്യൂ എന്തായി പോകും? 0. ആ ഒറിജിനിൽ നിന്നും 20 kg മാസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്തായി മാറും?
ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് അത് 10 മീറ്റർ എന്നും വരും. നാച്ചുറലി നമ്മൾ ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മാസ് 10, അത് ഒറിജിനൽ ഇരിക്കുന്നു. രണ്ടാമത്തെ മാസ് 20, അത് ഒറിജിനൽ നിന്നുള്ള ഡിസ്റ്റൻസ് 10. ടോട്ടൽ മാസുകളുടെ സം 10 + 20, that is going to give you 200/30. അപ്പോൾ നമുക്ക് 20/3 എന്ന് കിട്ടും. That is option 4. Now question number 26. In half-wave rectification, if the input frequency is 60 Hz, then the output frequency would be എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം 60 Hz എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് സൈക്കിൾസ് ഇൻ 1 സെക്കൻഡ്. 60 Hz എന്ന് പറഞ്ഞാൽ 60 സൈക്കിൾസ് ആർ ദെയർ ഇൻ 1 സെക്കൻഡ് എന്നാണ്. ഇപ്പൊ ഇതാണ് ഒരു AC സൈക്കിൾ അല്ലെ. ഇങ്ങനെയുള്ള 60 സൈക്കിൾസ് ഒരു സെക്കൻഡിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഇൻപുട്ട്. നിങ്ങൾക്കറിയാം ഇങ്ങനെ ഒരു ഇൻപുട്ട് കൊടുത്താൽ ഹാഫ് വേവ് റെക്ടിഫയർ എന്താ തരുന്നത്? അത് ഒരു AC സൈക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഔട്ട്പുട്ടാണ് തരുന്നത് അല്ലേ. അപ്പോൾ ഓരോ സൈക്കിളിനും ഓരോ പൾസ് നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് 60 സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഇൻപുട്ട് എങ്കിൽ നമുക്ക് ഔട്ട്പുട്ടിലും എന്താ ഉണ്ടാവും? 60 പൾസസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയും എന്ത് തന്നെയാണ്? 60 Hz തന്നെയാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് പോകാം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. എന്താണ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് നോക്കാം. Biot-Savart's law gives us the expression for the magnetic field strength of an infinitesimal current element of a current carrying conductor only. തീർച്ചയായിട്ടും Biot-Savart's law എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്നാൽ സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് പോയാൽ തുടങ്ങുന്നതൊക്കെ കറക്റ്റ് ആണ്. അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണത്? ആ Biot-Savart's law is analogous to Coulomb inverse square law of charge Q, with the former being related to the field produced by, അവിടെ വരെ പറഞ്ഞത് കുഴപ്പമില്ലായിരിക്കാം, പക്ഷെ പിന്നീട് വരുന്നെങ്കിലും ശ്രദ്ധിക്കൂ, ബൈ എ സ്കേലാർ സോഴ്സ് ഐഡിയൽ കറണ്ട് എലമെന്റ് ആണ്. നമ്മൾ അതിനെ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വൈൽ ദ ലേറ്റർ ബീങ് റെപ്രസെന്റഡ് ബൈ എ വെക്ടർ സോഴ്സ് Q ഒരു വെക്ടർ സോഴ്സ് ആണോ? അല്ല, തെറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. അങ്ങനെ വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏത് ഓപ്ഷനാണ് നമുക്ക് എടുക്കാൻ പറ്റുക? ഓപ്ഷൻ 1. കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കിയാൽ ലാസ്റ്റ് ലൈൻ, സ്റ്റേറ്റ്മെന്റ് 2ന്റെ ലാസ്റ്റ് 2 ലൈൻസ് നോക്കിയാൽ ഐഡിയലിനെ സ്കേലാർ സോഴ്സ് എന്നും വെക്ടർ സോഴ്സ് ആയിട്ടാണ് ക്യൂവിനെയും ചാർജിനെയും എടുത്തിരിക്കുന്നത്. രണ്ടും തെറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് 2 റോങ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1. Question number 28. Energy that will be ideally radiated by 100 kilowatt transmitter in 1 hour എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം പവർ തന്നിട്ടുണ്ടെങ്കിൽ പവർ എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ എനർജി ബൈ ടൈം. ഇപ്പോൾ എനർജിയെ നമുക്ക് എന്തായിട്ട് പറയാം? പവർ ഇൻറ്റു ടൈം എന്ന് പറയാം. ഇവിടെ പവർ തന്നിരിക്കുന്നത് 100 കിലോവാട്ട് ആണ്. എന്ന് വെച്ചാൽ 100 × 10⁻³ ടൈം 1 hour എന്നാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ്സിൽ വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ 60 × 60 എത്ര വരും? 3600 എന്ന് വരും. അപ്പോൾ 36 × 10⁻⁷ ജൂൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ 3. Question number 29. A body of mass 60 gram experience a gravitational force of 3 Newton when placed at a particular point. The magnitude of the gravitational field intensity at that point എന്നാണ് ചോദ്യം. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് ഞാൻ വിളിച്ചാൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് ആണ്. ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് മാസ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദ ആക്സിലറേഷൻ അല്ലേ. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പോൾ ദാറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദാറ്റ് പ്ലേസ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയാന്ന് പറയുന്നുണ്ട്. എത്രയാ? എഫിന്റെ വാല്യൂ 3 ആണ്. മാസ് എന്ന് പറയുന്നത് 60 gram ആണ്. അപ്പോൾ അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റണം. 60 × 10⁻³ ഇത് എഴുതുമ്പോൾ 3 × 10⁻³ എന്നാവും. That is going to give you 3000/60, which will give you 50. So that option 4 is the correct answer. Now question number 30. A biconvex lens has radii of curvature 20 cm each. If the refractive index of the material of the lens is 1.5, power of the lens. നിങ്ങൾക്കറിയാം പവർ ഓഫ് ദ ലെൻസ് എന്ന് പറയുന്നത് 1/f ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഡയോപ്റ്ററിൽ ആൻസർ വേണമെങ്കിൽ ഫോക്കൽ ലെങ്ത് മസ്റ്റ് ബി ഇൻ മീറ്റർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലെൻസ് മേക്കേഴ്സ് ഫോർമുല നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് പറയുന്നത് n21 - 1 × 1/r1 - 1/r2 എന്നാണെങ്കിലും പ്രോപ്പർ സൈൻ കൺവെൻഷൻ പ്രകാരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ബൈ കോൺവെക്സ് ലെൻസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1/f കണ്ടുപിടിച്ചാൽ പവർ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ തന്നിരിക്കുന്നത് ലെൻസിന്റെ
വെച്ചിരിക്കുന്ന ആ മെറ്റീരിയലിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട്. എയറിലാണ് വെച്ചിരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്തായി മാറും? N2/N1 എന്ന് പറയുന്ന N1 1 ആണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി -1 into 2/R എന്ന് എഴുതും. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി 1/2 into 2 divided by ആറിന്റെ വാല്യൂ എത്രയാ? 20 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് 100/20 എന്നാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ഗിവ് യു 5 diopter. ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും സ്പീഡാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക. 31ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഷെൽ ഓഫ് മാസ് m is addressed initially. It explodes into 3 fragments having masses in the ratio 2:2:1. അപ്പൊ ഈ ഫ്രാഗ്മെന്റ്സ് രണ്ടെണ്ണവും എന്ത് ചെയ്തെന്നാ പറയുന്നത്? പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഫ്ലൈ ഓഫ് ചെയ്ത് പോയി എന്നാ പറയുന്നത്. ലൈറ്റർ മാസിന്റെ സ്പീഡ് എത്രയാണെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്. മൊമെന്റം കൺസർവേഷൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മൊമെന്റം ബിഫോർ എക്സ്പ്ലോഷൻ ഈസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ എക്സ്പ്ലോഷൻ. ഇപ്പൊ ഇവിടെ മാസിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. M1:M2:M3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 2:2:1 ആണ്. അപ്പൊ നമുക്ക് M1 2x എന്ന് ഡിനോട്ട് ചെയ്യാം. എക്സ് കൊണ്ട് എല്ലാത്തിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. കോമൺ ഫാക്ടർ വേണമല്ലോ. M2 2x എന്ന് എടുക്കുക. അപ്പൊ M3 x ആണ്. സോ ലീനിയർ മൊമെന്റം കൺസർവേഷൻ ഇവിടെ എഴുതിയിരിക്കുന്നത് PI ഈക്വൽ ടു PF. അതായത് ഇനിഷ്യൽ മൊമെന്റം ഈക്വൽ ടു ഫൈനൽ മൊമെന്റം. ഇനിഷ്യൽ മൊമെന്റം 0 ആണ്, റെസ്റ്റിലായിരുന്നു. ഇനി എക്സ്പ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള മൊമെന്റം, ഓരോരുത്തരെയും മൊമെന്റം, ആദ്യത്തെ പാർട്ടിക്കിളിന്റെ, അപ്പൊ ഇത് ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റം M1v I ക്യാപ്പ്, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ M2v J ക്യാപ്പ് എന്ന് കൊടുക്കാം. കാരണം അവർ രണ്ടുപേരും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തതെന്ന് പറയുന്നു. മൂന്നാമത്തവന്റെ കാര്യം നമുക്ക് അവന്റെ വെലോസിറ്റിയെ കുറിച്ച് അറിയില്ല. പക്ഷെ ഈ ആദ്യത്തെ രണ്ടുപേരുടെയും കേസ് അവർ വെലോസിറ്റി v എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ v എന്ന് എടുത്തിട്ടുമുണ്ട്. ഓക്കെ, ഇത് മാത്രം അറിഞ്ഞുകൂടാത്തതുകൊണ്ട് വെക്ടർ v3 എന്ന് കിട്ടും. എന്നിട്ട് പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. M1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2x, M2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2x, M3യുടെ വാല്യൂ എന്താ? x ആണ്. ഓക്കെ, ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് അതിൽ നിന്ന് v3 കിട്ടും. വെക്ടർ ഫോമുല കിട്ടുന്നത്. നമ്മളോട് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. സോ മോഡുലസ് ഓഫ് വെക്ടർ v3 എടുക്കുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ -2v × I ക്യാപ്പ് പ്ലസ് J ക്യാപ്പ് എന്നാണ് കിട്ടുന്നത്. മോഡുലസ് എടുക്കുമ്പോൾ എന്താവും? I ക്യാപ്പ് പ്ലസ് J ക്യാപ്പിന്റെ മോഡുലസ് √2 ആണ്. സോ എന്താ പറയാ? 2v × √2. മോഡുലസ് എടുക്കുമ്പോൾ നെഗറ്റീവ് സൈന് പോകും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഏതാ? ഓപ്ഷൻ 1 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, 1. ഇനി അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് MLT⁻², A⁻², ആരുടെ ഡയമെൻഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻ അവരവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ 1 ആണ്. അതെങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് ഈ റിലേഷൻ എടുത്താൽ മതി. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആക്ടിങ് ബിറ്റ്വീൻ 2 പാരലൽ കറന്റ് ക്യാരിയിങ് വയേഴ്സ്. അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ. നമ്മുടെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ എക്സ്പ്രഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇത് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ μ0യുടെ വാല്യൂ ഇങ്ങനെ തന്നെ കിട്ടും. MLT⁻², A⁻² എന്ന് കിട്ടും കേട്ടോ. അപ്പൊ ഓപ്ഷൻ 1 ആണ് 32ന്റെ കറക്റ്റ് ആൻസർ. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആൻഡ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസസ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ആ സർഫസിൽ എല്ലാ സ്ഥലത്തും പൊട്ടൻഷ്യൽ സെയിം ആണ്. അപ്പോൾ വർക്ക് ഡൺ അവിടെ 0 ആയിരിക്കും. അവിടെ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എങ്ങനെയായിരിക്കണം? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പാരലൽ ആയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ഡൺ 0 ആവില്ല. സോ ഹിയർ ദി ആൻസർ ഈസ് എന്താ? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രിയാണ്. അതായത് ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ. ഇതൊക്കെ ജനറൽ തിയറിയാണ് കേട്ടോ ഇതൊക്കെ. ഇനി 34ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ട്. ആ സ്ക്വയർ ലൂപ്പിന്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സ്ക്വയർ ലൂപ്പിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ നമ്മളോട് ഫ്ലക്സ് ആ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഫ്ലക്സ് ഈക്വൽ ടു B × A എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. φ ഈക്വൽ ടു B × A. B എന്ന് പറഞ്ഞാൽ എന്താ? 0.5 ടെസ്ല എന്ന് തന്നിട്ടുണ്ട്. ഏരിയ സ്ക്വയർ ലൂപ്പ് ആണ്. അതിന്റെ ഒരു സൈഡ് 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 1². സോ 0.5 × 1², അതായത് 0.5 വെബർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 35. A light ray falls on a glass surface of refractive index √3 at an angle of 60 degree. The angle between the റിഫ്ലക്റ്റഡ് റേ ആൻഡ് റിഫ്രാക്റ്റഡ് റേ ആണ് ചോദിക്കുന്നത്. മക്കളെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ ലൈറ്റ് റേ വന്ന് വീഴുന്ന ഗ്ലാസ് സർഫസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. ഓക്കെ, ഇവിടുത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 60 ആണ്. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രൂസ്റ്റർ ആംഗിളിലാണ് ഈ ലൈറ്റ് വന്ന് വീണിരിക്കുന്നത്. അതായത് tan 60 എന്ന് പറഞ്ഞാൽ √3 അല്ലേ? എന്താ ബ്രൂസ്റ്റേഴ്സ് ലോ പറയുന്നത്?
ടാൻജന്റ് ഓഫ് ദി പോളറൈസിങ് ആംഗിൾ ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി മീഡിയം എന്ന്. അപ്പോൾ നമ്മൾ ഈ √3 ഈ ആംഗിൾ 16 കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഈ ഗ്ലാസ് സ്ലാബിന്റെ സർഫസിൽ ലൈറ്റ് വന്ന് വീണിരിക്കുന്നത് പോളറൈസിങ് ആംഗിളിലാണ്. പോളറൈസിങ് ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എങ്കിൽ നമുക്കറിയാം റിഫ്ലക്റ്റഡ് റേയും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ എത്രയാ? 90 ഡിഗ്രിയാണ്. സോ ഹിയർ ദി കറക്റ്റ് ആൻസർ ഈസ് ഏതാ? ഓപ്ഷൻ 1 ആണ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഇതല്ലെങ്കിൽ സ്നെൽസ് ലോ വെച്ച് നമുക്ക് ചെയ്യാം. അതിനേക്കാൾ ഏറ്റവും എളുപ്പം ഇതാണ്. ബ്രൂസ്റ്റേഴ്സ് ലോ ചിന്തിച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത്, എ ബോൾ ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ദ വെർട്ടിക്കൽ ഡയറക്ഷൻ. ഇറ്റ് സ്പീഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ നമുക്കറിയാം പ്രൊജക്റ്റൈൽ മോഷനകത്ത് ഹയസ്റ്റ് പോയിന്റിലെ സ്പീഡ് എന്താ? ഹൊറിസോണ്ടൽ കോമ്പണന്റ് മാത്രമേ കാണുകയുള്ളൂ, യു കോസ് തീറ്റ മാത്രമേ കാണുകയുള്ളൂ. ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇതാണ് വെർട്ടിക്കൽ ലൈൻ, ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ. വെർട്ടിക്കലുമായിട്ട് 60 ഡിഗ്രി ആംഗിൾ എറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ എത്രയാ? 30 ഡിഗ്രിയാണ്. നമ്മൾ സ്പീഡ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് പറയുമ്പോൾ യു കോസ് 30 ഡിഗ്രി, അതായത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആംഗിൾ എടുക്കേണ്ടത്. സോ 10 × √3/2 കോസ് 30 √3/2 ആണ്, എല്ലാവർക്കും അറിയാം. സോ ദ ആൻസർ ഈസ് എന്താ? 5√3 ആണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. 36th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ 4 ആണ്. ഇനി അടുത്തത് 37. ഇവിടെ ഒരു സീരീസ് LCR സർക്യൂട്ടിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ഇവിടുത്തെ റെസണന്റ് ഫ്രീക്വൻസിയുടെയും ഫ്രീക്വൻസി ഓഫ് സോഴ്സിന്റെയും റിലേഷൻ ആണ് അവർ ചോദിക്കുന്നത്, അല്ലെങ്കിൽ വാല്യൂസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ റെസണന്റ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? f0 = 1/2π√LC എന്ന. L 10 ഹെൻറിയും തന്നിട്ടുണ്ട്, C 10 മൈക്രോ ഫാരഡും തന്നിട്ടുണ്ട്. അപ്പോൾ ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 50/π എന്നാണ് കിട്ടുന്നത്. 50/π ഇത് റെസണന്റ് ഫ്രീക്വൻസി. ഇനി തന്നിരിക്കുന്ന സോഴ്സിന്റെ ഫ്രീക്വൻസി ഉണ്ടോ? sin ωt എന്നുള്ളത് 100 ആണ് കിടക്കുന്നത്. അപ്പോൾ ഒമേഗ 100 ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. അപ്പോൾ അതിൽ നിന്ന് എഫ് കിട്ടി എത്രയാ? 50/π ഹെർട്സ്. അപ്പോൾ റെസണന്റ് ഫ്രീക്വൻസിയും സോഴ്സിന്റെ ഫ്രീക്വൻസി ഒന്ന് തന്നെ, എത്രയാ? 50/π. അപ്പോൾ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38. The area of a rectangular field of length 55.3 meter and breadth 25 meter after rounding of the value for correct significant digit. മക്കളെ ഇവിടെ ഒന്നുമില്ല, നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗറിന്റെ കോൺസെപ്റ്റ് വെച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 1382.5 എന്നാണ്. അപ്പോൾ നമ്മളോട് റൗണ്ട് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൽ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരണം? 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരണം. 2 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരുന്ന ഒറ്റ ചോയ്സ് ഇതിനകത്തുള്ളൂ. അതേതാ? ഈ ചോയ്സ് ആണ്. ഏത് ചോയ്സാ? സെക്കൻഡ് ചോയ്സ് ആണ്. സോ ഹിയർ ദ കറക്റ്റ് ഓപ്ഷൻ ഈസ് എന്താ? 14 × 10⁻² ആണ്. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 39. ഇവിടെ 2 പെൻഡിലും ഉണ്ട്. അവരുടെ ലെങ്ത് തന്നിട്ടുണ്ട് 121 സെന്റിമീറ്ററും 100 സെന്റിമീറ്ററും ആണ്. അവർ സെയിം ഫേസിൽ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങി. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ദ മിനിമം നമ്പർ ഓഫ് വൈബ്രേഷൻസ് ഓഫ് ദി ഷോർട്ടർ പെൻഡുലം ആഫ്റ്റർ വിച്ച് ദ 2 ആർ എഗെയിൻ ഇൻ ഫേസ്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ലെങ്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഇങ്ങനെ ഡീൽ ചെയ്യാം. T പ്രൊപ്പോർഷണൽ ടു √L എന്ന് നമുക്കറിയാം. 2π × √L/G അല്ലേ. അപ്പോൾ ബിഗർ പെൻഡിലും ഉണ്ട്, സ്മോളർ ലെങ്ത് ഉള്ള പെൻഡിലും ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. T big/T small = √L big/√L small. അപ്പോൾ 121/100 അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 11/10 എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? 10 × T big = 11 × T small. അപ്പോൾ സ്മോളർ പെൻഡിൽ എത്ര ഓസിലേഷൻ കഴിയുമ്പോഴാണ് ബിഗർ പെൻഡിലത്തോട് മാച്ച് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്രയാ? T സ്മോളിന്റെ കൂടെ കിടക്കുന്ന എത്രയാ? 11 ആണ്. സോ നമ്പർ ഓഫ് ഓസിലേഷൻ എത്രയാ? 11 ഓസിലേഷൻ ആണ്. സോ ദി കറക്റ്റ് ആൻസർ ഈസ് ഏതാ? ഓപ്ഷൻ 3 ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെറ്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 40. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇത് തിയറിറ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ അസേർഷൻ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ശരിക്കും ഓപ്ഷൻ 1 ആണ് കേട്ടോ. അതായത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. സ്ട്രെച്ചിങ് ഓഫ് എ സ്പ്രിംഗ് ഈസ് ഡിറ്റർമിൻ ബൈ ഷിയർ മോഡുലസ് ആണ്. അത് നമുക്കറിയാമല്ലോ സ്ട്രെച്ചിങ്ങിന്റെ കാര്യം. ഇനി എ കോയിൽ സ്പ്രിംഗ് ഓഫ് കോപ്പർ ഹാസ് മോർ ടെൻസൈൽ സ്ട്രെങ്ത് ദാൻ എ സ്റ്റീൽ സ്പ്രിംഗ് ഓഫ് സെയിം ഡയമെൻഷൻ ആണ്. അത് തെറ്റാ. കാരണം സ്റ്റീലിനാണ് എന്ത് കൂടുതൽ? ടെൻസൈൽ സ്ട്രെങ്ത് കൂടുതൽ. അത് ആ ഷിയർ മോഡുലസിന്റെ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീലിനാണ് കൂടുതൽ. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഈസ് എന്താ? ഓപ്ഷൻ 1 ആണ്. അപ്പോൾ ഓക്കെ മക്കളെ, എനിക്ക് എടുക്കാൻ പറ്റുന്നതിന്റെ പരമാവധി സ്പീഡിൽ എടുത്തിട്ടുണ്ട്. താങ്ക് യു. ഹായ് സ്റ്റുഡൻസ്, ബോട്ടണിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 132 ചെറിയൊരു കറക്ഷൻ ഉണ്ട് ആൻസർ കീയിൽ കേട്ടോ. അപ്പോൾ 132 എടുക്കുക. അത് എന്താ കറക്ഷൻ ഞാൻ പറഞ്ഞുതരാം. സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒന്നുകൂടി വായിക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ വാസ്കുലർ ബണ്ടിൽ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ മക്കളെ, ഇൻ റൂട്ട്സ് xylem ആൻഡ് ഫ്ലോയം ഇൻ എ വാസ്കുലർ ബണ്ടിൽ ആർ അറേഞ്ച് ഇൻ ആൻ ആൾട്ടർനേറ്റീവ് മാനർ അലോങ് വിത്ത് ഡിഫറെന്റ് ഏരിയ. പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് തോന്നും.
പക്ഷേ വിത്തിൻ ബണ്ടിൽ എന്നാണ് NCERT തന്നിരിക്കുന്നത്. നിങ്ങൾ പേജ് നമ്പർ 90 എടുക്കുക. NCERT അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ പേജ് നമ്പർ 90 റേഡിയൽ വാസ്കുലർ ബണ്ടിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. ഇന്ന വാസ്കുലർ ബണ്ടിൽ എന്നല്ല, വിത്തിൻ വാസ്കുലർ ബണ്ടിലാണ്. അപ്പൊ ഇവിടെയാണ് മിസ്റ്റേക്ക്. അപ്പൊ അത് നമ്മൾ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് തോന്നും അല്ലേ. സോ വിത്തിൻ എ വാസ്കുലർ ബണ്ടിലാണ് വേണ്ട, ഇന്ന വാസ്കുലർ ബണ്ടിൽ അല്ല. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. So when moving to the second statement, conjoined closed vascular bundle do not have cambium. Cambium ഇല്ല. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഏതിന്? ക്ലോസ്ഡ് ബണ്ടിലിന് cambium ഇല്ല. നെക്സ്റ്റ് വൺ, ഓപ്പൺ വാസ്കുലർ ബണ്ടിൽ cambium is present between xylem and phloem. ആ സ്റ്റേറ്റ്മെന്റ് അതേ പേജിൽ തന്നെ ഉണ്ട്. xylem ഫ്ലോയത്തിന്റെ ഇടയ്ക്ക് cambium present ആണ്. അതാണ് ഓപ്പൺ ബണ്ടിൽ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെക്സ്റ്റ് വൺ, the vascular bundle of dicotyledon stem possess endark condition because protoxylem അകത്താണെങ്കിൽ endark എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. So moving to the fourth option, E option, in monocotyledonous root usually there are more than 6 xylem bundles. More than 6 ആണ് റൂട്ടിൽ കാണുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഏതൊക്കെയാ ശരി? B, C, D and E ശരിയാണ്. സോ ആൻസർ കീ വരിക ഫോർത്ത് ഓപ്ഷൻ ആണ് കേട്ടോ മക്കളെ. സോ ക്വസ്റ്റ്യൻ നമ്പർ 132, the answer key should be fourth option, right? ഓക്കെ ഹായ്. അപ്പോൾ നമ്മൾ 41 തൊട്ട് 50 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ആ വീസ്റ്റോൺ ബ്രിഡ്ജിൽ എന്താണ് നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഫോർ ദ മോസ്റ്റ് precise measurement of x is the unknown resistance to be measured, the resistance P and Q. അപ്പോൾ ഇതിൽ പറയുന്നത് ഇത് NCERT എക്സാംപ്ലറിലുള്ള ഒരു ഫിഗർ ആണ്. തൊട്ടപ്പുറത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അതിലുള്ള എക്സ്പ്ലനേഷൻ ആണ്, വളരെ സിമ്പിൾ ആണ്. അതായത് പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് അൺനോൺ റെസിസ്റ്റൻസ് can be minimized by adjusting the balancing point near the midpoint. ഓക്കെ റൈറ്റ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം? മിഡ് പോയിന്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പിയും ക്യൂവും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ റെസിസ്റ്റൻസുകൾ സ്മോളും ആയിരിക്കണം. എന്താ കാരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് ഹൈ ആയെങ്കിൽ വീസ്റ്റോൺ ഡാമിലൂടെ അപ്രീഷിയബിൾ ആയിട്ടുള്ള കറണ്ട് ഒഴുകില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 4 ആണ്. ഓക്കെ റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 പോയിന്റ് ചാർജസ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ആർ. ഇതിൽ ഒരൊറ്റ ഡാറ്റ തന്നിട്ടുണ്ട്. R is very much greater than L എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ആസ് എ ഡൈപോൾ. അതിനൊരു ഡൈപോൾ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഡൈപോൾ ഇത് ആക്സിയൽ ആണോ ഇക്വിറ്റോറിയൽ ആണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തെടുത്താലും ശരി എന്താണ്? ഇലക്ട്രിക് ഫീൽഡിലെ വേരിയേഷൻ എന്താണ്? ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R ക്യൂബ്. സോ ആൻസർ ഇസ് 4. ഓക്കെ, NCERT-യിലുള്ളതാണ്, പേജ് നമ്പർ 28 സെക്കൻഡ് ഇയർ ബുക്ക്. ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം. ഓക്കെ, എ ന്യൂക്ലിയസ് ഓഫ് മാസ് നമ്പർ 183. ഓക്കെ, അത് 2 ഡോട്ടർ ന്യൂക്ലിയസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളുടെ മാസ് നമ്പർ 125 ആൻഡ് അടുത്ത ആളുടെ മാസ് നമ്പർ 64. ഓക്കെ, ദ റേഷ്യോ ഓഫ് ഡോട്ടർ ന്യൂക്ലിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതും NCERT-യിലുള്ള ഒരു ചോദ്യമാണ്. ഡിക്റ്റോ ക്വസ്റ്റൻ ആണ്. 441 ആണ് പേജ് നമ്പർ. ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. R പ്രൊപ്പോർഷണൽ ടു A raised to 1/3 അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ R1 by R2 ഈക്വൽ ടു എന്തായിരിക്കും? A1 by A2 all raised to 1/3 അല്ലേ വരാ? വാട്ട് ഈസ് A1? 125 can be written as 5Q. ഓക്കെ, then A2 4Q all raised to 1/3 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5/4 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. ആൻസർ ഈസ് 1. ക്ലിയർ അല്ലേ? ഓക്കെ റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 44. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 44 ശ്രദ്ധിക്കുക. ഒരു കപ്പാസിറ്റർ ആണ്. ആ കപ്പാസിറ്ററിന്റെ 900 പൈക്കോഫാരഡ് ആണ് അതിന്റെ വാല്യൂ തന്നിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ഫുള്ളി ചാർജ്ഡ് ടു 100 വോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 100 വോൾട്ടിലേക്ക് തന്നെ ചാർജ് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്കണക്ട് ചെയ്തിട്ട് ബാറ്ററിയിൽ നിന്നും ഡിസ്കണക്ട് ചെയ്ത് എന്തിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്? ഒരു അൺചാർജ്ഡ് കപ്പാസിറ്ററിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. അതിന്റെയും വാല്യൂ 900 പൈക്കോഫാരഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ശ്രദ്ധിക്കുക, NCERT-യിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ റൈറ്റ്. അതിന്റെ ഫിഗർ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാ ചെയ്യാ? ഓക്കെ റൈറ്റ്, സിമ്പിൾ. അതായത് പൊട്ടൻഷ്യൽ കോമൺ പൊട്ടൻഷ്യലിലേക്കാണ് എത്താം. ഓക്കെ റൈറ്റ്. കോമൺ പൊട്ടൻഷ്യൽ എന്താണ് വരാ? V is equal to C1 V1 plus C2 V2 divided by C1 plus C2. ഓക്കെ, ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
V2ന്റെ വാല്യൂ 0 കാരണം തന്നിട്ടുണ്ട് രണ്ടാമത്തെ കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണ്. അപ്പോൾ ആദ്യത്തെ കപ്പാസിറ്ററിൽ മാത്രമേ ചാർജ് ഉണ്ടാവുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന കോമൺ പൊട്ടൻഷ്യൽ എത്രയാണ്? 50 വോൾട്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി സ്റ്റോർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഈ കപ്പാസിറ്ററിലും എനർജി സ്റ്റോർ ചെയ്യും, ഈ കപ്പാസിറ്ററിലും എനർജി സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? യു ടോട്ടൽ എന്ന് പറയുന്നത് രണ്ടിലും സ്റ്റോർ ചെയ്തുകൊണ്ട് തന്നെ 2 times half CV² ആണ്. ഓക്കെ, രണ്ട് ഐഡന്റിക്കൽ കപ്പാസിറ്റർ ആണ്, അതുകൊണ്ടാണ് ഞാൻ സി എന്ന് എഴുതിയത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിയുടെ വാല്യൂ 900 × 10⁻⁻12 ആണ്. V² എന്ന് പറയുമ്പോൾ 50 × 50 വരും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ വരുന്നത് 2.25 × 10⁻6 ജൂൾ എന്നാണ് വരാം. ആൻസർ വരുന്നത് എത്രയാണ്? 1 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ, റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റൈറ്റ്, തന്നിരിക്കുന്നത് എന്താണ്? തന്നിരിക്കുന്നത് ഒരു ഗേറ്റ് ആണ്. റൈറ്റ്, ഈ ഗേറ്റിന്റെ എന്താ പറയുന്നത്? ദ ട്രൂത്ത് ടേബിൾ ഇൻപുട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പിനേഷൻ ആണ് ഗേറ്റ്സിന്റെ. അപ്പോൾ ഇതിന്റെ ട്രൂത്ത് ടേബിൾ ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ എന്താണ് ബൂളിയൻ എക്സ്പ്രഷൻ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 0 0 ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ 0 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരാം? റൈറ്റ്, 0 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും. ഇത് നേരെ കണക്ട് ചെയ്യുമ്പോൾ ഒരു ആൻഡ് ഗേറ്റിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇവിടെ 1 വരും. ഇനി ഇവിടെ 0 വന്നു കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ആണ്. അപ്പൊ ഇത് 0, മേലെയും 0. അപ്പൊ ആദ്യത്തെ ആൻഡ് ഗേറ്റിലൂടെ പോകുന്നത് എന്താണ്? നാൻഡ് ഗേറ്റിലൂടെ പോകുന്നത് 0 0 ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? 1. ഓക്കെ, നെക്സ്റ്റ് 0 1 ആണ് അടുത്ത ആൻഡ് ഗേറ്റിലൂടെ. അപ്പോൾ ഇത് 1 ആണ്. അപ്പൊ ആൻസർ എത്രയാണ്? 1 വരും. ശരിയല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ടെണ്ണേ ഇവിടെ ഉള്ളൂ. ഒന്ന് ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 4. ഇതിലേതാന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അടുത്ത എന്ത് ചെയ്യാൻ എന്താണ് 1 എന്ന് പറയുന്ന, പ്ലീസ് ശ്രദ്ധിക്കുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 എന്ന് പറയുന്ന ഇൻപുട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 1 ഡയറക്റ്റ് കണക്ഷനിൽ 1 തന്നെ. അതൊരു നോട്ട് ഗേറ്റിലൂടെ ഇറങ്ങി വരുമ്പോൾ അതെന്താവും? 0. ഓക്കെ, ഇവിടെ 1 തന്നെ. ഈ 1 നേരെ കയറിപ്പോയി ഇവിടെയും 1. അപ്പോൾ ഒരു 1 സ്റ്റേറ്റ് ആദ്യത്തെ ആൻഡ് ഗേറ്റിൽ 1 സ്റ്റേറ്റ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? 0 ആണ് വരാ. ഓക്കെ, റൈറ്റ്. രണ്ടാമത്തെ ആൻഡ് ഗേറ്റിൽ 0 1 ആണ്. അതിന്റെ ഉത്തരം 1 ആണ്. ഈ 0 1 ആൻഡ് ഗേറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഉത്തരം എന്താണ് വരാ? 0 ആണ് വരാ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എത്രയാണ്? 1 ആണ്, ഓപ്ഷൻ 1. അപ്പൊ വെറുതെ ഇൻപുട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? രണ്ടെണ്ണത്തെ എലിമിനേറ്റ് ചെയ്യാൻ ഈസി ആയിട്ട് ഉത്തരം കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. ദ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ മോളിക്യൂൾസ് കണ്ടെയ്നിങ് 4.5 kilogram ഓഫ് വാട്ടർ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ഇതിൽ ഇന്റർമോളിക്കുലർ ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്റർമോളിക്കുലർ ഫോഴ്സസ് വാനിഷ് അവേ. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? വി ക്യാൻ യൂസ് ദി ഇക്വേഷൻ PV = nRT. ഇതിൽ n എന്താണ്? മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു R × T. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് mRT ഡിവൈഡഡ് ബൈ m × P. m എത്രയാണ്? m എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ആണ്. ഓക്കെ, അത് എത്രയാണ്? 4.5 × 10⁻³ ഗ്രാം. കിലോഗ്രാമിനെ ഞാൻ ഗ്രാമിലേക്ക് മാറ്റി. ഓക്കെ, ഇൻറ്റു R എത്രയാണ്? 8.314. ഇനി ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ നോക്കാം. ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് STP. STP എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ എത്രയാണ്? 273 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് വാട്ടർ എത്രയാണ്? 18 ഗ്രാം ഇൻറ്റു പ്രഷർ എത്രയാണ്? ഓക്കെ, 10⁵5 പാസ്കൽ. ഓക്കെ, if you substitute this you get the value as 5.6 മീറ്റർ ക്യൂബ്. അപ്പൊ ചെയ്തത് മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ആൻസർ വരുന്നത് 5.6 മീറ്റർ ക്യൂബ് ആണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് അടുത്തത്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുടെ ഫിംഗർ ടിപ്പിലുള്ള ഒരു ഡാറ്റയാണ്. ശ്രദ്ധിക്കുക, കുറച്ച് ഒരു ബാസ്ത കോളമാണ്. ഇപ്പുറത്ത് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്, അപ്പുറത്ത് എന്താണ്? ശ്രദ്ധിക്കുക, ഡയമെൻഷൻസ് ആണ് തന്നേക്കുന്നത്. മാസ് കോളമാണ്. ഓക്കെ, അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഡയമെൻഷൻ അറിയാം. m⁻⁻1 L³ T⁻². ശരിയല്ലേ? ഇനി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി നോ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? mL² T⁻². ഓക്കെ, നെക്സ്റ്റ് അടുത്ത വരുന്നത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ. ഓക്കെ, പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് അല്ലെ. അപ്പൊ വർക്ക് ബൈ മാസ് വരും. അപ്പൊ എത്രയായിരിക്കും? L² T⁻². ക്ലിയർ?
ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വരുന്നത് ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി ആണ്. ഗ്രാവിറ്റേഷൻ ഇന്റൻസിറ്റി ഇസ് ന്യൂമറിക്കലി ഈക്വൽ ടു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ അതിന്റെ ഡയമെൻഷൻ എന്താണ്? L(t⁻²). അപ്പൊ ഇതെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഓപ്ഷൻ വരുന്നത് 4 ആണ്. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ ഓപ്ഷൻ വരുന്നത് എത്രയാണ്? 4 ആണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും പിടികിട്ടിയില്ലേ? റൈറ്റ്. നെക്സ്റ്റ് അടുത്ത ചോദ്യം. റൈറ്റ്, ഇതൊരു സ്ട്രേറ്റ് കണ്ടക്ടർ ആണ്, വളരെ ലോങ് ആയിട്ടുള്ള സ്ട്രേറ്റ് കണ്ടക്ടർ ആണ്. ഹാവിംഗ് സർക്കുലർ ക്രോസ് സെക്ഷനിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫീൽഡിന്റെ വേരിയേഷൻ ആണ് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്. അത് മാഗ്നറ്റിക് ഫീൽഡിലെ വേരിയേഷൻ ആണ്. ആംപിയർ സർക്യൂട്ടിലോന്റെ അപ്ലിക്കേഷൻ ആണ്. NCERT 4.16 ഫിഗറിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ആൻസർ വരുന്നത് അതുകൊണ്ട് എന്താണ്? 1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് സൂം ചെയ്താൽ മനസ്സിലാവും ഇതെന്താണ് സംഭവം. NCERT ഡയറക്റ്റ് ഫിഗർ ആണ്. ഇൻസൈഡിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഔട്ട്സൈഡ് പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് എന്തായിരിക്കും? ആൻസർ വരുന്നത് 1 ആയിരിക്കും. ഓക്കെ, ഇതാണ് 48ാമത്തെ ചോദ്യം. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, 49 ഒരു സർക്കുലർ ലൂപ്പ് ആണ്. അതിന്റെ നമ്പർ ഓഫ് ടേൺസ് അവർ തന്നിട്ടുണ്ട് 100 ആണ്, സോറി 1000 ആണ്. അതിന്റെ ആവറേജ് റേഡിയസും തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദ ഹൊറിസോണ്ടൽ ഡയാമീറ്റർ. ഹൊറിസോണ്ടൽ ഡയാമീറ്ററിനെ അബൌട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിസ്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് തിരിയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡയാമീറ്ററിനെ അബൌട്ട് ആയിട്ട്. ഓക്കെ, റൈറ്റ്. അതിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ഓഫ് എർത്ത് ഫീൽഡ് അറ്റ് ദാറ്റ് റീജിയൻ ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ. Electrical resistance of the coil is also given. What is the EMF induced? Maximum value ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മാക്സിമം വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ നമുക്കറിയാം NBA omega. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് എത്രയായിരിക്കും? ഇറ്റ് ഈസ് E0/R. ദാറ്റ് ഈസ് ഈക്വൽ ടു NBA omega by R. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഡാറ്റാസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N എത്രയാണ്? 1000 ഇൻറ്റു B എത്രയാണ്? 2 × 10⁻⁻5. വാട്ട് ഈസ് ഏരിയ? ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു R². അപ്പൊ പൈ ഇൻറ്റു R² എത്രയാണ്? 10 × 10 ഇൻറ്റു ഒമേഗ എത്രയാണ്? 2 ഓൾ ഡിവൈഡഡ് ബൈ R എത്രയാണ്? വാല്യൂ നോക്കാം, 12.56. 12.56 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി 4 പൈ. ഓക്കെ, അപ്പൊ ഈ പൈയും നമുക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആംപിയർ ആണ്. സോ ആൻസർ ഈസ് 1. ഓക്കെ, ക്ലിയർ അല്ലേ? ഒക്കെ കട്ട് ചെയ്ത് പോകണ്ട. അങ്ങനെ 1 ആംപിയർ ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ക്ലിയർ അല്ലേ? റൈറ്റ്. നെക്സ്റ്റ് 50ാമത്തെ ചോദ്യം, നീറ്റിലെ ഏറ്റവും അവസാനത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, എന്താണ്? 2 ട്രാൻസ്പാരന്റ് മീഡിയ തന്നിട്ടുണ്ട്. അതിലൂടെ ലൈറ്റ് കടന്നു പോകുമ്പോഴുള്ള 2 ഡിഫറെന്റ് വെലോസിറ്റീസ് തന്നിട്ടുണ്ട്. ഒന്നിൽ എത്രയാണ്? 1.5 × 10⁸8. അടുത്തതിൽ എത്രയാണ്? 2 × 10⁸8 m/s. ഓക്കെ, റൈറ്റ്. വാട്ട് ഈസ് എ ക്രിട്ടിക്കൽ ആംഗിൾ ഫോർ എ റേ ഓഫ് ലൈറ്റ് ഫോർ ദീസ് 2 മീഡിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്രിട്ടിക്കൽ ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. sin C is equal to റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് റയറർ മീഡിയം ഡിവൈഡഡ് ബൈ ഡെൻസർ മീഡിയം. ഓക്കെ, അതിനെ വെലോസിറ്റിയുടെ ടേമിൽ എഴുതുമ്പോൾ എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് ഡെൻസർ മീഡിയം ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് റയറർ മീഡിയം. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി ഡെൻസർ മീഡിയത്തിൽ കുറവായിരിക്കും, റയറർ മീഡിയത്തിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതില് ഡെൻസർ മീഡിയത്തിലെ വെലോസിറ്റി എന്ന് പറയുന്നത് 1.5 ആണ്. സോ ഇവിടെ ഞാൻ എന്ത് എഴുതുന്നു? 1.5 × 10⁸8 ഡിവൈഡഡ് ബൈ റയറർ മീഡിയം എത്രയാണ്? 2 × 10⁸8. ഓക്കെ, ഈ 10⁸8 കട്ട് ചെയ്തു. ഇതിന്റെ ആൻസർ എത്രയാ വരാ? ഇത് 3/2/2, ദാറ്റ് ഈസ് 3/4. ഓക്കെ, സോ sin C is equal to 0.75. So C is equal to sin inverse 0.75. So answer is 4. Okay. Thank you. ഹായ്, അങ്ങനെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഡിസ്കഷൻ അവസാനിക്കുകയാണ്. 5:30 മണിക്ക് പരീക്ഷ 5:20 കഴിഞ്ഞ് 5:30 മണിക്കാണ് നമ്മൾ നമ്മളുടെ ലൈവ് ഡിസ്കഷനിലേക്ക് കടന്നത്. ഇപ്പോൾ 8:30 മണിയായിരിക്കുന്നു. സൈലം ലേണിംഗ് ആപ്പിൻ്റെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. 5:30 to 8:30 3 അവർ കൊണ്ട് 200 ക്വസ്റ്റ്യൻസും നമുക്ക് ഡിസ്കസ് ചെയ്ത് തീർക്കണം. നിങ്ങളുടെ കൺഫ്യൂഷൻസ് എല്ലാം ക്ലാരിഫൈ ചെയ്യണം എന്ന ഉദ്ദേശമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും ക്ലാരിഫൈ ചെയ്താണ്, എല്ലാ ഡൗട്ടുകളും ക്ലാരിഫൈ ചെയ്താണ് നമ്മളിത് അവസാനിപ്പിക്കുന്നത്. അതിഗംഭീരമായി നിങ്ങളെല്ലാവരും നീറ്റ് എക്സാമിനേഷൻ എഴുതി. അതിൻ്റെ സന്തോഷം കമൻറ്റ് ബോക്സിനകത്ത് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. കുട്ടികളെല്ലാവരും സൈലം ലേണിങ്ങിൻ്റെ ഓഫീസിനകത്തേക്ക് ഇങ്ങനെ വന്ന് അവരുടെ സന്തോഷം നേരിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 വർഷത്തോളം നിങ്ങൾ പ്രയത്നിച്ചത് ഫലവത്തായി എന്ന അഭിപ്രായം ഒരുപാട് കുട്ടികൾക്ക് പറയാനുണ്ടായിരുന്നു. അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ഓഫീസും ഇവിടുത്തെ ആംബിയൻസും എല്ലാം ഉള്ളത്.
20ാമത്തെ ചോദ്യത്തിൽ എന്തോ പ്രയാസമുണ്ട് എന്ന് പറയുന്നുണ്ട് ഫിസിക്സിന്റെ. ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് പറയണേ, അനന്തുവിനോട് പറഞ്ഞാൽ മതി. റെഡി? അത് നോക്കാം. അഫ്സൽ 20th ക്വസ്റ്റ്യനെ കുറിച്ചൊന്ന് ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നമ്മൾ ഇനി നീറ്റിന്റെ അനാലിസിസിലേക്ക് കടക്കുകയാണ്. 2022 നീറ്റ് എക്സാമിനേഷനിൽ എങ്ങനെയായിരുന്നു ചോദ്യങ്ങളുടെ നിലവാരം ഉണ്ടായിരുന്നത്, കട്ട് ഓഫ് എത്രയായിരിക്കും, ഏത് രീതിയിലാണ് കോളേജുകളിൽ നാം അപേക്ഷിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൂടെ ഡിസ്കസ് ചെയ്ത് നമുക്കിന്ന് പിരിയാം. നമ്മൾ ഇനി നേരെ പോകുന്നത് അതിൻ്റെ ലൈവിലേക്കാണ്. സോ അടുത്ത ലൈവ് സെഷൻ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെയും ആക്റ്റീവായി നിങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ തന്നെ, കേരളത്തിലെന്നല്ല പറയേണ്ടത്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം നീറ്റ് എക്സാമിനേഷൻ്റെ ലൈവ് ഡിസ്കഷൻ ആരംഭിച്ച പ്ലാറ്റ്ഫോം സൈലം ലേണിംഗ് ആപ്പാണ്. വളരെ നേരത്തെ നമുക്കിത് തുടങ്ങാൻ പറ്റി. കഴിഞ്ഞ വർഷവും നമ്മൾ തന്നെയായിരുന്നു വളരെ നേരത്തെ ഈ ഡിസ്കഷൻ ആരംഭിച്ചത്. കാരണം വളരെ ആകാംക്ഷയോടെ, വളരെ പ്രതീക്ഷയോടെ സൈലം ലേണിംഗിൻ്റെ ചാനലിനകത്ത് കുട്ടികളെല്ലാവരും കാത്തിരിപ്പുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയാം. കേരളത്തിലെമ്പാടുമുള്ള സ്കൂളുകളിൽ മുഴുവനും സൈലം ലേണിംഗ് ആപ്പ് നിങ്ങളെ കാണാൻ വേണ്ടി ആളുകളെ പറഞ്ഞയച്ചിരുന്നു. അവരെല്ലാം നിങ്ങളെ കണ്ടു എന്നാണ് വിചാരിക്കുന്നത്. 400 സ്കൂളുകളിൽ സൈലം ലേണിംഗ് ആപ്പിൻ്റെ പ്രതിനിധികൾ നിങ്ങളെ കാണാൻ വേണ്ടി വന്നിരുന്നു. മാധ്യമം പത്രത്തിൻ്റെ ആദ്യത്തെ പേജിലൂടെ, ഫ്രണ്ട് പേജിലൂടെ സൈലം ലേണിംഗ് ആപ്പിൻ്റെ ആശംസ നിങ്ങളെ എല്ലാവരെയും അറിയിച്ചിരുന്നു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ കേരളത്തിലെ കുട്ടികൾക്ക് ആദ്യമായി നീറ്റ് എക്സാമിനേഷന് ആശംസ നേർന്ന വർഷം കൂടിയായിരുന്നു ഈ വർഷം. അങ്ങനെയെല്ലാം നിങ്ങളോട് മാക്സിമം ചേർന്ന് നിൽക്കാൻ സൈലം ലേണിംഗ് ആപ്പ് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പരീക്ഷ ഗംഭീരമായി എഴുതിയിട്ടുണ്ടാവുമെന്നും നിങ്ങളുടെ പെർഫോമൻസ് അതിൻ്റെ മാക്സിമത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവുമെന്നുമാണ്. രാജൻ സാർ വരുന്നുണ്ട്. രാജൻ സാർ ഒരു 20th ക്വസ്റ്റ്യനകത്ത്, രാജൻ സാർ ഇവിടെ ഉണ്ട്, 20ാമത്തെ ചോദ്യത്തിനകത്ത് എന്തോ ഒരു പ്രയാസമുണ്ട് എന്ന് പറയുന്നുണ്ട് കുട്ടികൾ. 20ാമത്തെ ചോദ്യത്തിനകത്ത് ചോദ്യം ഇവിടെ ഉണ്ടോ സാർ? അത് ഒന്ന് ചെയ്യാമോ? ഇവിടെ 20ാമത്തെ ചോദ്യം. മക്കളെ, when two monochromatic lights of frequency nu and nu by 2 are incident on a photoelectric metal. So initially incident frequency h nu ആണ്. ഇത് വർക്ക് ഫംഗ്ഷൻ പ്ലസ് കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജി എത്രയാണ്? E ഇൻറ്റു ആദ്യത്തെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ Vs/2 ആണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫ്രീക്വൻസി ന്യൂ ബൈ 2 ആണ്. എച്ച് ന്യൂ ബൈ 2 ആണ്. ഫ്രീക്വൻസി എച്ച് ന്യൂ ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഫംഗ്ഷന് മാറ്റമൊന്നുമില്ല, പക്ഷേ അവിടെ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇ ഇൻറ്റു വി എസ് ആണ്. സോ വാട്ട് വി ഡു ഈസ് ദിസ്, നമ്മൾ ഈ ആദ്യത്തെ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 2h ന്യൂ ഈക്വൽ ടു 2w പ്ലസ് ഇ ഇൻറ്റു വി എസ് കിട്ടും. ഇനി നിങ്ങൾ സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുന്നത് നോക്കൂ. സബ്ട്രാക്ട് ചെയ്താൽ 2h ന്യൂ മൈനസ് എച്ച് ന്യൂ ബൈ 2. 2 മൈനസ് 1/2 എന്ന് പറയുന്നത് 1.5 ആണ്. അത് 3/2 എച്ച് ന്യൂ ആണ്. ഇ വി എസ് മൈനസ് ഇ വി എസ് 0 ആണ്. 2w മൈനസ് w എന്ന് പറയുന്നത് എത്രയാണ്? w ആണ്. ചോദിച്ചിരിക്കുന്നത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആണ്. ത്രഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്ന വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണം. എച്ച് ന്യൂ 0 ആണ്. സോ എച്ച് ക്യാൻസൽ ആയാൽ നിങ്ങൾക്ക് വേണ്ടത് ത്രഷോൾഡ് ഫ്രീക്വൻസി ആയ ന്യൂ 0 ആണ്. അത് 3/2 ടൈംസ് ദ ഫ്രീക്വൻസി ആണ്. 3/2 ന്യൂ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 20യുടെ ഓപ്ഷൻ 2 ആണ്. അത് തന്നെയല്ലേ നമ്മൾ നേരത്തെ ചെയ്തത്? ഇതാണല്ലോ നേരത്തെയും ചെയ്തത്. ഓ, അപ്പൊ പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല. 20ാമത്തെ ചോദ്യത്തിന് നേരത്തെ നമ്മൾ പറഞ്ഞതും അല്ലേ, സെയിം ആൻസർ കീയാണ് എല്ലാ ഫിസിക്സ് ടീച്ചേഴ്സും. ജെയ്സൺ സാർ ഓടി വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ചോദിക്കുമ്പോഴത്തേക്ക് ഫിസിക്സ് ടീച്ചേഴ്സ് എല്ലാവരും അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. സൈലത്തിന്റെ ആൻസർ കീ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻസർ കീ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അനാലിസിസ് സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. റെഡി? അപ്പോ ഹാപ്പി, എല്ലാവരും ഉഷാറാണ്, ആരും പോയിട്ടില്ല. അപ്പൊ എല്ലാവരും പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിരിക്കുക. ഇന്നത്തെ ദിവസം ഒരു കൊല്ലം മുഴുവനും നിങ്ങൾ അധ്വാനിച്ചതാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടി. ഉഷാറായിരിക്കണം. പാരൻസിനോടെല്ലാം നിങ്ങൾ നിങ്ങളുടെ സന്തോഷം രേഖപ്പെടുത്തണം. ഇനിയും ടെൻഷൻ അടിച്ചിരിക്കരുത്. വരും ദിവസങ്ങൾ നല്ല ദിവസങ്ങളായി തീരും. ആ രീതിയിലുള്ള പരീക്ഷയാണ് വന്നത്, നിങ്ങളെ കുഴക്കാത്ത പരീക്ഷയാണ് വന്നത്. സോ വളരെ കൂളായി, വളരെ ഹാപ്പിയായി ഇരിക്കുക. നമുക്കിനി എക്സാം അനാലിസിലേക്ക് പോവാം. എല്ലാവരോടും സൈലം ലേണിംഗ് ആപ്പിന് അതിയായ സ്നേഹമുണ്ട്. ഈ നേരം വരെയും നമ്മളെല്ലാവരും ഒന്നിച്ചായിരുന്നു. ഈ
കാലം അത്രയും നമ്മൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു. റെഡി? അപ്പോ എല്ലാവരും എന്ത് ചെയ്യുക? ഹാപ്പി ആയിരിക്കുക. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഹാപ്പി ആയിരിക്കുക. അല്പം മാർക്കൊന്നും കുറഞ്ഞു പോയാൽ ആരും പ്രയാസപ്പെടരുത്. ആൻസർ കീ വരട്ടെ, റിസൾട്ട് വരട്ടെ, ആരും പ്രയാസപ്പെടരുത്. സൈലത്തിന്റെ ആൻസർ കീ സൈലത്തിന്റെ വെബ്സൈറ്റിനകത്തുണ്ട്, ഡൗൺലോഡ് ചെയ്യുക. ഇതുവരെ ചെയ്ത എല്ലാ സ്ലൈഡും ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് തരാൻ വേണ്ടി പറയാം. ആ സ്ലൈഡുകളിലൂടെയും നിങ്ങൾ എല്ലാവരും കടന്നു പോവുക. അശ്വതി കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ പറയുന്നു, സാരമില്ല. ഒരു വലിയ പരീക്ഷയാവുമ്പോൾ ചിലപ്പോൾ ചില പിഴവുകളൊക്കെ നമുക്ക് സംഭവിക്കും. ആരും സങ്കടപ്പെടുകയൊന്നും ചെയ്യണ്ട. ഓക്കെ, നോക്കാം നമുക്ക്. റെഡി? റിപ്പീറ്ററിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. ഇന്നത്തെ ഒരു രാത്രി നിങ്ങളൊന്ന് സ്വസ്ഥമായിരിക്കും. ഓക്കെ, റിപ്പീറ്ററിന്റെ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം. റെഡി? ഓക്കെ മക്കളെ, താങ്ക് യു.